Hello dear students, good evening everybody. Welcome back to Frank's Lectures. ഞാൻ നിങ്ങളുടെ ഫ്രാങ്ക്ലിൻ സർ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എങ്ങനെ പോകുന്നു നിങ്ങളുടെ സീരീസ് എക്സാമിനേഷൻസ്? പറയൂ, എങ്ങനെ പോകുന്നു നിങ്ങളുടെ സീരീസ് എക്സാമിനേഷൻസ്? ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെയുണ്ട്? എഴുതാൻ പറ്റുന്നുണ്ടോ? ഹോപ്പ് ഉണ്ടോ? പഠിക്കുന്നുണ്ടോ? യെസ്. Okay, start ചെയ്താലോ? സോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നമ്മൾ ലൈവ് വന്നിട്ടുണ്ട്, മാരത്തോൺ ലൈവ്. സോ അതിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് വരുന്നത്. ഓക്കെ, സോ എല്ലാവരും കണ്ട് പഠിച്ച് റെഡിയല്ലേ? ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഓക്കെ. സോ ഇസ് മാക്സിമം നാളെ BME BCEC ഒരുമിച്ചു. അയ്യോ, ശോകമാണല്ലോടാ. കുഴപ്പമില്ല. ഓൾ താങ്ക്സ് ടു യു. വെൽക്കം വെൽക്കം, താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ എല്ലാവരും റെഡി അല്ലേ? നന്ദു MV കുഴപ്പമില്ലടാ, ചെറിയ ചെറിയ ഒരു മൊഡ്യൂൾ അല്ലേ? ഒരു മിനിറ്റ്, ചെറിയ മൊഡ്യൂൾ അല്ലേടാ. ഓക്കെ, റെഡി? ഓക്കെ, റെഡിയാണോ? ഞങ്ങൾക്ക് ഫിസിക്സ് ആൻഡ് BME. ഓക്കെ, അപ്പൊ നാളെ നിങ്ങൾക്ക് എക്സാമാ. അപ്പൊ ഓക്കെ, നാളെ എക്സാമുള്ള കുട്ടികളാണ് നിങ്ങൾ വന്നിരിക്കുന്നത് അല്ലേ? സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നാളെ എക്സാം ഒക്കെ അല്ലേ? സോ നിങ്ങൾ ഓൾറെഡി നമ്മൾ വന്നിട്ടുള്ള ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ലൈവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. ഓക്കെ, കണ്ടിരിക്കണം. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ അത് കണ്ട് പഠിക്കണം കേട്ടോ. ശരി, അതിന്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് വരാൻ പോകുന്നത്. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, സെറ്റ്. ഓക്കെ, സോ നമുക്ക് ആദ്യം കാർനോട്ട് സൈക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് മൊഡ്യൂൾ ആണ്. ഫസ്റ്റ് മൊഡ്യൂളിലെ ഒരു ടോപ്പിക് ആണ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 സൈക്കിൾസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. കാർനോട്ട് സൈക്കിൾ, ഓട്ടോ സൈക്കിൾ ആൻഡ് ഡീസൽ സൈക്കിൾ. ഈ 3 സൈക്കിളും അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, കാരണം എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കും എന്ന് ഉറപ്പുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പഠിക്കാനായിട്ട് പറയുന്നത്. സോ നമുക്ക് കാർനോട്ട് സൈക്കിൾ പഠിക്കാം. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. കാർനോട്ട് സൈക്കിൾ പഠിക്കണം, അതിന്റെ എഫിഷ്യൻസി പഠിക്കണം. ഓട്ടോ സൈക്കിൾ പഠിക്കണം, അതിന്റെ എഫിഷ്യൻസി പഠിക്കണം. ഡീസൽ സൈക്കിൾ പഠിക്കണം, അതിന്റെ എഫിഷ്യൻസി പഠിക്കണം. വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. ഫസ്റ്റ് മൊഡ്യൂളിലെ വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ക്ലിയർ അല്ലേ? പഠിക്കാം. സോ കാർനോട്ട് സൈക്കിൾ എന്ന് പറയുമ്പോൾ സിംപിളി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ തന്നെ പഠിച്ചു പോവുക, എന്റെ കൂടെ പഠിച്ചു പോവുക. നമുക്ക് തെർമോഡൈനാമിക് റൈലി സർ അതിന്റെ ബാക്കിയാണോ? ഫുൾ കാണാൻ ടൈം കിട്ടിയില്ല, കുഴപ്പമില്ല, കണ്ടോളൂ. ബാക്കിയല്ല, അത് വേറെ തന്നെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സാ, ഇത് വേറെ തന്നെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സാ. ഓക്കെ, 2 മൊഡ്യൂൾ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ആക്ച്വലി 2 ലൈവ്സും സെറ്റ് ആക്കിയിരിക്കുന്നത്. സോ അത് കണ്ടിട്ട് ഇത് കാണുക, അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് അത് കാണുക. ഏതെങ്കിലും ഒന്ന് ആദ്യം കണ്ടിരിക്കണം കേട്ടോ. ഇത് കണ്ടിട്ട് അത് കണ്ടാലും മതി, അല്ലെങ്കിൽ അത് കണ്ടിട്ട് ഇത് കണ്ടാലും മതി. ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്ക് സാധാരണ കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്ന ഒരു സാധാരണ തെർമോഡൈനാമിക് എയർ സൈക്കിൾ ആണ്. ഒരു സാധാരണ തെർമോഡൈനാമിക് എയർ സർക്കിൾ ആണ്. എയർ സൈക്കിൾ ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോ ഇവിടെ ആക്ച്വലി നമ്മുടെ ഈ തെർമോഡൈനാമിക് സൈക്കിൾസിൽ ഒരു വർക്കിംഗ് ഫ്ലൂയിഡ് ഉണ്ടാവും. കാർനോട്ട് എഞ്ചിന്റെ കേസിൽ ഈ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? ദിസ് വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്താണ്? എയർ ആണ്. ക്ലിയർ ആണോ? ഈ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് വാട്ടർ എന്ന് വിചാരിക്കരുത്. കാരണം ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്താണ്? ലിക്വിഡ് എന്നും ഗ്യാസ് എന്നും. അപ്പോ ലിക്വിഡിനെയും ഗ്യാസിനെയും ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഫ്ലൂയിഡ്സ്. സോ എയർ എന്ന് പറയുന്നത് എന്താണ്? ഗ്യാസ് അല്ലേടാ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാർനോട്ട് സൈക്കിളിലെ വർക്കിംഗ് ഫ്ലൂയിഡ് എന്താണ്? പറയൂ, കമന്റ് ചെയ്യൂ. കാർനോട്ട് സൈക്കിളിലെ വർക്കിംഗ് ഫ്ലൂയിഡ് എന്താണ്? പറയൂ, എന്താണ്? യെസ്, എയർ ആണ്. ക്ലിയർ ആണോ? അപ്പൊ ആദ്യത്തേനും ഹായ്, ഹലോ, ഓക്കെ അല്ലേ? ആൻഡ് ഇവിടെ നടക്കുന്ന വേറൊരു സംഭവം എന്താണെന്ന് അറിയാവോ? ഇവിടെ നമ്മുടെ കാർനോട്ട് സൈക്കിളിൽ 2 പ്രോസസ് നടക്കുന്നുണ്ട്. എന്തൊക്കെ പ്രോസസ് അറിയാവോ? ഹീറ്റ് അഡീഷൻ പ്രോസസ് അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ്, അതേപോലെ
ഹീറ്റ് റിജക്ഷൻ പ്രോസസ്. അപ്പോൾ ഹീറ്റ് അഡിഷൻ പ്രോസസ്സും ഹീറ്റ് റിജക്ഷൻ പ്രോസസ്സും എങ്ങനെയാണ് നടക്കുന്നത്? ഇത് രണ്ടും നടക്കുന്നത് ഐസോതെർമലിയാണ്. കാർനോട്ട് സൈക്കിളില് രണ്ട് പ്രോസസ് നടക്കുന്നുണ്ട്. ഏതൊക്കെയാ? ഹീറ്റ് അഡിഷനും അതുപോലെ തന്നെ എന്താണ് ഹീറ്റ് റിജക്ഷനും. ഈ രണ്ട് പ്രോസസ്സും നടക്കുന്നത് എന്താണ്? ഐസോതെർമലിയാണ്. എന്താണ്? ഐസോതെർമലി. ക്ലിയർ ആണോ? ഐസോതെർമലി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഐസോതെർമലി എന്ന് പറയുമ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ? ഓക്കെ. അപ്പൊ ഇത്രയും കാര്യം കാർനോട്ട് സൈക്കിളിനെ കുറിച്ച് ആദ്യം പഠിക്കുക. അപ്പോൾ നമ്മുടെ കാർനോട്ട് സൈക്കിളിനെ ഞാൻ എന്ത് ചെയ്യുന്നു? കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് നോക്ക്, കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് സാധാരണ നമുക്കൊരു പിസ്റ്റൺ വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെ? നോക്കൂ, ഇതാണ് ഒരു പിസ്റ്റൺ എന്ന് പറയുന്നത്, ഇതൊരു സിലിണ്ടർ എന്ന് പറയുന്നത്. ഈ സിലിണ്ടറിൽ എന്തുണ്ട്? ഈ സിലിണ്ടറിൽ പിസ്റ്റൺ ഉണ്ട്. ക്ലിയർ ആണോടാ? ഓക്കെ, കണ്ടോ? പിസ്റ്റൺ ഉണ്ട്. അപ്പൊ ഈ സിലിണ്ടറിന്റെ പിസ്റ്റന്റെ അകത്ത് ഈ ഭാഗത്ത് ഇരിക്കുന്നത് ആരാണ്? ഈ ഭാഗത്ത് ഇരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. എന്താണ് വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്? നമ്മൾ ഇവിടെ എന്തായിട്ട് എടുത്തു? എയർ. ക്ലിയർ ആണോ? അപ്പോ എന്താണ്? ഇവിടെ ഒരു സിലിണ്ടർ ഉണ്ട്, അതേപോലെ തന്നെ ഒരു പിസ്റ്റൺ ഉണ്ട്, ഇതിന്റെ അകത്ത് എന്തുണ്ട്? ഒരു വർക്കിംഗ് ഫ്ലൂയിഡ് ഉണ്ട്. ഓക്കെ. സോ നമ്മൾ ആക്ച്വലി കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്ന സമയത്ത് 4 സ്റ്റേജസ് ആണുള്ളത്. കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്ന സമയത്ത് 4 സ്റ്റേജസ് ആണുള്ളത്. ഈ 4 സ്റ്റേജ് എന്തൊക്കെയാണെന്ന് അറിയാവോ? ഈ 4 സ്റ്റേജസ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം. ഒന്നെന്ന് പറയുന്നത് സ്റ്റേജ് 1. അതെന്ന് പറയുന്ന സമയത്ത് ഇവിടെ നോക്കൂ, നമ്മുടെ ഐസോതെർമൽ എക്സ്പാൻഷൻ ഇവിടെ നടക്കുന്നുണ്ട്, അതേപോലെ അഡൈബാറ്റിക് എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്, ദെൻ ഐസോതെർമൽ കംപ്രഷൻ നടക്കുന്നുണ്ട്, അഡൈബാറ്റിക് കംപ്രഷൻ നടക്കുന്നുണ്ട്. 4 പ്രോസസ്സാണ് നമ്മുടെ കാർനോട്ട് സൈക്കിൾ നടക്കുന്നത്. ഓക്കെ, ഓരോ പ്രോസസ്സിനെ ഓരോ സ്റ്റേജസ് ആയിട്ട് ഞാൻ എഴുതുന്നു. ഓക്കെ, അപ്പൊ സ്റ്റേജ് 1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പ്രോസസ് ആണ്. ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്ന സമയത്ത് ഈ സിലിണ്ടറിനകത്ത് എന്തുണ്ട്? ഒരു വർക്കിംഗ് ഫ്ലൂയിഡ് ഉണ്ട്. ഈ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇരിക്കുന്ന പ്രഷർ ആണ് എന്തെന്ന് പറയുന്നത്? P1. അതേപോലെ ഈ വർക്കിംഗ് ഫ്ലൂയിഡ് ഇരിക്കുന്ന വോളിയം ആണ് എന്ത്? V1. ആൻഡ് ഈ വർക്കിംഗ് ഫ്ലൂയിഡ് ഇരിക്കുന്ന ടെമ്പറേച്ചർ ആണ് എന്ത്? T1. ക്ലിയർ ആണോടാ? ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിൽ എന്ന് പറയുന്നത് ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്ന സമയത്ത് ആ സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഗ്രാഫ് പഠിക്കണേ കേട്ടോ. അതായത് നമ്മുടെ കാർനോട്ട് സൈക്കിൾ എന്താണ് ജസ്റ്റ് ഒന്ന് പഠിക്കുക. അതേപോലെ തന്നെ ഈ ഗ്രാഫ് പഠിക്കുക ഇമ്പോർട്ടന്റ് ആണ്. കാർനോട്ട് സൈക്കിളിലെ ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എന്നിട്ട് ഇതിലെ ഓരോ സ്റ്റേജസ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഞാൻ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് വളരെ ഷോർട്ട് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. സ്റ്റേജ് 1 എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സിലിണ്ടറിന്റെ അകത്ത് നമ്മുടെ വർക്കിംഗ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ എയർ വെച്ചിരിക്കുന്ന പ്രഷർ P1, വോളിയം V1 ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T1 ആണ്. ക്ലിയർ ആണോ? ഇനി ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഹീറ്റിനെ ആഡ് ചെയ്യുന്നു. ഹീറ്റ് അഡിഷൻ നടക്കുന്നു, ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ് നടക്കുന്നു. എങ്ങനെ? ദാറ്റ് ഈസ് ഐസോതെർമലി. ഐസോതെർമലി മനസ്സിലാവുന്നുണ്ടോ? ഈ ഐസോതെർമലി എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ആഡ് ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് അവിടെ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടുമോ ഇല്ലയോ? കൂടും. ഈ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അകത്തുള്ള സിലിണ്ടറിന്റെ അകത്ത് ആരാണ്? സിലിണ്ടർ അകത്ത് എയർ ആണ്. എയർ എന്ത് ചെയ്യുന്നുടാ? എയർ എക്സ്പാൻഡ് ചെയ്യുന്നു. എയർ എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുന്നു. ക്ലിയർ? ഓക്കെ ആണോ? ഓക്കെ. അപ്പോ ഹീറ്റ് എന്ന് പറയുന്നത് അബ്സോർബ് ചെയ്യുകയും ആ പറയുന്ന ഈക്വൽ എമൗണ്ട് എന്ത് ചെയ്യുന്നു? വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയും ഈക്വൽ എമൗണ്ട് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ വർക്ക് ഈസ് ഡൺ എന്ന് എഴുതാം. ക്ലിയർ ആണോ? അപ്പോൾ എന്തൊക്കെയാണ് ഫസ്റ്റ് സ്റ്റേജിൽ? എന്തൊക്കെയാണ്? നമ്മുടെ പ്രഷർ ഇരിക്കുന്ന P1, വോളിയം V1 ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T1. ക്ലിയർ? ഹീറ്റിനെ ആഡ് ചെയ്യുന്നു, ഐസോതെർമലി ഹീറ്റിനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും. ആകുമ്പോൾ എയർ എന്ന് പറയുന്നത് എക്സ്പാൻഡ് ആവും. അപ്പോൾ ഹീറ്റ് അബ്സോർപ്ഷൻ ഇവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ ഈക്വൽ എമൗണ്ട് ഓഫ് വർക്ക് എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വർക്ക് ഈസ് ഡൺ. ക്ലിയർ ആണോ? അതാണ് ഈ ഫസ്റ്റ് സ്റ്റേജ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, റെഡി ആണോ?
അപ്പോ ഐസോതെർമൽ എക്സ്പാൻഷൻ നടന്നിരിക്കുന്നത് എവിടെയാണ്? ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നടന്നിരിക്കുന്നത് ഈ ഭാഗത്താണ്. എന്ത് നടന്നിരിക്കുന്നത്? ഐസോതെർമൽ എക്സ്പാൻഷൻ. ക്ലിയർ. അടുത്ത നമ്മൾ സ്റ്റേജ് 2 എന്ന് പറയുമ്പോൾ 2-3 ആണ്. 2-3 എന്ന് പറയുമ്പോൾ അത് അഡയബാറ്റിക് എക്സ്പാൻഷൻ ആണ്. അപ്പോ ഓക്കെ, അഡയബാറ്റിക് എക്സ്പാൻഷൻ ആണ്. ദാറ്റ് ഈസ് സ്റ്റേജ് 2. എന്താണ്? സ്റ്റേജ് 2. ഓക്കെ, സ്റ്റേജ് 2. അപ്പോ ഇവിടെ എന്താ സംഭവം? ഇവിടെ ഫസ്റ്റ് സ്റ്റേജിൽ ഹീറ്റ് എന്ന് പറയുന്നത് ആഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കുന്നു. ഹീറ്റ് എന്ന് പറയുന്നത് ഒരു ബോഡിയിൽ നിന്ന് വേറൊരു ബോഡിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തത്. അതായത് പുറത്തുനിന്നൊരു എക്സ്റ്റേണൽ ബോഡി വെച്ചിട്ടാണ് നമ്മുടെ സിലിണ്ടറിനകത്ത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തത്. ഓക്കെ അല്ലേ? അപ്പോ സ്റ്റേജ് 2 എന്താ സംഭവിക്കുന്നത്? ഈ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ചില്ലേ, ആ സോഴ്സിനെ റിമൂവ് ചെയ്യുന്നു. ദാറ്റ് ഈസ് സോഴ്സ് ഓഫ് ഹീറ്റ് ഈസ് റിമൂവ്ഡ്. അപ്പോൾ എന്ത് സംഭവിക്കും? എയർ എന്ന് പറയുന്നത് അപ്പോഴും എന്ത് ചെയ്യുന്നു? എയർ എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യുന്നു. ക്ലിയർ ആണോ? ഇവിടെ നടക്കുന്ന എയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അഡയബാറ്റിക്കലി ആയിരിക്കും. എന്തായിരിക്കും? അഡയബാറ്റിക്കലി ആയിരിക്കും. ഓക്കെ, എന്താണ് ഈ അഡയബാറ്റിക്? എന്താണ് അഡയബാറ്റിക് പ്രോസസ്? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അഡയബാറ്റിക് പ്രോസസ്? അതായത് ഓക്കെ, ദാറ്റ് ഈസ് എന്താണ്? എയർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നില്ല? ഹീറ്റിനെ റിസീവ് ചെയ്യുന്നില്ല. അതേപോലെ ഹീറ്റിനെ എന്ത് ചെയ്യുന്നില്ല? റിജക്റ്റ് ചെയ്യുന്നുമില്ല. അപ്പോ ഇവിടെ എന്ത് സംഭവിക്കുന്നു? എയർ എന്ന് പറയുന്നത് എക്സ്പാൻഷൻ സംഭവിക്കുന്നു, എക്സ്പാൻഡ് ആകുന്നു. എങ്ങനെ? അഡയബാറ്റിക്കലി. അവിടെ ഹീറ്റ് എന്ന് പറയുന്നത് എയറിലോട്ട് പോകുന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ എയറിൽ നിന്ന് ഹീറ്റ് പുറത്തോട്ട് പോകുന്നുണ്ടോ? ഇല്ല. ഇവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഉണ്ടോ? ഇവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇല്ല. ദാറ്റ് മീൻസ് Q ഈക്വൽ ടു എന്തായിരിക്കും? 0. അപ്പോ ഹീറ്റ് ഇല്ല, Q ഈക്വൽ ടു 0 ആണ്. എന്നാലും അവിടെ എന്ത് സംഭവിക്കും? വർക്ക് ഡൺ നടക്കും. വർക്ക് ഡൺ നടക്കും. ഓക്കെ, ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇവിടെ നോക്ക്, ഹീറ്റ് എന്ന് പറയുന്ന ഉള്ളിലോട്ട് പോകുന്നില്ല, അതിൽ നിന്നും പുറത്തോട്ട് വരുന്നില്ല. എന്നാലും അവിടെ വർക്ക് ഡൺ നടക്കും. എങ്ങനെ? അറ്റ് ദ എക്സ്പെൻസ് ഓഫ് internal energy. At the expense of internal energy. That is U. At the expense of internal energy. എന്താണ് ഇന്റേണൽ എനർജി? ആ എയറിലെ മോളിക്യൂൾസിന്റെ എന്താ പറയാ എനർജിയാണ് എന്തെന്ന് പറയുന്നത്? ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി എന്തുണ്ട്? ആ മോളിക്യൂൾസിന്റെ എനർജി ഉണ്ട്. ദാറ്റ് ഇസ് കോൾഡ് ഇന്റേണൽ എനർജി. ആൻഡ് ഇന്റേണൽ എനർജി കാരണമാണ് അവിടെ എന്ത് നടക്കുന്നത്? വർക്ക് നടക്കുന്നത്. ക്ലിയർ ആണോ? എന്ത് നടക്കുന്നത്? വർക്ക് നടക്കുന്നത്. ക്ലിയർ ആണോ? റെഡി അല്ലടാ? മനസ്സിലായോ? അടുത്ത് സ്റ്റേജ് 3 എന്ന് പറയുമ്പോൾ നോക്കൂ, എന്താണ് സ്റ്റേജ് 3? സ്റ്റേജ് 3 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 3-4. അവിടെ എന്താ സംഭവിക്കുന്നത്? ഐസോതെർമൽ കംപ്രഷൻ സംഭവിക്കുന്നു. ഐസോതെർമൽ കംപ്രഷൻ അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് സ്റ്റേജ് 3? സ്റ്റേജ് 3 എന്ന് പറയുമ്പോൾ ഐസോതെർമൽ കംപ്രഷൻ. ഓക്കെ, സോ ഇപ്പൊ നിലവിൽ നമ്മുടെ എയറിന്റെ പ്രഷർ എന്ന് പറയുന്നത് P3 ആണ്. വോളിയം V3 ആണ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T3 ആണ്. വോളിയം എന്ന് പറയുന്നത് V3 ആണ്, ടെമ്പറേച്ചർ T3 ആണ്. ക്ലിയർ ആണോ? ഇവിടെ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ സ്റ്റേജ് 3 എന്ത് സംഭവിക്കുന്നു? വർക്ക് ഈസ് ഡൺ. സ്റ്റേജ് 3 എന്ത് സംഭവിക്കും? വർക്ക് ഡൺ നടക്കും. എങ്ങനെ? എയർ എന്ന് പറയുന്നത് എന്തിനെ യൂട്ടിലൈസ് ചെയ്യുന്നു? അതിന്റെ ഇന്റേണൽ എനർജിനെ യൂട്ടിലൈസ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണോ? എന്നിട്ട് ഈ പറഞ്ഞ സ്റ്റേജ് 3 നമ്മൾ ഒരാളെ ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അറിയാവോ? ഒരു എക്സ്റ്റേണൽ കോൾഡ് ബോഡിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഒരു കഥ പോലെ പഠിച്ചോണം, ഒരു വിഷ്വലൈസ് ചെയ്തെടുത്തോണം. നമ്മളൊരു എക്സ്റ്റേണൽ കോൾഡ് ബോഡിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യും.
ഒരു ഹീറ്റ് ബോഡിയുടെ അടുത്ത് ഒരു കോൾഡ് ബോഡി കൊണ്ടുവയ്ക്കുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും? അതായത് ഒരു ചൂടുള്ള ചായ കൊണ്ട് തണുത്ത വെള്ളത്തിൽ വയ്ക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ചായ തണുക്കും അല്ലേ? കാരണം എന്താ? അവിടെ ഹീറ്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്ത് നിന്നും ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്തോട്ട് പോയി. ദാറ്റ് മീൻസ് ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഹീറ്റ് റിജക്ഷൻ സംഭവിക്കുന്നു. ഹീറ്റ് എന്ന് പറയുന്നത് എന്ത് സംഭവിക്കുന്നു? റിജക്ഷൻ സംഭവിക്കുന്നു. ഹീറ്റ് റിജക്ഷൻ സംഭവിക്കുന്നു. ഓക്കെ, ഈ ഹീറ്റ് റിജക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഐസോതെർമലി ആണോ അഡയബാറ്റിക്കലി ആണോ? യെസ്, ഐസോതെർമലി. കാരണം എന്താണ്? ഇതെന്ന് പറയുന്നത് ഐസോതെർമൽ കംപ്രഷൻ ആണ്. സോ അവിടെ ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത് ഐസോതെർമലി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഡൺ. അടുത്തത് പറയുന്നത് സ്റ്റേജ് 4 ആണ്. അടുത്തത് പറയുന്നത് സ്റ്റേജ് 4 ആണ്. സ്റ്റേജ് 4 എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റേജ് 4 എന്ന് പറയുമ്പോൾ സ്റ്റേജ് ഓഫ് അഡയബാറ്റിക് കംപ്രഷൻ. എവിടെ? യെസ്, സ്റ്റേജ് 4 എന്താണ്? അഡയബാറ്റിക് കംപ്രഷൻ ആണ്. ഓക്കെ, അപ്പൊ അഡയബാറ്റിക് കംപ്രഷൻ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റേജ് 4 എന്ന് പറയുന്നത്. സ്റ്റേജ് 4 എന്ന് പറയുന്നത് അഡയബാറ്റിക് കംപ്രഷൻ ആണ്. അപ്പോ സ്റ്റേജ് 3യുടെ അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കോൾഡ് ബോഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഹീറ്റിനെ റിജക്ട് ചെയ്യിപ്പിക്കുന്നു. അടുത്ത സ്റ്റേജ് 4 ആവുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു അറിയാവോ? ആ കോൾഡ് ബോഡിയെ റിമൂവ് ചെയ്യുന്നു. ആ കോൾഡ് ബോഡി എടുത്ത് മാറ്റി കോൾഡ് ബോഡിയെ റിമൂവ് ചെയ്യുന്നു. കോൾഡ് ബോഡിയെ റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എയറിനെ കംപ്രസ് ചെയ്യുന്നു. എയറിനെ കംപ്രസ് ചെയ്യുന്നു. എങ്ങനെ? അഡയബാറ്റിക്കലി. അവിടെ എയർ കംപ്രഷൻ സംഭവിക്കും. എങ്ങനെ? അഡയബാറ്റിക്കലി. എങ്ങോ ഏതുവരെ സംഭവിക്കും? ടു ദ ഇനിഷ്യൽ സ്റ്റേറ്റ്. ഇനിഷ്യൽ സ്റ്റേറ്റ് എത്തുന്നവരെ സംഭവിക്കും. ഓക്കെ, അതായത് ഈ പറയുന്ന അഡയബാറ്റിക് കംപ്രഷൻ നടന്ന ശേഷം എന്ത് സംഭവിക്കുന്നു? പഴയതുപോലെ തന്നെ നമ്മുടെ ഇനിഷ്യൽ സ്റ്റേറ്റിലോട്ട് എത്തും. അതാണ് ഈ ഗ്രാഫ് കൊണ്ട് കാണിച്ചിരിക്കുന്നത്. യെസ്, 4 ഇങ്ങനെ വന്ന് ലാസ്റ്റ് 1ൽ തന്നെ വരും. മനസ്സിലാവുന്നുണ്ടോ? സോ എന്തൊക്കെയുണ്ട്? ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡയബാറ്റിക് isothermal expansion, isothermal compression. Adiabatic expansion, isothermal expansion, adiabatic expansion. അത് കഴിഞ്ഞ് isothermal compression, then adiabatic compression. Okay, ഞാൻ ആരോ മാർക്ക് വരച്ചിട്ട് ശ്രദ്ധിക്കുക. ഈ 1ൽ നിന്ന് 2, 2, 3, 3, 4, 4, 1. ഓക്കെ, അപ്പൊ isothermal expansion കഴിഞ്ഞാൽ എന്താണ്? യെസ്, adiabatic expansion. അത് കഴിഞ്ഞാൽ isothermal compression, then 4th one adiabatic compression. ക്ലിയർ ആണോ? റെഡി അല്ലേ? റെഡി അല്ലേ? അപ്പോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ലാസ്റ്റ് സ്റ്റേജിലും എയർ എന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്യുന്നു. അഡയബാറ്റിക്കലി കംപ്രസ് ചെയ്യുന്നു ടു ദ ഇനിഷ്യൽ സ്റ്റേറ്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇവിടെ വർക്ക് ഡൺ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവം? ഇവിടെ വർക്ക് ഡൺ ഉണ്ട്. ഇവിടെ എന്തുണ്ട്? വർക്ക് ഡൺ, അതായത് വർക്ക് ഔട്ട്പുട്ട് ഉണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ? റെഡി അല്ലേ? റെഡി? ഓക്കെ, അപ്പോ നമ്മുടെ 4 സ്റ്റേജസ് ഏതാണ്? അപ്പോ നമ്മുടെ കാർനോട്ട് സൈക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? കാർനോട്ട് സൈക്കിൾ പറയുന്നത് ഒരു സാധാരണ എയർ സൈക്കിൾ ആണ്, തെർമോഡൈനാമിക് എയർ സൈക്കിൾ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യം കാർനോട്ട് സൈക്കിളിനെ കുറിച്ച് പഠിക്കുക. രണ്ടാമത് അതിന്റെ ഗ്രാഫ് പഠിക്കുക. അതിന്റെ 4 സ്റ്റേജസ് എന്തൊക്കെയാണ് പഠിക്കുക. ഓക്കെ, ദെൻ എന്ത് ചെയ്യണം? ഓരോ സ്റ്റേജസ് എന്താണ് സംഭവിക്കുന്നത്? വർക്ക് നടക്കുന്നുണ്ടോ? എന്താണോ? എന്ത് കാരണമാണ് വർക്ക് നടക്കുന്നത്? ഓക്കെ, അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടുത്തെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എത്രയാണ്? ഓക്കെ, ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയാൽ മതി. അവിടെ ഹീറ്റ് അഡിഷൻ നടന്നത് എങ്ങനെയാണ്? അവിടെ ഹീറ്റ് റിജക്ഷൻ നടന്നത് എങ്ങനെയാണ്? അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഈ ഒരു പോയിന്റ് പോലെ തന്നിട്ടുണ്ട്. ഈ പോയിന്റ്സിനെ പോയിന്റ്സ് ആയിട്ട് എഴുതിയാൽ മാത്രം മതിയാകും. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എഫിഷ്യൻസി ഓഫ് എ കാർനോട്ട് സൈക്കിൾ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ്. എഫിഷ്യൻസി ഓഫ് എ കാർനോട്ട് സൈക്കിൾ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ എഫിഷ്യൻസി ഓഫ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. കുഞ്ഞു ഡെറിവേഷൻ ആണ്. ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്ന ടൈപ്പ് ഓഫ് ഡെറിവേഷൻ ആണ്. അപ്പൊ നമുക്ക് നോക്കിയാലോ? സിമ്പിൾ ആണ്. എഫിഷ്യൻസി ഓഫ് കാർനോട്ട് സൈക്കിൾ. സി മക്കളെ നോക്കി, കാർനോട്ട് സൈക്കിളിൽ ഏതൊക്കെ സ്റ്റേജിലാണ് ഹീറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത്, ഏതൊക്കെ സ്റ്റേജിലാണ് ഹീറ്റ് റിജക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു അല്ലെ? ഹീറ്റ് ആഡ് ചെയ്യുന്നത് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് 1, 2 സ്റ്റേജിലാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്? ഹീറ്റ് ആഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അതേപോലെ ഹീറ്റ് റിജക്ട് ചെയ്യുന്നതോ 3, 4 ആ സ്റ്റേജിലാണ് ഹീറ്റ് റിജക്ട് ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് ആ ഗ്രാഫിക്കലി കാണിച്ചു തരാം. ഇതല്ല. ഓക്കെ, ഇവിടെ നോക്കിക്കേ, 1, 2 എന്ന് പറയുന്ന സ്റ്റേജിലാണ് അവിടെ ഐസോതെർമൽ എക്സ്പാൻഷൻ നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുന്നത്. അതേപോലെ ഹീറ്റ് റിജക്ട് എന്ന് പറയുന്നത് 3, 4. ഐസോതെർമൽ കംപ്രഷനിലാണ് എന്ത് സംഭവിക്കുന്നത്? ഹീറ്റിനെ റിജക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ?
ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഈ രണ്ട് ലൈനും നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം ഈ ഫോർ ദിസ് ഡെറിവേഷൻ. ഓക്കെ ഓക്കെ. സോ നമ്മുടെ ഹീറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ് ആഡ് ചെയ്യുന്നത്? ഹീറ്റ് എന്ന് പറയുന്നത് ആഡഡ് ഡ്യൂറിങ് 1-2. ഓക്കെ, ഹീറ്റ് ആഡഡ് ഡ്യൂറിങ് 1-2. അപ്പോൾ ഹീറ്റ് ആഡഡ് അല്ലെങ്കിൽ ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്നത് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. That is mRT1 ln V2/V1. ln V2/V1. ക്ലിയർ ആണോ? ശ്രദ്ധിക്കുക, ഹീറ്റ് ആഡഡിന്റെ ഇക്വേഷൻ ആണ് mRT1 ln V2/V1. ക്ലിയർ ആണോ? അതേപോലെ എപ്പോഴാണ് ഹീറ്റ് റിജക്ട് ചെയ്യുന്നത്? ഹീറ്റ് എന്ന് പറയുന്നത് റിജക്റ്റഡ് ഡ്യൂറിങ് 3-4 അല്ലടാ, ഹീറ്റ് റിജക്റ്റഡ് ഡ്യൂറിങ് 3-4. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടുത്തെ ഹീറ്റ് റിജക്റ്റഡ് കണ്ടുപിടിക്കാനും ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് mRT3 ln V3/V4. ln V3/V4. ക്ലിയർ ആണോ? ഈ രണ്ട് ഇക്വേഷൻ ആദ്യം പഠിച്ചോ. ശ്രദ്ധിക്കുക, ഹീറ്റ് ആഡഡ് ഇക്വേഷൻ പഠിക്കുക, ഹീറ്റ് റിജക്റ്റഡ് ഇക്വേഷൻ പഠിക്കുക. റെഡി അല്ലേ? അടുത്ത് നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്ന ഇക്വേഷൻ എന്താണ്? നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഈറ്റ ഈസ് ഈക്വൽ ടു ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് divided by heat supplied. Okay, so this is the equation for the efficiency. Clear ആണോ? അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് വേറെ ഒന്നുമില്ലടാ, ഈ പറയുന്ന ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? ഹീറ്റ് ആഡഡ് തന്നെയാണ് ഹീറ്റ് സപ്ലൈഡ്. എന്താ? ഈ ഒരു ഇക്വേഷൻ. ഹീറ്റ് റിജക്റ്റഡ് ദിസ് ഇക്വേഷൻ. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഹീറ്റ് ആഡഡ് അല്ലെങ്കിൽ ഹീറ്റ് സപ്ലൈഡ് എന്താണ്? ദിസ് ഇക്വേഷൻ mRT1 ln V2/V1 അല്ലേ? യെസ്, ln V2/V1 മൈനസ് ഹീറ്റ് റിജക്റ്റഡ് എന്താടാ? യെസ്, mRT3 ln V3/V4. ശരിയല്ലടാ? ഓക്കെ അല്ലേ? ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുമ്പോൾ ഇവൻ തന്നെയാണ് ഹീറ്റ് സപ്ലൈഡ് mRT1 ln V2/V1. ശരിയല്ലേ? ഓക്കെ ആണോ? ഇവിടെ ഈ V3/V4 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ തന്നെയാണ്? V2/V1 തന്നെയാണ്. V3/V4 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു V2/V1 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ V3/V4 സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? V3/V4 സ്ഥാനത്ത് എന്ത് കൊടുക്കാം? V2/V1 കൊടുക്കാം. കാരണം ഈ V3/4 ഉം V2/V1 ഈക്വൽ അല്ലേ? സോ V3/V4 അവിടെ എന്ത് കൊടുക്കാം? യെസ്, V2/V1 കൊടുക്കാം. വേണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഈ V3/V4 അവിടെ എന്ത് കൊടുക്കുക? യെസ്, V2/V1 കൊടുക്കുക. എന്നിട്ട് ഇക്വേഷൻ മാറ്റി എഴുതുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാണേ. ഇക്വേഷൻ മാറ്റി എഴുതുക. ഈറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? mRT1 അല്ലെങ്കിൽ വേണ്ട, എന്തിനാ ഇക്വേഷൻ മാറ്റി എഴുതുന്നത്? വെറുതെ ഒരു സ്റ്റെപ്പ് നമ്മൾ കുറയ്ക്കാം. ഒരു സ്റ്റെപ്പ് നമുക്ക് കുറച്ചളയാം, അല്ലെങ്കിൽ എഴുതാം അല്ലേ? വേണ്ട, നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാകും, അതുകൊണ്ട് വേണ്ട. ഇങ്ങനെ എഴുതിക്കോ. ഈറ്റ ഈസ് ഈക്വൽ ടു എഴുതിക്കോ mRT1. അതേപോലെ എഴുതിക്കോ കേട്ടോ. ഈ ഇക്വേഷൻ സെയിം ആയിട്ട് എഴുതിക്കോ. ഈ V3/V4 സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? V2/V1 കൊടുത്താൽ മതി. എഴുതിക്കോ mRT1 ln V2/V1 മൈനസ് mRT3. ഇനി ശ്രദ്ധിക്കുക, ലോൺ ഇവിടെ എന്താ? V3/V4 പകരം V2/V1 കൊടുക്കുക. അപ്പൊ ലോൺ V2/V1 ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കാം? യെസ്, mRT1 ln V2/V1. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി ശ്രദ്ധിക്കുക, ഈറ്റ ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കിക്കേ, ഇവിടെ എല്ലാ ടേംസും സെയിം ആണ്. ഒരു രണ്ട് ടേംസ് മാത്രം ഡിഫറെന്റ്. ഏതാ? T1 ഉം
T1 T1 T3 അല്ലേ ബാക്കി എല്ലാ ടേമും സെയിം അല്ലേടാ കണ്ടോ അല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇവന്മാരെ കോമൺ ആയിട്ട് എടുക്കാം ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ MR ln V2 by V1 കോമൺ ആയിട്ട് എടുക്കുവാണെങ്കിൽ T1 minus T3 divided by MR ഇത് അതേപോലെ എഴുതിയാൽ മതി T1 ln V2 by V1 V2 by V1 മനസ്സിലായോടാ ഇനി ഇവിടെ എന്താ സംഭവിക്കുക നോക്ക് സ്ട്രേറ്റ് ക്യാൻസൽ ആയി പോകും എങ്ങനെ ഇതും സെയിം അല്ലേ അങ്ങനെയാണെങ്കിൽ ബാക്കി ആരൊക്കെയുള്ള എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഇവിടെ തന്നെ എഴുതാം ദാറ്റ് ഈസ് ഈക്വൽ ടു ബാക്കി ആരൊക്കെ ഉണ്ട് T1 minus T3 by T1 T1 minus T3 by T1 മനസ്സിലായോ നീതു ഹായ് ഓക്കെ മനസ്സിലായോ T1 minus T3 by T1 എന്ന് കിട്ടും ഓക്കെ അപ്പൊ ഈ T1 എന്ന് പറയുന്നത് ഇതിനും ബാധകമല്ലേ അങ്ങനെയാണെങ്കിൽ എന്താ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു T1 by T1 മൈനസ് T3 by T1 എന്ന് വരും അപ്പോ ഇതെന്ന് പറയുന്നത് എങ്ങനെയായി മാറും ദിസ് വൺ വിൽ ബി T1 by T1 എന്ന് പറയുന്നത് എന്താടാ T1 by T1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് T3 by T1 എന്നാകും so this is the efficiency this is the equation for the efficiency of Carnot engine simple അല്ലേ efficiency of Carnot engine simple അല്ലേ വലുതായിട്ട് ഒന്നുമില്ല ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ മാത്രം പഠിക്കുക ഈ രണ്ട് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി നോക്ക് ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ഇവന് പകരം ഇവനെ ഇട്ട് കൊടുക്കുക അതിൽ നിന്ന് കോമൺ എടുക്കുക ക്യാൻസൽ ചെയ്യുക ആൻസർ കിട്ടി സിമ്പിൾ ഓക്കെ അപ്പോ എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ നിങ്ങൾ പഠിച്ചില്ലേ എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ മനസ്സിലായോ എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എഞ്ചിൻ റെഡി അല്ലേ ഓക്കെ സോ ഇനി ഇതിലൊരു കാര്യം കൂടെ പറഞ്ഞുതരാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ T3 എന്ന് പറയുന്നത് ഇവിടെ തന്നെ പറഞ്ഞു പോയല്ലേ ഇവിടെ T3 എന്ന് പറയുന്നത് എന്താണ് ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ബോഡിയാണ് ആൻഡ് വാട്ട് ഈസ് T1 എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ബോഡിയാണ് റെഡി അല്ലേ സോ ഈ ഒരു കാര്യം മനസ്സിലായോ സെറ്റ് അടുത്തത് പറയുന്നത് നമ്മൾ പോകാൻ പോകുന്നത് ഓക്കെ ഇതിൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം നമുക്ക് വേണമെങ്കിൽ ഈ ഈക്വേഷൻ ഇങ്ങനെ എഴുതാം കേട്ടോ അതായത് ഈറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് T2 by T1 എന്നും എഴുതാം ഓക്കെ T2 by T1 എന്നും എഴുതാം T2 എന്ന് പറയുന്നത് എന്താണ് T2 എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് കോൾഡ് ബോഡിയാണ് T1 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് ടെമ്പറേച്ചർ ഓഫ് ഹോട്ട് ബോഡി തന്നെയാണ് ക്ലിയർ ആണോ ജനറലി നമ്മൾ സാധാരണ എഴുതുന്ന സമയത്ത് ഇങ്ങനത്തെ രീതിയിൽ ഇക്വേഷൻ എടുക്കാറുണ്ട് ഓക്കെ സെയിം ഇക്വേഷൻ തന്നെയാണ് അതായത് T3ക്ക് പകരം T2 കൊടുത്തു എന്നേ ഉള്ളൂ സാധാരണഗതിയിലുള്ളത് ഓക്കെ റെഡി അല്ലേ ഓക്കെ പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് കാർനോട്ട് സൈക്കിളിലാണ് ഏറ്റവും എഫിഷ്യൻസി കൂടുതൽ കേട്ടോ കാർനോട്ട് സൈക്കിൾ ഗിവ്സ് മാക്സിമം എഫിഷ്യൻസി ആ ഒരു പോയിന്റ് കൂടി നിങ്ങൾ പഠിച്ചോളൂ കാർനോട്ട് സൈക്കിൾ ഗിവ്സ് മാക്സിമം എഫിഷ്യൻസി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഓട്ടോ സൈക്കിൾ ആണ് ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതും ഒരു എയർ സൈക്കിൾ ആണ് അതെന്ന് പറയുന്നത് ഒരു എയർ സൈക്കിൾ ആണ് അപ്പോ എയർ സൈക്കിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാർനോട്ട് സൈക്കിൾ ഒരു എയർ സൈക്കിൾ ആണ് അപ്പൊ അതിന്റെ വർക്കിംഗ് ഫ്ലൂയിഡ് എന്തായിരുന്നു എയർ ആയിരുന്നു അങ്ങനെയാണെങ്കിൽ ഓട്ടോ സൈക്കിളും ഒരു എയർ സൈക്കിൾ ആണ് അങ്ങനെയാണെങ്കിൽ അതിന്റെ വർക്കിംഗ് ഫ്ലൂയിഡ് എന്തായിരിക്കും എയർ ആയിരിക്കും വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും എയർ ആയിരിക്കും ക്ലിയർ ആണോ ഈ ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത് ഈ സൈക്കിളിന് ഒരു ഇമ്പോർട്ടൻസി ഉണ്ട് എന്താണ് ആ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ട് എന്താണെന്ന് അറിയാമോ ഓൾറെഡി കഴിഞ്ഞ ലൈവ് കണ്ട കുട്ടികൾക്ക് മനസ്സിലാകും നമ്മൾ പെട്രോൾ എഞ്ചിൻ പഠിച്ച സമയത്ത് അതിൽ പെട്രോൾ എഞ്ചിനിൽ ഏത് സൈക്കിളിന്റെ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ പഠിച്ചത് യെസ് ഓട്ടോ സൈക്കിളിന്റെ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ പഠിച്ചു അല്ലെ ക്ലിയർ ആണോ ഓക്കെ അത് ഏത് എഞ്ചിൻസാ SI എഞ്ചിൻസ് ദാറ്റ് ഈസ് സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻസ് അല്ലെ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻസ് ക്ലിയർ ഓർമ്മയുണ്ടോ ഓക്കെ ആണോ റെഡി
ഓക്കെ ആണ്. ഏതാ പറഞ്ഞോ? ഓട്ടോ സൈക്കിൾ ആണോ? ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത് കേട്ടോളൂ. ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു സാധാരണ എയർ സൈക്കിൾ ആണ്. ഈ എയർ സൈക്കിളിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? വർക്കിംഗ് ഫ്ലൂയിഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എയർ തന്നെയാണ്. എയർ തന്നെയാണ് നമ്മുടെ വർക്കിംഗ് ഫ്ലൂയിഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ, സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ, SI എഞ്ചിൻസ് അല്ലെ, പെട്രോൾ എഞ്ചിൻസ് പഠിച്ചു ഓർക്കുന്നുണ്ടോ? ഈ പെട്രോൾ എഞ്ചിൻസിന്റെ തിയറിറ്റിക്കൽ സൈക്കിൾ എന്ന് പറയുന്നത് ഓട്ടോ സൈക്കിൾ ആണ്. ഓട്ടോ സൈക്കിളിന്റെ ആപ്ലിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഓക്കെ ആണോ? റെഡിയാണോ? M10 ഫാൻ അത് ഇത്രയും പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത് 4 റിവേഴ്സിബിൾ പ്രോസസ് ആണുള്ളത്. ഓട്ടോ സൈക്കിൾ എന്ന് പറയുമ്പോൾ 4 റിവേഴ്സിബിൾ പ്രോസസ് ആണുള്ളത്. ഈ ഓട്ടോ സൈക്കിളിലും കാർനോട്ട് സൈക്കിൾ പോലെ തന്നെ എന്ത് സംഭവിക്കും? ഹീറ്റ് അഡീഷനും അതേപോലെ തന്നെ ഹീറ്റ് റിജക്ഷനും ഉണ്ടാവും. ഹീറ്റ് അഡീഷനും ഹീറ്റ് റിജക്ഷനും ഉണ്ടാവും. ഈ ഹീറ്റ് അഡീഷനും ഹീറ്റ് റിജക്ഷനും എന്ന് പറയുന്നത് നടക്കുന്നത് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ക്ലിയർ ആണോടാ? അല്ലെങ്കിൽ പറയണേ കേട്ടോ, കോൺസ്റ്റന്റ് വോളിയം ആണ് നടക്കുന്നത്. ക്ലിയർ ആണോ? ആൻഡ് അതുകൂടാതെ ബാക്കി 2 പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? ബാക്കി 2 പ്രോസസ് എന്ന് പറയുന്നത് എക്സ്പാൻഷനും കംപ്രഷനും. എക്സ്പാൻഷൻ എന്താണ്? കംപ്രഷനും. ഓക്കെ, അപ്പൊ 4 പ്രോസസ് ആണ്. ഏതൊക്കെയാ? ഒന്നെന്ന് പറയുന്നത് ഹീറ്റ് അഡീഷൻ, ഹീറ്റ് റിജക്ഷൻ. ഓക്കെ, അങ്ങനെ 2 പ്രോസസ് ഏതൊക്കെയാ? ഹീറ്റ് അഡീഷനും ഹീറ്റ് റിജക്ഷനും. അത് കോൺസ്റ്റന്റ് വോളിയത്തിലാണ്. ഓക്കെ, എക്സ്പാൻഷനും കംപ്രഷനും. ഈ എക്സ്പാൻഷനും കംപ്രഷൻ നടക്കുന്നത് അഡേബാറ്റിക്കലി ആണ്. എങ്ങനെയാണ്? അഡേബാറ്റിക്കലി ആണ്. ഓക്കെ, അഡേബാറ്റിക്കലി. ക്ലിയർ ആണോ? ഓട്ടോ സൈക്കിൾ ക്ലിയർ ആണോ? റെഡി? സോ ദിസ് ഈസ് ദ ഗ്രാഫ്. ക്ലിയർ? അപ്പോ ഇവിടെ നമ്മുടെ കാർനോട്ട് സൈക്കിൾ പഠിച്ചതുപോലെ തന്നെ ഇവിടെയുള്ള 4 പ്രോസസ് ആണ് 1, 2, 3, 4. ഗ്രാഫിൽ ചെറിയൊരു വ്യത്യാസമാണ് ഉള്ളത്, നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, 1, 2, 3, 4, then 4 നിന്നും 1 വരും. ക്ലിയർ ആണോ? ദിസ് ഈസ് അഡേബാറ്റിക് എക്സ്പാൻഷൻ. അതായത് 3, 4 എന്ന് പറയുന്നത് അഡേബാറ്റിക് എക്സ്പാൻഷൻ ആണ്. അതേപോലെ 2, 1 അല്ലെങ്കിൽ 1, 2 എന്ന് പറയുന്നത് എന്താണ്? അഡേബാറ്റിക് കംപ്രഷൻ ആണ്. അഡേബാറ്റിക് കംപ്രഷൻ. സെയിം നമ്മുടെ ഓട്ടോ സൈക്കിൾ പോലെ തന്നെ, നമ്മുടെ ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത് കാർനോട്ട് സൈക്കിൾ പോലെ തന്നെ ഓട്ടോ സൈക്കിളിൽ നമ്മൾ സാധാരണ ഒരു സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഈ ഫിഗർ നിങ്ങൾക്ക് വരച്ച് കാണിച്ചതുപോലെ തന്നെ ഇതേപോലെ തന്നെയാണ് സാധാരണ ഒരു സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ്. ഈ സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റിൽ ഓക്കെ, ഈ സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റിൽ ഓട്ടോ സൈക്കിളിൽ 4 പ്രോസസ് നടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ഈ 4 പ്രോസസ്സും 4 സ്റ്റേജിലാണ് നടക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ സ്റ്റേജ് ആയിട്ട് നമുക്ക് പഠിക്കാം. സ്റ്റേജ് 1 എന്ന് പറയുന്നത് എയറിനെ എന്ത് ചെയ്യുന്നു? എയറിനെ കംപ്രസ് ചെയ്യുന്നു. ഞാൻ ആദ്യം പറഞ്ഞു ഇവിടെ എയറിനെ കംപ്രസ് ചെയ്യുന്നതും എക്സ്പാൻഷൻ സംഭവിക്കുന്നതും, കംപ്രഷൻ എക്സ്പാൻഷൻ നടക്കുന്നത് അഡേബാറ്റിക്കലി ആണ്. അപ്പോൾ ഇവിടെ എയർ എന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്യുന്നു. എങ്ങനെ? അഡേബാറ്റിക്കലി. ക്ലിയർ ആണോ? അഡേബാറ്റിക്കലി എന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്യുന്നു. ഓക്കെ, അഡേബാറ്റിക്കലി കംപ്രസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇതിനകത്തുള്ള വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എയർ അല്ലേ. സോ വർക്ക് ഈസ് ഡൺ ഓൺ എയർ. ക്ലിയർ ആണോ? നമ്മുടെ സ്റ്റേജ് 1-ൽ എയറിനെ എന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്യുന്നു അഡേബാറ്റിക്കലി. അപ്പോൾ വർക്ക് എവിടെ നടക്കുന്നു? വർക്ക് എന്ന് പറയുന്നത് എയറിലേക്ക് നടക്കുന്നു. വർക്ക് ഈസ് ഡൺ ഓൺ എയർ. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റേജ് 2. അതായത് ഈ ഒരു കർവാണ് സ്റ്റേജ് 2-ൻ്റെത്. 1, 2 കഴിഞ്ഞു, അടുത്ത 2, 3. ഇതെന്ന് പറയുന്നതാണ് സ്റ്റേജ് 2-ന്റെ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഹീറ്റ് അഡീഷൻ സംഭവിക്കുന്നു. ഹീറ്റ് എന്ന് പറയുന്നത് ആഡ് ചെയ്യുന്നു. ഓക്കെ, എങ്ങോട്ടാ ഹീറ്റ് ആഡ് ചെയ്യുന്നത്? ഓൾറെഡി സ്റ്റേജ് 1-ൽ നമ്മൾ എയറിനെ കംപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കംപ്രസ് ചെയ്ത എയറിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? ഹീറ്റിനെ ആഡ് ചെയ്യുന്നത്. അപ്പോ ഹീറ്റ് ഈസ് ആഡഡ് ടു ദിസ് കംപ്രസ്ഡ് എയർ. ക്ലിയർ ആണോ? ടു ദിസ് കംപ്രസ്ഡ് എയർ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹീറ്റ് അഡീഷനും ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അപ്പോൾ ഹീറ്റ് കംപ്രസ്ഡ് ആസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ക്ലിയർ ആണോ? കോൺസ്റ്റന്റ് വോളിയം. ക്ലിയർ? അടുത്തെന്ന് പറയുന്നത് സ്റ്റേജ് 3 ആണ്. നെക്സ്റ്റ് വൺ സ്റ്റേജ് 3. ഇവിടെ എന്ന് പറയുന്നത് നോക്ക്,
കണ്ടോ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനിലാണ് പോകുന്നത്, സ്ട്രെയിറ്റ് ലൈനിൽ. ഓക്കെ, അതായത് കോൺസ്റ്റന്റ് വോളിയത്തിൽ ആയതുകൊണ്ടാണ് സ്ട്രെയിറ്റ് ലൈൻ. കണ്ടോ വോളിയം, ഇത് താഴെ എക്സില് വോളിയവും വൈയില് പ്രഷർ അല്ലേ, കണ്ടോ വോളിയം കോൺസ്റ്റന്റ് വോളിയത്തിലാണ്. കണ്ടോ കോൺസ്റ്റന്റ് വോളിയത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഹീറ്റ് ആഡ് ചെയ്യുന്നത്. കോൺസ്റ്റന്റ് വോളിയത്തിലാണ് ഹീറ്റ് ആഡ് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ. അടുത്ത സ്റ്റേജ് 3 എന്ന് പറയുന്ന സമയത്ത് എന്താണ്? യെസ്, അഡൈബാറ്റിക് എക്സ്പാൻഷൻ ആണ്. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ പോകുന്നുണ്ടോ, 3 4. ഇതാണ് സ്റ്റേജ് 3. ഓക്കെ, അപ്പൊ സ്റ്റേജ് 3യുടെ സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു? ഓൾറെഡി എന്ത് ചെയ്യുന്നു, സ്റ്റേജ് 2ൽ നമ്മൾ ഹീറ്റ് എന്ന് പറയുന്നത് ആഡ് ചെയ്യുന്നു അല്ലെ, ഹീറ്റ് എന്ന് പറയുന്നത് ആഡ് ചെയ്യുന്നു. അപ്പൊ സ്റ്റേജ് 3ൽ എന്ത് ചെയ്യുന്നു, ആ പറയുന്ന ഹീറ്റിനെ റിമൂവ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഹോട്ട് ബോഡി ഈസ് റിമൂവ്ഡ്. ഈ ഹോട്ട് ബോഡി റിമൂവ് ചെയ്ത ശേഷം എയർ എന്ത് ചെയ്യുന്നു, എയർ എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യുന്നു. ഓട്ടോ സൈക്കിളിലെ നമുക്ക് ഓട്ടോ സൈക്കിളിലെ ആദ്യം നമ്മൾ പഠിച്ചു എന്തൊക്കെ, എക്സ്പാൻഷനും കംപ്രഷനും എന്താണ്, അഡൈബാറ്റിക്കലി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, ഇവിടെ എന്ത് ചെയ്യുന്നു, എയർ എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പൊ ഈ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, അഡൈബാറ്റിക് ആയിരിക്കും. അപ്പം ബ്രാക്കറ്റില് അഡൈബാറ്റിക്കലി എഴുതുക, അഡൈബാറ്റിക്കലി. ക്ലിയർ ആണോ? അടുത്തത് പറയുന്നത് സ്റ്റേജ് 4 ആണ്. സ്റ്റേജ് 4 എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഹീറ്റിനെ റിജക്ട് ചെയ്യുന്നു അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഓക്കെ, സോ ഇത് തന്നെയല്ലേ നമ്മുടെ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനിലും നടക്കുന്നത്. സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനിൽ നമ്മൾ പഠിച്ചില്ലേ, നോക്ക് അവിടെ എന്താണ്, സ്റ്റേജ് 1 ലൈക്ക് ദിസ്, എയറിന് എന്ത് ചെയ്യുന്നു, കംപ്രസ് ചെയ്യുന്നു. നമ്മുടെ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനിൽ എങ്ങനെയായിരുന്നു, എയറിന് എന്ത് ചെയ്യുന്നു, സിലിണ്ടറിന്റെ അകത്തുള്ള എയറിനെ പിസ്റ്റൺ കംപ്രസ് ചെയ്യുന്നു. ഓക്കെ, എയർ കംപ്രസ് അഡൈബാറ്റിക്കലി. സോ എയറിലോട്ട് എന്ത് കൊടുത്തു, ഒരു വർക്ക് കൊടുത്തു അല്ലെ. അടുത്ത സ്റ്റേജ് 2 എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേജ് 2 ഹീറ്റ് ആഡഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. സ്റ്റേജ് 2ൽ നമ്മുടെ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനിൽ എന്താ സംഭവിക്കുക, കംപ്രസ് ചെയ്ത എയറിൽ എന്തടിക്കും, സ്പാർക്ക് അടിക്കും. ഈ സ്പാർക്ക് അടിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, കമ്പഷൻ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഇത് പറയുന്നത്, ഹീറ്റ് ആഡഡ് ടു ദ കംപ്രസ്ഡ് എയർ. ലൈക്ക് ഓക്കെ, ഓട്ടോ സൈക്കിളിൽ ഹീറ്റ് ആഡ് ചെയ്യുന്നു, ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മൾ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനിലും യൂസ് ചെയ്യുന്നത്. ദെൻ എന്ത് ചെയ്യുന്നു, സ്റ്റേജ് 3 ഹോട്ട് ബോഡീസ് റിമൂവ്ഡ് ആൻഡ് എയർ എക്സ്പാൻസ്. അവിടെ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനിൽ അങ്ങനെയല്ലേ, ഇപ്പൊ സ്പാർക്ക് പ്ലഗ് അടിച്ച് കമ്പഷൻ നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, അവിടെ എയർ എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യുന്നു, അഡൈബാറ്റിക്കലി എക്സ്പാൻഷൻ സംഭവിക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീറ്റ് റിജക്റ്റഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ദാറ്റ് മീൻസ് അവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനിൽ എക്സോസ്റ്റിനെ എന്ത് ചെയ്യുന്നു, പുറത്തോട്ട് വിടുന്നു. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ മനസ്സിലായി. ഇപ്പൊ നമ്മൾ 2 കാര്യങ്ങൾ കോറിലേറ്റ് ചെയ്താ പഠിച്ചത് അല്ലെ. അപ്പൊ നമ്മുടെ ഓട്ടോ സൈക്കിളിനെയും അതേപോലെ തന്നെ നമ്മുടെ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനെയും നമ്മൾ കോറിലേറ്റ് ചെയ്താണ് ഇപ്പൊ പഠിച്ചത്. ക്ലിയർ? രണ്ടും ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ്. റെഡി അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ കാർനോട്ട് സൈക്കിളിൽ പഠിച്ചു. നമ്മുടെ കാർനോട്ട് സൈക്കിളിലെ ഗ്രാഫും അതിന്റെ കണ്ടന്റും അതേപോലെ തന്നെ സ്റ്റേജസ്, ഓരോ സ്റ്റേജസ് എന്തൊക്കെ സംഭവിക്കുന്നു, അതേപോലെ തന്നെ അതിന്റെ PV ഡയഗ്രാം ആൻഡ് ഇതെല്ലാം നമ്മൾ പഠിച്ചു. എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു വളരെ സിമ്പിൾ ആയിട്ട്. നിങ്ങൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതൊന്നുമില്ല, മനസ്സിലാക്കി പഠിച്ചു. അത് കാണാതെ പഠിച്ചു പോകരുത്. ടിയ 4 ഗാമയാണ് 6 അതൊക്കെ മാറിപ്പോവും. കാണാതെ പഠിച്ചു പോകരുത്, മനസ്സിലാക്കി പഠിച്ചു പോവുക. അടിപൊളിയായിട്ട് എഴുതുക. ഓക്കെ, റെഡി അല്ലേ? റെഡിയാണോ? അപ്പൊ എഫിഷ്യൻസി ഓഫ് ഓട്ടോ സൈക്കിളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, എഫിഷ്യൻസി ഓഫ് ഓട്ടോ സൈക്കിളില് നമ്മുടെ കാർനോട്ട് സൈക്കിൾ എവിടെ നിന്ന് തുടങ്ങിയത്? ഹീറ്റ് ആഡഡ് ഇക്വേഷൻ, ഹീറ്റ് റിജക്റ്റഡ് ഇക്വേഷൻ. അതേപോലെ തന്നെയാണ് ഓട്ടോ സൈക്കിളിന്റെ എഫിഷ്യൻസിയിലും ഹീറ്റ് ആഡഡ് എവിടെ, അല്ലെങ്കിൽ ഹീറ്റ് സപ്ലൈഡ് എവിടെ, ഹീറ്റ് റിജക്റ്റഡ് എവിടെ, ആ ഒരു ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, ശരിയടാ. അങ്ങനെയാണെങ്കിൽ ഹീറ്റ് സപ്ലൈഡ് എന്താണ്? ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോ സൈക്കിളിൽ എവിടെയാണ് കൊടുക്കുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു. കണ്ടോ, ഹീറ്റ് അഡീഷൻ എവിടെ നടക്കുന്നത്? സ്റ്റേജ് 2. ദാറ്റ് മീൻസ് ഇവിടെയാണ് എന്ത് സംഭവിക്കുന്നത്? ഹീറ്റ് അഡീഷൻ നടക്കുന്നത്. കണ്ടോ? അല്ല, ഇതല്ല, ഇവിടെ. ഓക്കെ അല്ലേ? അപ്പൊ ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഹീറ്റ് സപ്ലൈഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു mCV T3 minus T2. ഹീറ്റ് സപ്ലൈഡ് നമുക്ക് എങ്ങനെ എഴുതാം? mCV T3 minus T2. ക്ലിയർ? അടുത്തത് പറയുന്നത് ഹീറ്റ് റിജക്റ്റഡ്. ഇതും കൂടെ എഴുതിക്കോ, 2 3. അടുത്തത് പറയുന്നത് ഹീറ്റ് റിജക്റ്റഡ് ആണേ. അടുത്തെന്ന് പറയുന്നത് ഹീറ്റിനെ റിജക്ട് ചെയ്യുന്നു. ഏത് സ്റ്റേജിലാ? 4-1 സ്റ്റേജിലാണ് എന്ത് ചെയ്യുന്നത്? ഹീറ്റിനെ റിജക്ട് ചെയ്യുന്നത്, ലാസ്റ്റ് സ്റ്റേജ്. അങ്ങനെയല്ലേ, ഹീറ്റിനെ റിജക്ട് ചെയ്തിട്ട് ഒറിജിനൽ സ്റ്റേറ്റിലോട്ട് എത്തും അല്ലെ? നമ്മുടെ IC എഞ്ചിനും അങ്ങനെയല്ലേ? സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനും SI എഞ്ചിനും അങ്ങനെയല്ലേ? ഓക്കെ,
ശരി. അപ്പൊ ഹീറ്റ് റിജക്റ്റഡ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു MCV T4 minus T1. T4 minus T1. Okay. MCV T3 minus T2. Heat rejected. MCV T4 minus T1. Clear ആണോ? സോ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നോർമൽ ആയിട്ട് ഒരേ ഇക്വേഷൻ തന്നെയാണ്. കേസ് അനുസരിച്ച് മാറുന്നേ ഉള്ളൂ. എന്താ പറയുന്നത് നമ്മുടെ ഇക്വേഷൻ? എന്താ പറയുന്നത്? ദാറ്റ് ഈസ് efficiency is equal to, സാധാരണ efficiency അല്ലെങ്കിൽ എയർ സ്റ്റാൻഡേർഡ് efficiency eta is equal to എന്താണ്? heat supplied minus heat rejected divided by heat supplied. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? eta is equal to 1 minus heat rejected divided by heat supplied എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം അല്ലേ? കാരണം heat supplied അല്ലേ? ഡിവൈഡ് ആകുമ്പോൾ 1 ആയി പോകും. ഇനി എന്ത് ചെയ്യാ? ഈ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കുക. ആരെ? ഇവന്മാരെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താ? ഇവിടെ ഹീറ്റ് റിജക്റ്റഡ് ആരാ? ഇവനാ. അപ്പൊ എന്താ? eta is equal to 1 minus MCV T4 minus T1. T4 minus T1 divided by heat supplied എന്താണ്? MCV T3 minus T2. T3 minus T2. ഓക്കെ ആണോ? ഇവിടെ എന്ത് ചെയ്യാം? MCV എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. ക്ലിയർ ആണോ? റെഡി? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ eta is equal to 1 minus T4 minus T1 divided by T3 minus T2 is the equation for the efficiency of Carnot cycle. Simple അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ, ഫൈനൽ ചെയ്യല്ല. സോറി. T4 ഓക്കെ, ഡൺ. ഇത്ര എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. സോ ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ ഇക്വേഷൻ 1 ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ക്ലിയർ? റെഡിയാണോ? ഓക്കെ, റെഡി. ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ 1 ആയിട്ട് എടുക്കുന്നു. ഇനി ഇവിടെ ശ്രദ്ധിച്ചോ. നമ്മുടെ 1-2 സ്റ്റേജിൽ എന്താണ് സംഭവിക്കുന്നത്? 1-2 സ്റ്റേജിൽ ഒരു അഡൈബാറ്റിക് പ്രോസസ് ആണ് സംഭവിക്കുന്നത്. ഫിഗർ കാണുമ്പോൾ മനസ്സിലാക്കും. 1-2 സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത്? ഒരു അഡൈബാറ്റിക് പ്രോസസ് ആണ് സംഭവിക്കുന്നത് അല്ലേ? അപ്പോ എന്താണ്? ഒരു അഡൈബാറ്റിക് പ്രോസസ്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. T2 by T1 is equal to V1 by V2 that raised to gamma minus 1. ഇവിടെ V1 by V2 എന്ന് പറയുന്നത് that is equal to R ആണ്. ഇതെന്ന് പറയുന്നത് കംപ്രഷൻ റേഷ്യോ ആണ്. എന്താണ്? കംപ്രഷൻ റേഷ്യോ ആണ്. ക്ലിയർ ആണോ? റെഡി? അപ്പോ ഈ T2 by T1 is equal to V1 by V2 ന് പകരം എന്ത് കൊടുക്കാം? R കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ T2 by T1 എന്ന് പറയുന്നത് that is equal to R raised to gamma minus 1. ക്ലിയർ ആണോ? R raised to gamma minus 1. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ T2 is equal to T1 R raised to gamma minus 1 എന്ന് കിട്ടും. ശരിയല്ലേ? ഇത് ഇക്വേഷൻ 2. റൈറ്റ്? റെഡി? ഇത് ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആയതുകൊണ്ടാണ് പതുക്കെ പോകുന്നത്. ശ്രദ്ധിച്ച് എന്റെ കൂടെ എഴുതി പഠിച്ചു പോക്കോ. ഓക്കെ, റെഡി? അതേപോലെ തന്നെ 1-2 എന്ന് പറയുന്ന അഡൈബാറ്റിക് പ്രോസസ് ആയതുപോലെ തന്നെ 3-4 എന്ത് തന്നെയാണ്? അഡൈബാറ്റിക് പ്രോസസ് തന്നെയാണ്. അപ്പൊ 3-4 എന്ത് തന്നെയാണ്? ഒരു അഡൈബാറ്റിക് പ്രോസസ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും? T3
by T4 is equal to V4 by V3 the raised to gamma minus 1. Clear ആണോ? ഇവിടെ T2 by T1 is equal to എന്താണ്? T3 by T4. T3 by T4 എന്താണ്? ഈക്വൽ ആണ് എന്തെന്ന് പറയുന്നത്? T2 by T1 എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? റെഡി? സോ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ T2 by T1 നമുക്ക് എങ്ങനെ എഴുതാം? That is equal to എന്ത് തന്നെയാണ്? T3 by T1. ക്ലിയർ ആണോ? T2 by T1 is equal to T3 by T4. Okay, T3 by T4. Okay, T2 by T1 is equal to എന്താണ്? T3 by T4. ക്ലിയർ? ക്ലിയർ ആണോ? ഓക്കെ, ഇതവിടെ വെച്ചിരിക്കുക. ഓക്കെ, ഇനി ഒരു ശ്രദ്ധിക്കണേ, ഇനി ഒരു ശ്രദ്ധിച്ചോ. സോ ഇവിടെ നോക്കൂ, ഈ T3 by T4 is equal to V4 by V3 ഇല്ലേ? നോക്ക് ഈ V4 by V3 ഇല്ലേ? ഇത് നമുക്ക് എങ്ങനെ എഴുതാം? T3 by T4 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? That is equal to R raised to gamma minus 1 എന്ന് എഴുതാം. R raised to gamma minus 1. എന്തുകൊണ്ടാ? ബിക്കോസ് ഇവിടെ നോക്ക്, T2 by T1 എന്ന് പറയുന്നത് ഈക്വൽ ടു T3 by T4 ആണ്. അപ്പൊ ഇവിടെ എന്തുണ്ട്? ഇവിടെ T2 by T1 ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? T2 by T1 എന്ത് കൊടുക്കാം? T3 by T4 കൊടുക്കാം. ഇവിടെ ശ്രദ്ധിക്കട, T2 by T1 എന്ന് പറയുന്നതാണ് R raised to gamma minus 1. ഈ T2 by T1 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? T3 by T4 ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ T2 by T1 പകരം എന്ത് കൊടുക്കാം? T3 by T4 കൊടുക്കാം. അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെ മാറിയത്? ഇങ്ങനെ മാറിയത്. വേറെ ഒന്നില്ല, T2 by T1 പകരം എന്ത് കൊടുത്തു? T3 by T4 കൊടുത്തു. ക്ലിയർ ആണോ? ഇനി എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ T3 is equal to T4 R raised to gamma minus 1 എന്ന് കിട്ടും. ഇത് ഇക്വേഷൻ 3. ഇത് ഇക്വേഷൻ 3. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ കിട്ടി? ഒരു ഇക്വേഷൻ കിട്ടി, 1 കിട്ടി, 2 കിട്ടി, 3 കിട്ടി. ഇക്വേഷൻ 1 കിട്ടി. ഓക്കെ, ഇവിടെ ഇക്വേഷൻ 1 കിട്ടി, ഇക്വേഷൻ 2 കിട്ടി, ഇക്വേഷൻ 3 കിട്ടി. ക്ലിയർ? ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ സ്റ്റെപ്പാണ്. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ 2 and 3 ഇൻ ഇക്വേഷൻ 1. ഓക്കെ, ഇക്വേഷൻ 1 എന്ന് പറയുന്ന സമയത്ത് ഇതാണ് ഇക്വേഷൻ 1. ഓക്കെ, ഈ ഇക്വേഷൻ 1ൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാം. എന്തൊക്കെയാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോണേ? ഇക്വേഷൻ 2 ഉം 3. ഇക്വേഷൻ 2 3 എന്ന് പറയുന്നത് എന്തായിരുന്നു നോക്കാം. ഇക്വേഷൻ 2 എന്ന് പറയുന്നത് ഇക്വേഷൻ 2 എന്ന് പറയുന്നത് T2ന്റെ ഇക്വേഷനും ഇക്വേഷൻ 3 എന്ന് പറയുന്നത് T3യുടെ ഇക്വേഷനുമാണ്. ഈ രണ്ട് ഇക്വേഷനാണ് നമ്മൾ എവിടെ ഇട്ട് കൊടുക്കാൻ പോകുന്നത്? ദാ ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ക്ലിയർ? സോ ഈ T2നെയും T3ക്കും നമ്മൾ ആ വാല്യൂസ് ഇട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, നമ്മുടെ ഇക്വേഷൻ 1 എന്ന് പറയുന്നത് ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് T4 മൈനസ് T1 ഡിവൈഡ് ബൈ T3 മൈനസ് T2 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് എന്ത് എഴുതാം? T4 മൈനസ് T1 ഡിവൈഡഡ് ബൈ T3 എന്ന് പറയുമ്പോൾ എന്താണ്? T4 R raised to gamma minus 1. T4 R raised to gamma minus 1. റെഡി അല്ലേ? അതേപോലെ മൈനസ് T2 എന്തായിരുന്നു? T1 R raised to gamma minus 1. T1 R raised to gamma minus 1. T1 R raised to gamma minus 1. ക്ലിയർ ആണോ? T1 R raised to gamma minus 1. ക്ലിയർ? ഇനി ഈറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് എന്ത് ചെയ്യാം? ഈ പറയുന്ന T4 മൈനസ് T1 ഡിവൈഡഡ് ബൈ ഇനി എന്താ? ഇവിടെ നിന്ന് ആരെയൊക്കെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം? നോക്കൂ, ഇവിടെ R raised to gamma minus 1, ഇവിടെ R raised to gamma minus 1. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? R raised to gamma minus 1 കോമൺ ആയിട്ട് എടുത്താൽ ബാക്കി ആരുണ്ട്? T4 മൈനസ് T1. ക്ലിയർ ആണോ? അപ്പൊ എന്താ? ഈ പറയുന്ന T4 മൈനസ് T1ഉം T4 മൈനസ് T1ഉം ക്യാൻസൽ ആകും. Then that is equal to 1 minus 1 by
R raised to gamma minus 1. So this is the equation for the efficiency. This is the equation for the efficiency. Clear? This is the equation for the efficiency of Otto cycle. Clear ആണോ? Simple അല്ലേ? നോക്ക്, നമ്മുടെ ഹീറ്റ് സപ്ലൈഡ് ഹീറ്റ് റിജക്റ്റഡ് വെച്ച ശേഷം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഇക്വേഷൻ 1 കണ്ടുപിടിച്ച ശേഷം നമുക്ക് രണ്ടാൾക്കാരെ കണ്ടുപിടിക്കണം, T2 T3 കണ്ടുപിടിക്കണം. അപ്പൊ T2 T3 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1-2 പ്രോസസ് എടുത്തു, അഡയബാറ്റിക് പ്രോസസ്. അവിടെ നടക്കുന്ന സംഭവങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ T2 എടുത്തു. ദെൻ നമുക്ക് T3 കിട്ടണം, അതിനുവേണ്ടി നമ്മൾ 3-4 പ്രോസസ് എടുത്തു, അഡയബാറ്റിക് പ്രോസസ് ആണ്. ഇക്വേഷൻ വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? 3 കണ്ടുപിടിച്ചു. എന്നിട്ട് ഈ T3യും T2യും എവിടെ ഇട്ട് കൊടുത്തു? ഇക്വേഷൻ 1 ഇട്ട് കൊടുത്തു. എന്നിട്ട് കോമൺ എടുത്തു, ക്യാൻസൽ ഔട്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് അതിന്റെ ഫൈനൽ ആൻസർ കിട്ടി. ഈറ്റ ഈസ് ഈക്വൽ ടു 1 - 1/R raised to gamma minus 1. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇത് ഗാമയാണേ. ഗാമ എന്ന് പറയുന്നത് എന്താണ്? ഗാമ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് CP and CV. അതായത് നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിന്റെയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിന്റെയും റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത്? ഗാമ. സോ ഗാമ എന്ന് പറയുന്നത് എന്താണ്? CP/CV ആണ് കേട്ടോ. ക്ലിയർ? ഓക്കെ, റെഡി? അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡീസൽ സൈക്കിൾ ആണ്. ക്ലിയർ ആണോ? ഡീസൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. ഡീസൽ വെഹിക്കിൾസ് വർക്ക് ചെയ്യുന്നത് ഡീസൽ സൈക്കിൾ അനുസരിച്ചാണ്. ഡീസൽ സൈക്കിളിന്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ് ഇവിടെ വരുന്നത്, നമ്മുടെ ഡീസൽ എൻജിൻസിൽ വരുന്നത്. ക്ലിയർ ആണോ? ഡീസൽ കാർ എന്ന് കേട്ടിട്ടില്ലേ അല്ലെ? അപ്പൊ ഡീസൽ കാറിലൊക്കെ എന്ത് സൈക്കിളാ? ഡീസൽ സൈക്കിളാ. ക്ലിയർ? അപ്പോ ഡീസൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്? Cycle in which diesel engine works. Clear ആണോ? ഇനി ഈ ഡീസൽ സൈക്കിളും സെയിം ആണ്. There are 4 reversible process. അതിൽ ഒരു പ്രോസസ് എന്ന് പറയുന്നത് ഹീറ്റ് അഡീഷൻ ആണ്. അതേപോലെ ഓഫ് കോഴ്സ് എന്താ അടുത്ത പ്രോസസ് എന്ന് പറയുന്നത്? ഹീറ്റ് റിജക്ഷൻ ആണ്. ഹീറ്റ് അഡീഷനും ഹീറ്റ് റിജക്ഷനും ആദ്യത്തെ 2 പ്രോസസ്സാണ്. ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആയിരിക്കും. അതേപോലെ ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ആയിരിക്കും. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? അതേപോലെ അടുത്ത 2 സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടുത്ത 2 പ്രോസസ് അല്ല, അടുത്ത 2 സ്റ്റേജ് എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ആൻഡ് കംപ്രഷൻ ആണ് കേട്ടോ. ഈ എക്സ്പാൻഷൻ കംപ്രഷൻ നടക്കുന്നത് എങ്ങനെയായിരിക്കും? അഡയബാറ്റിക്കലി ആയിരിക്കും. എക്സ്പാൻഷൻ കംപ്രഷൻ നടക്കുന്നത് അഡയബാറ്റിക്കലി ആയിരിക്കും. ക്ലിയർ ആണോ? സോ ദിസ് ഈസ് ദ PV ഡയഗ്രാം ഓഫ് ഡീസൽ എഞ്ചിൻ. നോക്കൂ, 1 1 2 2 3 3 4 4 1. ക്ലിയർ ആണോ? ഇവിടെ 1 2 എന്ന് പറയുന്ന പ്രോസസ് അഡയബാറ്റിക് കംപ്രഷനും 3 4 എന്ന് പറയുന്ന പ്രോസസ് അഡയബാറ്റിക് എക്സ്പാൻഷനുമാണ്. ക്ലിയർ ആണോ? ഇവിടെ ഹീറ്റ് അഡീഷൻ ആൻഡ് ഹീറ്റ് റിജക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറും കോൺസ്റ്റന്റ് വോളിയവും. ഇവിടെ കണ്ടോ? കോൺസ്റ്റന്റ് പ്രഷറും കോൺസ്റ്റന്റ് വോളിയം. ഇവിടെയാണ് ഹീറ്റ് അഡീഷനും ഹീറ്റ് റിജക്ഷനും സംഭവിക്കുന്നത് കേട്ടോ. അപ്പൊ ഹീറ്റ് അഡീഷൻ എവിടെ സംഭവിക്കുന്നത്? 2 3. കാരണം എന്താ? ഈ ഗ്രാഫിൽ കണ്ടോ? പ്രഷർ കോൺസ്റ്റന്റ് ആ. ഹീറ്റ് അഡീഷൻ നമുക്ക് എങ്ങനെയാ? കോൺസ്റ്റന്റ് പ്രഷറാ. അപ്പൊ ഇവിടെ എന്താണ്? ഫോർ വോളിയം, കോൺസ്റ്റന്റ് വോളിയം. അവിടെ ഹീറ്റ് റിജക്ഷനാ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ? റെഡി? അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിന്റെ ഓരോ സ്റ്റേജസിനെയാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിന്റെ ഓരോ സ്റ്റേജസ് ആണ് നമ്മളിപ്പോ പഠിക്കാനായിട്ട് പോകുന്നത്. റെഡി? ഓക്കെ, ക്ലിയർ? ഓക്കെ, സോ നമ്മളിവിടെ ഓരോ സ്റ്റേജസ് ആയിട്ട് പോവാം. സ്റ്റേജ് 1 എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റേജ് 1 എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ഫ്യൂവലിന്റെ മാസ് നമുക്ക് ഇവിടെ എഴുതാം. M ആണ്. ഇരിക്കുന്ന വോളിയം എന്ന V1 ആണ്. പ്രഷർ എന്ന് പറയുന്നത് P1 ആണ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T1 ആണ്. അപ്പൊ സ്റ്റേജ് 1 എന്ത് സംഭവിക്കുന്നു? സ്റ്റേജ് 1 ഞാൻ എന്ത് ചെയ്യുന്നു? എയറിനെ കംപ്രസ് ചെയ്യുന്നു. ഓക്കെ, എയറിനെ കംപ്രസ് ചെയ്യുന്നു. ഓക്കെ, സ്റ്റേജ് 1 എന്ത് ചെയ്യുന്നു? എയറിനെ കംപ്രസ് ചെയ്യുന്നു. ഈ എയറിനെ കംപ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? എയർ കംപ്രസിങ് അഡയബാറ്റിക്കലി. എന്തെങ്ങനെയാണ്? അഡയബാറ്റിക്കലി. ഇതൊക്കെ പോയിന്റ്സ് ആണ്. ഓക്കെ, ആൻഡ്
ഡൂയിങ് വർക്ക് ഓൺ എയർ. ഡൂയിങ് വർക്ക് ഓൺ എയർ. എയറിലാണ് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത് അല്ലെ. ഡീസൽ എഞ്ചിൻസ് നമ്മൾ പഠിച്ചില്ലേ? ഡീസൽ എഞ്ചിൻ പഠിച്ച് ഓർക്കുന്നുണ്ടോ? അവിടെ എന്ത് തന്നെയാണ്? ഫസ്റ്റ് സ്റ്റേജ് കംപ്രഷൻ ആണ് അല്ലെ. കംപ്രഷൻ ആണ്. എന്ത് കംപ്രഷൻ? അഡിയബാറ്റിക് കംപ്രഷൻ. അടുത്ത സ്റ്റേജ് 2 കംപ്രഷൻ ചെയ്ത് കഴിയുമ്പോൾ ഡീസൽ എഞ്ചിനിൽ എങ്ങനെയാണ്? നമ്മൾ നമ്മുടെ ഫ്യൂവൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. കൊടുക്കുമ്പോൾ അവിടെ കമ്പഷൻ സംഭവിക്കും. കമ്പഷൻ സംഭവിക്കുമ്പോൾ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അതാണ് അപ്പൊ സ്റ്റേജ് 2. സ്റ്റേജ് 2 എന്ന് പറയുന്നത് നമ്മുടെ ഡീസൽ സൈക്കിളിൽ എങ്ങനെയാണ്? സ്റ്റേജ് 2 എന്ന് പറയുമ്പോൾ നമ്മുടെ ഡീസൽ സൈക്കിളിൽ നമ്മൾ ഹീറ്റിനെ ആഡ് ചെയ്യുന്നു. ഇവിടത്തെ കമ്പഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റിനെ ആഡ് ചെയ്യുന്നു അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. ഹീറ്റിനെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാടാ? അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ക്ലിയർ ആണോ? അത് കഴിഞ്ഞാൽ നേരെ സ്റ്റേജ് 3 പോകും. സ്റ്റേജ് 3 എന്ന് പോകുന്ന സമയത്ത് എന്താണ് സ്റ്റേജ് 3? സ്റ്റേജ് 3 എന്ന് പറയുമ്പോൾ ഡീസൽ എഞ്ചിൻ ഓർത്ത് നോക്കൂ. ഡീസൽ എഞ്ചിൻ ഓർക്കുന്ന സമയത്ത് അവിടെ ആഫ്റ്റർ കമ്പഷൻ എന്ത് സംഭവിക്കുന്നു? അവിടുത്തെ എയർ എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ ഡീസൽ സൈക്കിളിലും അതുപോലെ തന്നെയാണ്. സ്റ്റേജ് 3 എന്ത് സംഭവിക്കുന്നു? ആ സ്റ്റേജ് 3 നമ്മൾ എന്ത് ചെയ്യുന്നു? ആ കമ്പഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? കത്തിക്കഴിഞ്ഞില്ലേ? അപ്പോ ഡീസൽ എഞ്ചിനിൽ അതെന്ത് ചെയ്യുന്നു? കത്തിക്കഴിയുന്നു. അപ്പൊ ഡീസൽ സൈക്കിളിൽ എങ്ങനെ എഴുതാം? അതായത് ഹോട്ട് ബോഡി ഈസ് റിമൂവ്ഡ് എന്ന് എഴുതാം. ഹോട്ട് ബോഡി ഈസ് റിമൂവ്ഡ് എന്ന് എഴുതാം. ഓക്കെ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഹോട്ട് ബോഡി റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എയർ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേജ് 3 എക്സ്പാൻഡ് ചെയ്യുന്നു. എങ്ങനെ? അഡിയബാറ്റിക്കലി. എയറിനെ എക്സ്പാൻഡ് ചെയ്യുന്നത് എങ്ങനെയാടാ? അഡിയബാറ്റിക്കലി. ക്ലിയർ ആണോ? അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു എക്സ്റ്റേണൽ വർക്ക് നടക്കുന്നു. സോ ഡൂയിങ് ആൻ എക്സ്റ്റേണൽ വർക്ക്. ഡൂയിങ് ആൻ എക്സ്റ്റേണൽ വർക്ക്. ക്ലിയർ ആണോ? അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്? അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോൾ സ്റ്റേജ് 4 ആണ്. ലാസ്റ്റ് സ്റ്റേജ് ആണ്. നമ്മുടെ ഡീസൽ എഞ്ചിൻസ് നമ്മൾ എന്ത് ചെയ്യും? ഡീസൽ എഞ്ചിൻസിൽ ആ എക്സോസ്റ്റ് എന്ന് പറയുന്നത് പുറത്തോട്ട് പോകുന്നു. അത് തന്നെയാണ് സ്റ്റേജ് 4ലും. എന്ത് തന്നെയാണ്? സ്റ്റേജ് 4ലും നമ്മുടെ ഡീസൽ സൈക്കിളും എന്ത് ചെയ്യുന്നു? ഹീറ്റ് പുറത്തോട്ട് പോകുന്നു. ദാറ്റ് ഈസ് ഹീറ്റ് റിജക്ഷൻ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഹീറ്റ് റിജക്ഷൻ ആണ് സംഭവിക്കുന്നത്. ഹീറ്റ് റിജക്ഷൻ എങ്ങനെയാ? അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ക്ലിയർ ആണോ? മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഓക്കെ. എടാ ചാറ്റ് ബോക്സിൽ ഭയങ്കര ചർച്ചയാണല്ലോ, ഞാനിത് കണ്ടില്ല. ഓക്കെ. കോർഡിനേറ്റർ ക്ലാസ് ഒന്നും തീരാറായില്ലടാ, തുടങ്ങിയിട്ടേ ഉള്ളൂ. 6:30 തുടങ്ങിയത് കേട്ടോ. ഇനിയും ഒരുപാട് കാര്യം പഠിക്കാനുണ്ട്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഇന്ന് ഇടുന്നില്ലടാ. ഇന്ന് കുറച്ച് അധികം തിയറിയും ഡെറിവേഷൻസും പഠിക്കാനുണ്ട്. ഈ 3 ഡെറിവേഷൻസും കുറച്ച് തിയറിയും പഠിക്കാനുണ്ട് കേട്ടോ. അത് ചോദിക്കുന്ന സാധനം, അതുകൊണ്ട് ടൈം ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് വേറെ സെഷൻ ചെയ്യാം കേട്ടോ. ഹായ്, ഏത് കോളേജാ ബ്രോ? ഏത് ഡിസ്ട്രിക്റ്റാ? ഞാൻ ട്രിവാൻഡ്രം ആണോ? നെയിം ഏതാ? അവിടെ നിങ്ങൾ സംസാരിച്ച കമ്പനി ആയോ? ഓക്കെ. സാറിൻ്റെ മെക്കാനിക്സ് അടിപൊളിയാണ് കേട്ടോ. താങ്ക് യുടാ. ഏത് കോഴ്സാ? ഞാനും മെക്കാണല്ലോ. ഓക്കെ. ഈ സാറിൻ്റെ ക്ലാസ് കണ്ടു നോക്കണേ. ഒക്കെ പൊളിയാ, സൂപ്പർ ക്ലാസ് ആണ്. സാറ് റോയൽ മെക്ക. വെറുതെ അല്ല, നന്നായിട്ടുണ്ട് സാറിൻ്റെ ക്ലാസ്. പിന്നെ അല്ല, പൊളിയാണ് സാറിൻ്റെ ഓൾഡ് ക്ലാസ്സസ് കണ്ട സെറ്റാ. ഓക്കേടാ, താങ്ക് യു. എന്നാ പ്രൊമോഷനാടാ. ഓക്കെ, താങ്ക് യു. സോ യെസ്, ഓക്കെ, ഡൺ. അപ്പോൾ നമ്മുടെ സ്റ്റേജ് 4ഉം കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ നമ്മുടെ ഡീസൽ സൈക്കിൾ എന്താണ് സംഭവിക്കുന്ന കാര്യം ഓക്കെ പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. അടുത്തത് പറയാൻ നമ്മൾ കടക്കാൻ പോകുന്നത് എഫിഷ്യൻസി ഓഫ് എ ഡീസൽ സൈക്കിൾ. ഈ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണെന്ന് പറയുന്നത് എഫിഷ്യൻസി ഓഫ് എ ഡീസൽ സൈക്കിൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും ചോദിക്കും കേട്ടോ. എഫിഷ്യൻസി ഓഫ് എ ഡീസൽ സൈക്കിൾ എന്തായാലും ചോദിക്കും, ഉറപ്പാണ് കേട്ടോ. ഓക്കെ. ഓക്കെ അല്ലടാ? ശരി. അപ്പൊ നോക്കിയേ,
എഫിഷ്യൻസി ഓഫ് എ ഡീസൽ സൈക്കിൾ നമുക്ക് എവിടെ തുടങ്ങാം? നമുക്ക് ഹീറ്റ് അഡീഷൻ ഹീറ്റ് റിജക്ഷനിൽ തുടങ്ങാം. എപ്പോഴും അങ്ങനെയാണല്ലോ എല്ലാ കേസിലും. ഡീസൽ നമ്മുടെ കാർനോട്ട് സൈക്കിൾ ആയാലും അതേപോലെ ഓട്ടോ സൈക്കിൾ ആയാലും ഡീസൽ സൈക്കിൾ ആയാലും അവിടെ എല്ലാം നമ്മൾ എന്താ ചെയ്യുന്നത്? എഫിഷ്യൻസി എന്ത് ചെയ്യുന്നു? എഫിഷ്യൻസി ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹീറ്റ് സപ്ലൈഡ് ഹീറ്റ് റിജക്റ്റഡ് അവിടെ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. ഓക്കെ, ശരിയടാ, റെഡി. ഓക്കെ, സോ എഫിഷ്യൻസി ഓഫ് എ ഡീസൽ സൈക്കിൾ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? യെസ്, ഹീറ്റ് സപ്ലൈഡിന്റെ ഇക്വേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹീറ്റ് സപ്ലൈഡ്. അപ്പോൾ ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താ? ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഹീറ്റ് സപ്ലൈഡ്? എഫിഷ്യൻസി ഓഫ് ഡീസൽ സൈക്കിൾ അല്ലേ? അപ്പൊ ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ഹീറ്റ് എങ്ങനെയാണ് സപ്ലൈ ചെയ്യുന്നത്? യെസ്, കോൺസ്റ്റന്റ് വോളിയത്തിലാണ് സപ്ലൈ ചെയ്യുന്നത്. എങ്ങനെയാണ്? ഹീറ്റ് സപ്ലൈഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ക്ലിയർ ആണോ? സോറി, കോൺസ്റ്റന്റ് വോളിയം അല്ലടാ, സോറി, കോൺസ്റ്റന്റ് പ്രഷർ. ഹീറ്റ് സപ്ലൈഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ അല്ലേ? ഇത് ഏത് സ്റ്റേജിലാണ് നടക്കുന്നത്? 2-3 ഈ ഒരു സ്റ്റേജിൽ എന്ത് ചെയ്യുന്നത്? ഹീറ്റ് സപ്ലൈ നമ്മൾ ഓൾറെഡി പഠിച്ച കേസാണ് അല്ലെ? ഇനി അതിന്റെ ഇക്വേഷൻ, ഹീറ്റ് സപ്ലൈന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് mCp T3 ഞാൻ ഈ ഇങ്ങനെ T3 ഇങ്ങനെ ഇടുന്നത് തെറ്റിദ്ധരിക്കരുത്, ടി ആണേ. ഓക്കെ, T3 T1, സോറി T2, ഓക്കെ, T3 T2 ക്ലിയർ അല്ലേ? 2-3 അല്ലേ? ഓക്കെ അല്ലടാ? അപ്പൊ mCp T3 T2 ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ ഹീറ്റ് സപ്ലൈഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അടുത്തത് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഹീറ്റ് റിജക്റ്റഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. എന്തായാലും നാളെ എക്സാമിന് ഒരു ചോദ്യം ഉണ്ടാവും കേട്ടോ. ഒരു എഫിഷ്യൻസി എന്തായാലും ചോദിക്കുവേ, 3 എഫിഷ്യൻസിയിൽ ഒരു എഫിഷ്യൻസി എന്തായാലും ചോദിക്കും, പഠിച്ചിട്ട് പോകാവൂ. ഹീറ്റ് റിജക്റ്റഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഏത് സ്റ്റേജിലാ? 4-1 സ്റ്റേജിലാണ് ഹീറ്റ് എന്ത് ചെയ്യുന്നത്? റിജക്ട് ചെയ്യുന്നത്. ഓക്കെ, റെഡി? Then that is equal to, and the equation എന്ന് പറയുന്നത് എങ്ങനെ എഴുതും? mCv, കോൺസ്റ്റന്റ് വോളിയം അല്ലേ? അപ്പോൾ mCv into T4 T1. ക്ലിയർ ആണോ? സോ ഈ രണ്ട് ഇക്വേഷൻസ് കിട്ടിയോ? അപ്പോൾ ഹീറ്റ് സപ്ലൈഡും ഹീറ്റ് റിജക്റ്റഡും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഈറ്റ is equal to 1 minus heat rejected divided by ഹീറ്റ് സപ്ലൈഡ്. ഇതല്ലേ നമ്മുടെ സാധാരണ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്? എല്ലാ കേസിലും സാധാരണ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഇതല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഈ ഹീറ്റ് റിജക്റ്റഡും ഹീറ്റ് സപ്ലൈഡും ഇക്വേറ്റ് ചെയ്ത് കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് ഹീറ്റ് റിജക്റ്റഡ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? യെസ്, mCv T4 T1. ഓക്കെ,
divided by heat supplied എന്ന് പറയുമ്പോൾ MCP T3 minus T2 MCP T3 minus T2 ക്ലിയർ ആണോ? ഇവിടെ എന്തൊക്കെ ഇനി ക്യാൻസൽ ചെയ്യാം? എമ്മും ക്യാൻസൽ ചെയ്യാം. ഡൗട്ട് ഉണ്ടോ? അടുത്ത നമുക്ക് എന്ത് എഴുതാം നോക്ക്. ഈറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് ആരൊക്കെ ഉണ്ട്? CV by CP ഇൻറ്റു T4 മൈനസ് T1 ഡിവൈഡ് ബൈ T3 മൈനസ് T2. ഇതാണല്ലോ ഇപ്പോഴത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? ഇനി CP by CV എന്ന് പറയുന്നത് ഗാമ എന്ന് നിങ്ങൾക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ തലതിരിച്ചിട്ടെ CV by CP എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1 by ഗാമ ആയിരിക്കും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ന് പറയുന്നത് CV by CP അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് 1 by ഗാമ എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ഈറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് 1 by ഗാമ ഇൻറ്റു T4 മൈനസ് T1 ഡിവൈഡ് ബൈ T3 മൈനസ് T2. ശരിയാണോടാ ഞാൻ എഴുതിയത്? ക്ലിയർ ആണോ? ഓ സാർ പൊളിയല്ലേ, വാമോസ് നീത്തിയോ? ഓക്കെ, T4 മൈനസ് T1 ഡിവൈഡ് ബൈ T3 മൈനസ് T2. ഇതെന്ന് പറയുന്നത് ഇക്വേഷൻ 1. ക്ലിയർ ആണോ? അതവിടെ നിന്നോട്ടെ. ഇനി നമ്മൾ 3 കാര്യങ്ങൾ എഴുതാൻ പോവുകയാണ്. ശ്രദ്ധിച്ചിരുന്നോണം 3 കാര്യങ്ങൾ. ഒന്ന്, V3 by V2നെ നമ്മൾ എന്തെങ്ങനെ എഴുതാം? റോ എന്ന് എഴുതാം. V3 by V2നെ റോ എന്ന് എഴുതാം. ഇതിനെയാണ് നമ്മൾ പറയുന്നത് കട്ട് ഓഫ് റേഷ്യോ എന്ന് പറയും. എന്ത് പറയും? കട്ട് ഓഫ് റേഷ്യോ. പഠിച്ചോണം. V3 by V2 എന്ന് പറയുന്നതാണ് റോ ആണ്. ഇതാണെന്ന് പറയുന്നത് കട്ട് ഓഫ് റേഷ്യോ. ശ്രദ്ധിച്ച് പഠിച്ചോണേ. ഡീസൽ സൈക്കിളിൽ V3 by V2 എന്ന് പറയുന്നതാണ് റോ ആണ്. ദാറ്റ് ഈസ് എന്ത്? കട്ട് ഓഫ് റേഷ്യോ. അതേപോലെ V4 by V3 എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു R1 ആണ്. ഇതെന്ന് പറയുന്നത് എക്സ്പാൻഷൻ റേഷ്യോ എന്ന് പറയുന്നതാണ് എക്സ്പാൻഷൻ റേഷ്യോ. ക്ലിയർ? അതേപോലെ V1 by V2 എന്ന് പറയുന്നത് R ആണ്. ദിസ് ഈസ് കോൾഡ് കംപ്രഷൻ റേഷ്യോ. ക്ലിയർ ആണോ മക്കളെ? ദിസ് ഈസ് കോൾഡ് കംപ്രഷൻ റേഷ്യോ. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? ഇനി ഇവര് 3 പേരും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ആരൊക്കെ? റോയും R1ഉം Rഉം തമ്മിൽ റിലേഷൻ അല്ലെങ്കിൽ കട്ട് ഓഫ് റേഷ്യോ, എക്സ്പാൻഷൻ റേഷ്യോയും കംപ്രഷൻ റേഷ്യോയും തമ്മിൽ റിലേഷൻ. ഈ 3 റേഷ്യോസ് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. എന്താണെന്നറിയാവോ? ദാറ്റ് ഈസ് R1 ഈസ് ഈക്വൽ ടു R ബൈ റോ. ദിസ് ഈസ് ദ റിലേഷൻ. അതായത് R1 എന്ന് പറയുന്നത് എക്സ്പാൻഷൻ റേഷ്യോ ഈസ് ഈക്വൽ ടു കംപ്രഷൻ റേഷ്യോ ബൈ കട്ട് ഓഫ് റേഷ്യോ. ക്ലിയർ? ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ 2 കാര്യങ്ങൾ കണ്ടുപിടിക്കണം. 2 കാര്യങ്ങളിൽ അടുത്ത നമ്മൾ രണ്ടാമത്തെ പോയിന്റിലെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് T2 കണ്ടുപിടിക്കണം. T2 നമ്മൾ കണ്ടുപിടിക്കണം. T2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് സെക്കൻഡ് പോയിന്റിലെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൺസിഡർ ചെയ്ത പ്രോസസ്സ് എന്ന് പറയുന്നത് 1-2 ആണ്. 1-2 എന്ന് പറയുന്നത് ഒരു അഡയബാറ്റിക് പ്രോസസ്സാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. എന്താണ് ഒരു അഡയബാറ്റിക് പ്രോസസ്സ്? ഒരു അഡയബാറ്റിക് പ്രോസസ് ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ T2 by T1 is equal to V1 by V2 raised to gamma minus 1. ഓക്കെ ആണോ? ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? T2നെ കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? T1നെ അങ്ങോട്ട് വിട്ടാൽ മതി. അപ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആകും. അപ്പോൾ T2 is equal to T1 into V1 by V2 whole raised to gamma minus 1. ക്ലിയർ ആണോ? റെഡി അല്ലേ? ഈ V1 by V2നെ നമുക്ക് എങ്ങനെ എഴുതാം? V1 by V2നെ നമുക്ക് എങ്ങനെ എഴുതാം? V1 by V2 എന്ന് പറയുന്നത് എന്താണ്? R ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു. V1 by V2 എന്ന് പറയുന്നത് R ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ V1 by V2ന് പകരം എന്ത് കൊടുക്കാം? R കൊടുത്തൂടെ? അങ്ങനെയാണ് ഇക്വേഷൻ എങ്ങനെ മാറും? T2 by is equal to T1 into R raised to gamma minus 1. T2 കിട്ടി. ഇത് ഇക്വേഷൻ 2. ഇതെന്ന് പറയുന്നത് ഇക്വേഷൻ 2. ക്ലിയർ ആണോ? മനസ്സിലായോ? അടുത്തെന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T3 ആണ്. എന്താണ്? T3 ആണ്. T3 ആണ് നമ്മൾ അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ T3 തേർഡ് പോയിന്റ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് 2-3 ആണ്. ഈ സ്റ്റേജ് എന്ന് പറയുന്നത് എന്ത് സംഭവിക്കുന്നു? 2-3 എന്താ സംഭവിക്കുക? പറയൂ. ഇവിടെ എന്ത് ചെയ്യുന്നു? എന്താ 2-3 എന്ത് സംഭവിക്കുന്നു? ഹീറ്റ് ആഡ് ചെയ്യുന്നു. 2-3 എന്ത് സംഭവിക്കുന്നു? ഹീറ്റിനെ ആഡ് ചെയ്യുന്നു. ഹീറ്റ് അഡീഷൻ നടക്കുന്ന സ്ഥലമാണ്. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ T3/T2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? V3/V2 ആണ്. ഈ V3/V2 എന്ന് പറയുന്നത്, കാരണം എന്താ, ഇവിടെ ഇത് T3 എന്ന് പറയുമ്പോൾ അവിടുത്തെ സ്റ്റേജ് 2-3 എന്ന് പറയുന്നത് അവിടെ നിന്ന് സംഭവിക്കുന്നു, കോൺസ്റ്റന്റ് പ്രഷറിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹീറ്റിനെ ആഡ് ചെയ്യുന്നു. കോൺസ്റ്റന്റ് പ്രഷറിൽ ഹീറ്റിനെ ആഡ് ചെയ്യുന്ന സമയത്ത് പ്രഷർ കോൺസ്റ്റന്റ് ആര് വേരി ചെയ്യും? വോളിയം വേരി ചെയ്യും. ഓക്കെ, സോ അവിടെ T3/T2 ദാറ്റ് ഈസ് ഈക്വൽ എന്താണ്? V3/V2. ഇനി V3/V2 എന്ന് പറയുന്നത് എന്താണ്? ഈ V3/V2 എന്ന് പറയുന്നത് ഇവിടെ റോ ആണ്, ദാറ്റ് ഈസ് കട്ട് ഓഫ് റേഷ്യോ. V3/V2 ഈസ് ഈക്വൽ എന്താണ്? റോ ആണ്, ദാറ്റ് ഈസ് കോൾഡ് കട്ട് ഓഫ് റേഷ്യോ. അപ്പോ V3/V2 റോ ആണെങ്കിൽ T3/T2 ആരായിരിക്കും? റോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ T3/T2 എന്താണ്? റോ ആണ്. കാരണം ഇതൊക്കെ ഈക്വൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് T3 കണ്ടുപിടിക്കാം. T3 ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, റോ T2 എന്ന് കിട്ടും. അല്ലെങ്കിൽ T2 റോ എന്ന് എഴുതാം. T2 റോ എന്ന് കിട്ടും. റെഡി അല്ലേ? റെഡിയാണോ? അപ്പോൾ T3 ഈസ് ഈക്വൽ ടു T2 എന്ന് പറഞ്ഞാൽ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. എന്താ? T1 R⁻⁻1 T1 R⁻⁻1 ഇൻറ്റു ആരാ? ഈ റോയാ, റോ. ഇത് ഇക്വേഷൻ 3. ദിസ് ഈസ് ഇക്വേഷൻ 3. ക്ലിയർ? അടുത്ത് നമ്മൾ ഫോർത്ത് പോയിന്റിലെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പോകുന്നു. T4 ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പോകുന്നു. T4 ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത പ്രോസസ് 3-4 ആണ്. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നത് ഒരു അഡിയബാറ്റിക് പ്രോസസ് ആണ്. സോ ദാറ്റ് ഇക്വേഷൻ എന്തായിരിക്കും? T3/T4 ഈസ് ഈക്വൽ ടു V4/V3 ദ ഹോൾ റേസ് ടു Γ-1. ഓക്കെ ആണോ? ഇനി ഈ V4/V3 എന്താണെന്നാണ് ഞാൻ പഠിപ്പിച്ചത്? ഈ V4/V3 എന്ന് പറയുന്നത് R1 ആണ്, എക്സ്പാൻഷൻ റേഷ്യോ ആണ്. അങ്ങനെയാണെങ്കിൽ V4/V3 പകരം എന്ത് കൊടുക്കുക? R1 കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ T3/T4 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു R1 Γ⁻⁻1. ക്ലിയർ ആണോ? അപ്പോൾ T3/T4 എന്ന് പറയുമ്പോൾ ഈ R1 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമ്മൾ റിലേഷൻ പഠിച്ച് ഓർക്കുന്നുണ്ടോ? R1 എന്ന് പറയുമ്പോൾ എന്താണ്? R/ρ. R1 എന്ന് പറയുമ്പോൾ എന്താണ്? R/ρ ആണ്. അപ്പോൾ ഇവിടെയും എന്ത് കൊടുക്കാം? R1 പകരം എന്ത് കൊടുക്കാം? R/ρ കൊടുക്കാം. R/ρ the whole raised to Γ-1. ക്ലിയർ ആണോ? the whole raised to Γ-1. അപ്പൊ ഇത് എങ്ങനെ എഴുതാം? T3/T4 is equal to R⁻⁻1 divided by ρ⁻⁻1. കാരണം എന്താ? ഈ Γ-1 എന്ന് പറയുന്നത് കോമൺ അല്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം? R⁻⁻1 by ρ⁻⁻1. ക്ലിയർ ആണോ? എഴുതിക്കൂടെ? എഴുതാമോ? അങ്ങനെയാണെങ്കിൽ ഇത് T3/T4 ആണ്. അങ്ങനെയാണ് ഞാൻ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തു. ദാറ്റ് ഈസ് T4/T3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യെസ്, ഇതിനെ എന്ത് ചെയ്യുക? തലതിരിച്ചിടുക. അപ്പൊ എന്താ? ρ⁻Γ-1 ഡിവൈഡ് ബൈ R⁻Γ-1. ക്ലിയർ ആണോ? റെഡി? ഓക്കെ, ഇതിൽ നിന്നും എന്ത് ചെയ്യാം? ഇതിൽ നിന്നും T4 കണ്ടുപിടിക്കാം. T4 എന്ന ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ T4 എന്ന് പറയുന്നത് എന്ത് കിട്ടും? T4 എന്ന് പറയുന്നത്
T3 into അല്ലെങ്കിൽ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ചെയ്യണ്ട. എന്ത് ചെയ്താൽ മതി? ഈ T3നെ അങ്ങോട്ടേക്ക് എടുത്താൽ മതി. അങ്ങോട്ട് എടുക്കുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. T4 is equal to T3 into ബാക്കി അതേപോലെ എഴുതുക. എന്താണ്? rho raised to gamma minus 1 by r raised to gamma minus 1. r raised to gamma minus 1. Clear ആണോ? Clear ആണോ? Ready? Okay. ഇനി എന്ത് ചെയ്യാം? T3 എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളതല്ലേ? സോ ഈ T3ക്ക് പകരം എന്തിട്ട് കൊടുക്കുക? യെസ്, T3 ഇട്ട് കൊടുക്കുക. അപ്പോൾ T4 is equal to T3 എന്ന് പറയുമ്പോൾ എന്താടാ? T1 r raised to gamma minus 1 into rho. T1 r raised to gamma minus 1 into rho. ഓക്കെ, അടുത്ത് ബാക്കി ആരാ? ദാ ഇവന്മാർ അതേപോലെ എഴുതിക്കോ. എന്താണ്? that is into rho raised to gamma minus 1 by r raised to gamma minus 1. ഓക്കെ അല്ലേ? ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ r raised to gamma minus 1 r raised to gamma minus 1 ക്യാൻസൽ ആയി പോകും. അപ്പോൾ ബാക്കി ആരാ ഉള്ളത്? T4 is equal to T1 into gamma raised to rho raised to gamma minus 1. T1 കഴിഞ്ഞ് ആരുണ്ട്? റോ ഉണ്ട്. ഇപ്പൊ T1 rho into rho raised to gamma minus 1 by rho raised to gamma minus 1. ഓക്കെ, ഇത്രേ ഉള്ളൂ. അതായത് T1 rho into rho raised to gamma minus 1. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഈ റോ എന്ന് പറയുമ്പോൾ അതിന്റെ മുകളിൽ ആരാണ്? 1 അല്ലേ? അങ്ങനെയാണെങ്കിൽ T4 is equal to നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? T1 into ഇതെങ്ങനെ എഴുതാം? ദിസ് ലൈക്ക് ഇതെന്ന് പറയുന്നത് ലൈക്ക് a raised to m into a raised to n. അങ്ങനെയാണെങ്കിൽ a raised to m plus n അല്ലേ? അപ്പോൾ ഇതേപോലെ rho raised to 1 plus gamma minus 1 അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? +1 - 1 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? rho raised to gamma എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് എഴുതും? that is into rho raised to gamma എന്ന് എഴുതും. ക്ലിയർ ആണോ? this is equation 4. ക്ലിയർ ആണോ? this is equation 4. ഇനി എന്താ ചെയ്യാൻ പോവാ? നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന അറിയാവോ? we are going to substitute T3 T2 T3 T4 in equation 1. ഓക്കെ, നമ്മളെന്ന് പറയുന്നത് ഈ പറയുന്ന ഇക്വേഷൻസ് എന്ന് പറയുന്നത് T2 T3 T4 എന്ന് പറയുന്ന 3 ഇക്വേഷൻസും ഒന്നാമത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാൻ പോവുക. സോ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഇവിടെ പോയി ഇതാണ് എന്ത് ഒന്നാമത്തെ ഇക്വേഷൻ. ഞാൻ ജസ്റ്റ് ഈ ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യുന്നു? റീറൈറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് eta is equal to 1 minus 1 by rho into T4 minus T1 divided by T3 minus T2 അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോവുക? നമ്മൾ ഇതെന്ന് പറയുന്നത് T4നെയും T3നെയും T2നെയും ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഈ T4നും T3ക്കും T2നും നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ച ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? eta is equal to 1 minus 1 by gamma into T4 എന്ന് പറയുമ്പോൾ എന്താണ്? T1 into rho raised to gamma. T1 into rho raised to gamma. T1 into rho raised to gamma അല്ലേ? മൈനസ് T1 എന്ന് പറയുമ്പോൾ എന്താണ്? T1 എന്ന് പറയുന്നത് T1 തന്നെയാണ്. ഡിവൈഡഡ് ബൈ T3 എന്ന് പറയുമ്പോൾ T3 എന്ന് പറയുമ്പോൾ എന്താണ്? T3 yes T3 T1 r raised to gamma minus 1 into rho. T1 r raised to gamma minus 1 into rho അല്ലേ? മൈനസ് T2 എന്താണ്? T1 r raised to gamma minus 1. T1 r raised to gamma minus 1. T1 r raised to gamma minus 1. ക്ലിയർ ആണോ?
ക്ലിയർ ആണോ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോവാന്നറിയാമോ? ഈറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് 1 ബൈ ഗാമ ഇൻറ്റു, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോവാ? ഇനി നമ്മൾ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ക്യാൻസലിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവരിൽ കോമൺ എടുക്കാം. ഇവരിൽ ആരൊക്കെയാ കോമൺ എന്ന് പറയുക? ഇവിടെ നോക്കിക്കേടാ, നോക്ക്, ഇവിടെ എന്ന് പറയുന്നത് T1 കോമൺ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? T1 കോമൺ ആയിട്ട് എടുത്തിട്ട് റോ റേസ് ടു ഗാമ മൈനസ് 1 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? കാരണം ഇവിടുന്ന് T1 പോവല്ലേ, അപ്പോൾ അവിടെ എന്താണ്? 1 ആണ്. അതേപോലെ ഡിവൈഡഡ് ബൈ, ഇനി ഇവിടെ ആരൊക്കെ കോമൺ ആയിട്ട് എടുക്കാം നോക്കൂ. ഇവിടെയും T1 R റേസ് ടു ഗാമ മൈനസ് 1, ഇവിടെയും T1 R റേസ് ടു ഗാമ മൈനസ് 1. അപ്പോൾ T1 R റേസ് ടു ഗാമ മൈനസ് 1നെ കോമൺ ആയിട്ട് എടുത്തിട്ട് റോ മൈനസ് 1 എന്ന് എഴുതാം. ക്ലിയർ ആണോ? ഇനി അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? T1 എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ഓക്കെ, ക്ലിയർ ആണോ? ശരി, അടുത്ത സ്റ്റെപ്പ് എന്താ എഴുതുക? അത് ബാക്കി ആരൊക്കെയാ ഉള്ളത്? ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി ആരൊക്കെ ഉള്ളതെന്ന് എടുത്ത് എഴുതുക. ദാറ്റ് ഇസ് ഈറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് 1 ബൈ ഗാമ ഇൻറ്റു ആരൊക്കെയാ ഉള്ളത്? റോ റേസ് ടു ഗാമ മൈനസ് 1 ഡിവൈഡഡ് ബൈ R റേസ് ടു ഗാമ മൈനസ് 1 ഇൻറ്റു റോ മൈനസ് 1 അല്ലേ? ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഈറ്റ ഈസ് ഈക്വൽ ടു 1 ബൈ ഇക്വേഷനായി, ഇവിടുത്തെ ഇക്വേഷനായി. നമുക്ക് ഒരു കൂടെ ഭംഗിക്ക് 1 മൈനസ് 1 ബൈ ഗാമ ഇൻറ്റു, ഇവൻ ഡിനോമിനേറ്ററിലല്ലേ, സോ അവനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയാലോ? 1 ഡിവൈഡ് ബൈ R റേസ് ടു ഗാമ മൈനസ് 1 ഇൻറ്റു റോ റേസ് ടു ഗാമ മൈനസ് 1 ബൈ റോ മൈനസ് 1. റോ റേസ് ടു ഗാമ മൈനസ് 1 ബൈ റോ റേസ് ടു ഗാമ മൈനസ് 1 ബൈ റോ മൈനസ് 1. This is the equation for the efficiency of a diesel cycle. Clear ആണോ? ഓക്കെ അല്ലേ? മനസ്സിലായോ? മുഹമ്മദ് മെഫിൽ പിന്നെന്താ? ഓക്കെ, റെഡി അല്ലേടാ? മനസ്സിലായോ? ക്ലിയർ? സോ ഇത് ഓരോ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കി പോവുക. ഓക്കെ, ഓരോ സ്റ്റെപ്പും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഷോർട്ടാണ്. ഒരു 2-3 വട്ടമെങ്കിലും എഴുതി നോക്കുക. മനസ്സിലാക്കി എഴുതി നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഈ മൂന്ന് സൈക്കിളും അതേപോലെ 3 ഡെറിവേഷൻസും മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിട്ടേ പോകാവൂ കേട്ടോ. പഠിച്ചിട്ടേ പോകാവൂ. ഓക്കെ, സോ മക്കളെ, ഇത്രയും സമയം നമ്മൾ പഠിച്ച 3 ഡെറിവേഷൻസും നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 3 ഡെറിവേഷൻസും 3 ഗ്രാഫ്സും 3 സൈക്കിളും. ഓക്കെ, ഏതൊക്കെയാ? ആദ്യം പഠിച്ചതാ കാർനോട്ട് സൈക്കിൾ, ഗ്രാഫ്, എഫിഷ്യൻസി. ഓട്ടോ സൈക്കിൾ, ഗ്രാഫ്, എഫിഷ്യൻസി. ഡീസൽ സൈക്കിൾ, ഗ്രാഫ്, എഫിഷ്യൻസി. അങ്ങനെ ഈ 3 സൈക്കിൾസിന്റെ ഈ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇത്ര നേരം പഠിച്ചിട്ടുണ്ട്. അത് പഠിച്ചിട്ടേ പോകാവൂ. വേറെ ഒന്നും പഠിച്ചില്ലെങ്കിൽ അത് പഠിച്ചിട്ടേ പോകാവൂ. അതിന് ഏതെങ്കിലും ഒന്ന് ചോദിച്ചേക്കാം, 1-2 ചോദിച്ചേക്കാം. മിനിമം ഒന്നെങ്കിലും ചോദിക്കാതിരിക്കില്ല. ഓക്കെ, ശരിയല്ലേ? റെഡി? അപ്പോൾ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ ഡെറിവേഷൻ പാർട്ട് കഴിഞ്ഞു. ഓക്കെ, ഇനി കുറച്ച് തിയറീസാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? കൂളിംഗ് സിസ്റ്റത്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സെക്കൻഡ് മൊഡ്യൂളിലുള്ള കൂളിംഗ് സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത്. കൂളിംഗ് സിസ്റ്റം. ഓക്കെ, കൂളിംഗ് സിസ്റ്റത്തിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ എന്തിനാണ് ഈ കൂളിംഗ് എന്ന് പറയുന്നത്? എന്തിനാണ് ഈ കൂളിംഗ് ആലോചിച്ചിട്ടുണ്ടോ? എന്തിനാണ് തണുക്കുന്നത്? അല്ലെ, നിങ്ങളിപ്പോ വീട്ടില് നല്ല AC ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിൽ കമ്പ്യൂട്ടർ ലാബിലൊക്കെ നല്ല AC ഉണ്ടാവും അല്ലെ. പുറത്തിറങ്ങുന്ന സമയത്ത് ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കിട്ടിയ ഒരു എഫക്ട് എന്ന് പറയുന്നത് ഒരു കൂളിംഗ് എഫക്റ്റ് ആണ്. കമ്പ്യൂട്ടർ ലാബിൽ കയറിയപ്പോൾ AC ഉള്ളത് കൊണ്ട് ഒരു കൂളിംഗ് എഫക്റ്റ് ആണ് കിട്ടിയത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൂളിംഗ് എന്ന് പറയുന്നത്? എന്തിനു വേണ്ടിയിട്ട് ഈ കൂളിംഗ് എന്ന് പറയുന്നത്? തണുക്കാൻ അല്ലെ. അപ്പോ നമുക്ക് മാത്രം തണുത്താൽ മതിയോ? ഇല്ല. നമുക്ക് ചൂട് കൂടുമ്പോൾ എന്താ പറയാ, ഓരോ ബുദ്ധിമുട്ടുകൾ ഉള്ളത് പോലെ തന്നെ നമുക്ക് നമ്മുടെ മെഷീൻസിനും അല്ലെങ്കിൽ നമ്മുടെ എൻജിൻസിനും എന്തുണ്ട്?
കൂളിങ്ങിന്റെ ആവശ്യമുണ്ട്, കൂളിങ്ങിന്റെ ആവശ്യം, തണുപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ എഞ്ചിന്റെ കൂളിംഗ് സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, റെഡി? ഇപ്പൊ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഫ്യൂവൽ എന്ന് പറയുന്നത് കത്തുന്നു. ദാറ്റ് ഈസ് ഫ്യൂവൽ എന്ന് പറയുന്നത് കമ്പഷൻ നടക്കുന്നു. ഈ ഫ്യൂവൽ കമ്പഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു. ഈ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് 100% വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടോ? 100% വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, 100% വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. only 30% ഓഫ് ഹീറ്റ് മാത്രമേ വർക്കായിട്ട് കൺവേർട്ട് ആകുന്നുള്ളൂ. മനസ്സിലായോ? 30% ഓഫ് ദ ഹീറ്റ് എന്ന് പറയുന്നത് അബ്സോർബ് ചെയ്യുന്ന ആരാന്നറിയാവോ? നമ്മുടെ എഞ്ചിൻ പാർട്സാ. ഏതൊക്കെയാ? പിസ്റ്റൺ, സിലിണ്ടർ ഹെഡ്, സിലിണ്ടർ വോൾ. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഈ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിന്റെ 30% ആരാ അബ്സോർബ് ചെയ്യുന്നത്? പിസ്റ്റൺ അബ്സോർബ് ചെയ്യുന്നു, സിലിണ്ടർ ഹെഡ് അബ്സോർബ് ചെയ്യുന്നു, സിലിണ്ടർ വോൾ അബ്സോർബ് ചെയ്യുന്നു. അല്ലേ? നിങ്ങൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് അല്ലേ? നിങ്ങൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണെങ്കിൽ നാളെ നിങ്ങൾക്ക് ഞാൻ ഒരു ഐഡിയ ഒക്കെ പറഞ്ഞിട്ട് ഒരു പ്രോജക്ട്, നിങ്ങളുടെ ഫൈനൽ പ്രോജക്ട് ഐഡിയ പറഞ്ഞു തരട്ടെ. നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് നോക്ക്, നമ്മുടെ ഈ പറയുന്ന നമ്മുടെ എഞ്ചിന്റെ അകത്തുള്ള പാർട്സ് അല്ലേ, പിസ്റ്റൺ, സിലിണ്ടർ ഹെഡ്, സിലിണ്ടർ വോൾ എന്ന് പറയുന്നത്, അത് തന്നെ ഏകദേശം 30% ഹീറ്റും അബ്സോർബ് ചെയ്യുന്നുണ്ട്. ചുമ്മാ ജസ്റ്റ് ഒരു ഐഡിയ തരാം, ചുമ്മാ നിങ്ങൾ റിസർച്ച് ചെയ്യും. ഓക്കെ, വേറെ ഏതെങ്കിലും മെറ്റീരിയൽസ് കൊണ്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്ക്. കാരണം എന്താ, ഇത് നമ്മുടെ പിസ്റ്റണും സിലിണ്ടർ ഹെഡും സിലിണ്ടർ വോളും നമ്മുടെ മെറ്റീരിയൽസ് ഏതാ യൂസ് ചെയ്യുന്നത് നമുക്ക് അറിയാലോ. ആ മെറ്റീരിയൽസ് യൂസ് ചെയ്തത് കൊണ്ടായിരിക്കില്ലേ 30% ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഒരു ഓൾട്ടർനേറ്റ് മെറ്റീരിയൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ? എന്തിനു വേണ്ടിയിട്ടാ? ഇത്രത്തോളം 30% ഓഫ് ഹീറ്റും അബ്സോർബ് ചെയ്യുന്നില്ല, ഒരു 10% ഹീറ്റ് പോലും അബ്സോർബ് ചെയ്യാത്ത ഒരു 10% ഹീറ്റും അബ്സോർബ് ചെയ്യാത്ത ഒരു എന്താ പറയാ എഞ്ചിൻ പാർട്സിനെ കൊണ്ടുവരാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്, എഞ്ചിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് കൂടും. എഞ്ചിന്റെ എഫിഷ്യൻസി കൂടിക്കഴിഞ്ഞാൽ ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് കുറയും. അല്ലേ? നമുക്ക് കുറച്ച് ഫ്യൂവൽ കൊണ്ട് കൂടുതൽ എഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലേ? അതൊരു ചെറിയൊരു ഐഡിയ ആണ്. ചുമ്മാ ചില കുട്ടികൾക്ക് ഇങ്ങനെ എഞ്ചിനീയറിംഗ് മീൻസ് എഞ്ചിൻസ് ഒക്കെ ഭയങ്കര ക്രൈസ് അല്ലേ? ചുമ്മാ ആലോചിച്ച് നോക്ക്, ഗൂഗിളൊക്കെ റിസർച്ച് ചെയ്യും. അപ്പോൾ നമ്മുടെ മെറ്റൽസ് അല്ലേ യൂസ് ചെയ്യുന്നത് എഞ്ചിൻ പാർട്സിന് വേണ്ടിയിട്ട്? വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ്, കോമ്പോസിറ്റ് മെറ്റീരിയൽസോ വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് കൊണ്ട് നമുക്ക് എഞ്ചിൻ പാർട്സ്, ഇത്ര ഹാർഡ് ആയിട്ടുള്ള എഞ്ചിൻ പാർട്സ് ഉണ്ടാക്കാൻ പറ്റുമോ? ചുമ്മാ റിസർച്ച് ചെയ്യും. അങ്ങനെ എങ്ങാനും ഫ്യൂച്ചറിൽ ആരെങ്കിലും ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അതൊരു റെവല്യൂഷൻ അല്ലേ? ഓക്കെ, അങ്ങനെ നമുക്ക് മോർ എഫിഷ്യൻസി ഉള്ള എഞ്ചിൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ശരി, അപ്പൊ നോക്കേ, ശരി, റെഡി. അപ്പോൾ ഇപ്പം 30% ഓഫ് ഹീറ്റും എന്ത് ചെയ്യുന്നുണ്ട്? പിസ്റ്റൺ, സിലിണ്ടർ ഹെഡ്, സിലിണ്ടർ വോൾ എന്ന് പറയുന്നത് അബ്സോർബ് ചെയ്യുന്നു. സോ there is a necessity to remove heat. അല്ലെ? heat should be removed. heat should be removed. ഹീറ്റ് നമ്മൾ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. അല്ലേടാ, ഹീറ്റിനെ റിമൂവ് ചെയ്യണം. അല്ലെ? നമ്മുടെ സിലിണ്ടറിന്റെ വോൾ എന്ന് പറയുന്നത്, സിലിണ്ടർ വോൾ എന്ന് പറയുന്നത് അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ 250 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം. ലെസ് ദാൻ 250 ഡിഗ്രി സെൽഷ്യസ്. അതായത് 250 ഡിഗ്രി സെൽഷ്യസിനെക്കാട്ടിലും കൂടാൻ പാടില്ല. ദാറ്റ് മീൻസ് നമ്മൾ ബിലോ 250 ഡിഗ്രി സെൽഷ്യസ് മെയിൻറ്റെയിൻ ചെയ്യണം. ക്ലിയർ ആണോ? ശരിയല്ലേ? കാരണം എന്താ, നമ്മൾ ഒരുപാട് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അവിടെ വേറെ സാധനം സംഭവിക്കും. എന്താണ്? തെർമൽ എക്സ്പാൻഷൻ സംഭവിക്കും. എന്ത് സംഭവിക്കും? തെർമൽ എക്സ്പാൻഷൻ സംഭവിക്കും. തെർമൽ എക്സ്പാൻഷൻ സംഭവിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ സിലിണ്ടറിന്റെ സൈസ് എന്ന് പറയുന്നത് കൂടും. സിലിണ്ടർ സൈസ് അല്ല, പിസ്റ്റന്റെ സൈസ് എന്ന് പറയുന്നത് കൂടും. ഓൾറെഡി സിലിണ്ടറിന്റെ അകത്ത് വളരെ അത്യാവശ്യം നല്ല മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ മാത്രമേ നമ്മൾ എന്ത് വെച്ചിരിക്കുന്നത്? ഈ പറഞ്ഞ പിസ്റ്റൺ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പിസ്റ്റൺ കൂടെ വലുതായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സിലിണ്ടറിന്റെ അകത്ത് ജാം ആയി പോകും. അതിന് വേറെ ടേം പറയും, ദാറ്റ് ഈസ് സീസ് ആയി പോകുമെന്ന് പറയും. സീസ്. നിങ്ങൾ വർക്ക്ഷോപ്പിൽ പോകുന്ന സമയത്ത് ചില വണ്ടികളൊക്കെ കണ്ടിട്ടില്ലേ? അത് എഞ്ചിൻ സീസ് ആയതെന്നൊക്കെ പറയും. എന്താ എഞ്ചിൻ സീസ് എന്ന് പറയുന്നത്? എഞ്ചിൻ എന്ന് പറയുന്നത് ഓവർ ഹീറ്റ് ആയിട്ട് പിസ്റ്റൺ എന്തായി പോയി? നല്ല എക്സ്പാൻഡ് ആയി പോയി. മനസ്സിലാവുന്നുണ്ടോ? എക്സ്പാൻഡ് ചെയ്ത് സിലിണ്ടറിനുള്ളിൽ സ്റ്റക്ക് ആയി പോയി. ദാറ്റ് ഈസ് കോൾഡ്
എൻജിൻ സീസ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എൻജിൻ എന്ന് പറയുന്നത് ഒരുപാട് ഹോട്ട് ആയി കഴിഞ്ഞാൽ, എൻജിൻ എന്ന് പറയുന്നത് ഒരുപാട് ഹോട്ട് ആയി കഴിഞ്ഞാൽ അതിന്റെ ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്, എൻജിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. അതുകൊണ്ട് മസ്റ്റായിട്ട് നമ്മൾ എൻജിൻ എന്ത് ചെയ്യണം? കൂൾ ചെയ്തിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കൂളിംഗ് സിസ്റ്റംസ് ഓരോന്നും പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എൻജിന്റെ കൂളിംഗ് സിസ്റ്റംസ് ക്ലിയർ ആണോ? 2 ടൈപ്പ് ഓഫ് കൂളിംഗ് സിസ്റ്റം ആണ് നമുക്കുള്ളത്. ഒന്നെന്ന് പറയുന്നത് എയർ കൂളിംഗ് സിസ്റ്റം, എയർ കൊണ്ട് കൂൾ ചെയ്യുക. 2 എന്ന് പറയുന്നത് ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം. എന്താണ്? ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം, ലിക്വിഡ് യൂസ് ചെയ്ത് കൂൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് തോന്നരുത്, ഈ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ AC പോലെ എഞ്ചിനെ തണുപ്പിക്കുക എന്നുള്ളതല്ല. മനസ്സിലായി? എന്തിനു വേണ്ടിയിട്ട് കൂളിംഗ് സിസ്റ്റം കൊടുക്കുന്നു? അതായത് എഞ്ചിനെ ടു ഹോട്ടാക്കാണ്ട്, ഒരുപാട് ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് കൊടുക്കുന്നത്? ഈ പറയുന്ന കൂളിംഗ് സിസ്റ്റം കൊടുക്കുന്നത്. അല്ലാതെ എഞ്ചിൻ ചൂടാവാണ്ടിരിക്കാൻ വേണ്ടിയല്ല. എഞ്ചിൻ ചൂടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരുപാട് ചൂടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ കൂളിംഗ് സിസ്റ്റംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എയർ കൂളിംഗ്. എന്താണ് എയർ കൂളിംഗ് എന്ന് പറയുന്നത്? ദി കൂളിംഗ് മെത്തേഡ് ഇൻ വിച്ച് ഹീറ്റ് ഈസ് ഡയറക്ട്ലി ഡിസിപ്പേറ്റഡ് ഇൻ ടു ദ എയർ അറൌണ്ട് ദ സിലിണ്ടർ ഇസ് കോൾഡ് എയർ കൂളിംഗ്. അതായത് വേറെ ഒന്നുമില്ല, കാറ്റുകൊണ്ട് കൂൾ ചെയ്യുക. ദാറ്റ് മീൻസ് ഹീറ്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി എങ്ങോട്ടേക്ക് വിടുക? നമ്മുടെ സറൗണ്ടിങ് എയറിലോട്ട് വിടുക. കമ്പാരിറ്റീവ്ലി എഞ്ചിന്റെ അകത്തുള്ള ടെമ്പറേച്ചറിനെ കാട്ടിലും എയറിന്റെ ടെമ്പറേച്ചർ പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ ഹീറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഹോട്ട് ബോഡിയിൽ നിന്നും കോൾഡ് ബോഡിയിലോട്ടല്ലേ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ എഞ്ചിന്റെ അകത്തുള്ള ഹീറ്റ് എന്ന് പറയുന്നത് എങ്ങോട്ട് പോകും? എയറിലോട്ട് പോകും. എയറിന്റെ ടെമ്പറേച്ചർ കമ്പാരിറ്റീവ്ലി ലെസ് ആണ്. The basic principle involved in this type of cooling system is to have a current of air flowing continuously over the heated surface from where the heat is to be removed. Okay, അപ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് എഞ്ചിൻ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യും? ഈ പറയുന്ന എയർ എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കുന്നു. എയറിനെ കണ്ടിന്യൂസ്ലി നമ്മുടെ എഞ്ചിനിലോട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എഞ്ചിനിൽ ഒരുപാട് ചൂടാവുന്ന പാർട്സിലോട്ട് എയർ എത്തി എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ആ രീതിക്കാണ് നമ്മൾ എഞ്ചിൻസിനെ ഡിസൈൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇത് എവിടേക്കാണ് നമ്മൾ ഈ എയർ കൂളിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മോട്ടോർ സൈക്കിൾസ്, എയർപ്ലെയിൻ എഞ്ചിൻസ്, സ്മോൾ സ്റ്റേഷനറി എഞ്ചിൻസ്. In this type, heat is dissipated directly to the air after being conducted through the cylinder walls. Okay, so ഇതാണെന്ന് പറയുന്നത് സാധാരണ ഒരു ബൈക്ക് സിലിണ്ടറിലെ അല്ലെങ്കിൽ സ്കൂട്ടർ സിലിണ്ടറിലെ ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ബൈക്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബൈക്കിന്റെ സിലിണ്ടറിൽ കുറെ ഫിൻസ് പോലെ സാധനം കാണാൻ പറ്റും അല്ലെ? ഇങ്ങനെ വരകൾ പോലെ കാണാൻ പറ്റും എഞ്ചിനിൽ. ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മൾ ഈ ബൈക്കൊക്കെ തുളയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ വിരല് കയറത്തില്ല. ശ്രദ്ധിച്ചിട്ടില്ല? എഞ്ചിന്റെ ഒരു പാർട്ട്, അതിനെ പറഞ്ഞ പേരാണ് ഫിൻസ് എന്ന് പറയും. എന്ത് പറയും ഇവിടെ? ഫിൻസ്. കൂളിംഗ് ഫിൻസ് എന്ന് പറയും. എന്ത് പറയും? കൂളിംഗ് ഫിൻസ്. അപ്പൊ എയർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? കൂളിംഗ് ഫിൻസിലോട്ട് വരണം. ഈ ബ്ലോവർ എന്തിനാ വെച്ചിരിക്കുന്നത് അറിയാവോ? ബ്ലോവർ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് വരുന്ന എയറിനെ ഇങ്ങനെ ശക്തിയിൽ ഫിൻസിന്റെ ഇടയ്ക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ് ചില വണ്ടികളിൽ ഈ ബ്ലോവേഴ്സ് വെച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ബൈക്കിന്റെ എഞ്ചിനിലൊന്നും എന്തില്ല? ബ്ലോവേഴ്സ് ഇല്ല. ഓക്കെ, അവിടെ എന്താ? ഇതൊക്കെ ഫിൻസാ. എന്തിനാണ് ഫിൻസ് യൂസ് ചെയ്യുന്നത്? യൂഷ്വലി ഫിൻസ് ആർ പ്രൊവൈഡഡ് ഓൺ ദ ഔട്ടർ സർഫസ് ഓഫ് ദ സിലിണ്ടർ. അല്ലെ, ശ്രദ്ധിച്ചു നോക്ക്, നമ്മുടെ ബൈക്കിൽ സിലിണ്ടർ വരുന്ന ഭാഗത്താണ് ഈ കൂളിംഗ് ഫിൻസ് വെച്ചിരിക്കുന്നത്. ആൻഡ് സിലിണ്ടർ ഹെഡ് ടു ഇൻക്രീസ് ദ ഏരിയ എക്സ്പോസ് ടു ദ കൂളിംഗ് എയർ. അല്ലെ, അപ്പോ മാക്സിമം ഈ കൂളിംഗ്, ഇപ്പം എഞ്ചിനിൽ നിന്ന് വരുന്ന ഹീറ്റ് എന്ന് പറയുന്ന എയറിലോട്ട് പോകണമെങ്കിൽ മാക്സിമം സർഫസ് ഏരിയ കൊടുക്കുക എന്നുള്ളതാണ് ഫിൻസിന്റെ എന്താ പറയാ ദൗത്യം എന്ന് പറയുന്നത്. ഓക്കെ, cylinder head to increase the area exposed to the cooling air. In some case, a blower is fitted with throws air or these fins to increase the heat transfer rate. In mobile engines, the forward velocity of the engine helps to increase the air velocity. Clear ആണോ? അപ്പൊ ചില വെഹിക്കിൾസിൽ നമ്മൾ ബ്ലോവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ആ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. കാറ്റിങ് നല്ല ശക്തിയിൽ അടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് എന്ത് ചെയ്യും? ഹീറ്റ് പുറത്തോട്ട് പോകും. അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ബ്ലോവേഴ്സ് യൂസ് ചെയ്യുന്നത്. ബ്ലോവേഴ്സിൽ നിന്ന് എയർ എടുത്ത് ബ്ലോവേഴ്സ് വഴി എന്ത് ചെയ്യും? ഫിൻസിൽ ശക്തിയായിട്ട് നല്ല ഹൈ വെലോസിറ്റിയിൽ അടിക്കും. ക്ലിയർ? ഓക്കെ, ഇനി ഈ എയർ കൂളിംഗ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്? എയർ കൂളിംഗ് സിസ്റ്റം അഡ്വാൻറ്റേജ് പറയുമ്പോൾ സിമ്പിൾ ആണ്, ലൈറ്റ് ആണ്, ചീപ്പ് ആണ്, ആൻഡ് ആബ്സെൻസ് ഓഫ് വാട്ടർ ആൻഡ് സർക്കുലേഷൻ സിസ്റ്റം. അല്ലെ,
ഇവിടെ എന്ത് വേണ്ട? വാട്ടറോ അതിനൊരു സർക്കുലേഷൻ സിസ്റ്റം ഒന്നും വേണ്ട. വാട്ടർ വേണമെങ്കിൽ അതിന് സർക്കുലേഷൻ സിസ്റ്റത്തിന് പമ്പൊക്കെ വേണം അല്ലേ? അപ്പൊ വാട്ടറോ വേറെ എന്തെങ്കിലും സർക്കുലേഷൻ സിസ്റ്റമോ ഒന്നുമില്ലെങ്കിലും എന്ത് നടക്കും? ഇവിടെ എയർ കൂളിംഗ് വഴി എഞ്ചിൻ കൂൾ ആവുക ചെയ്യും. The main disadvantage of the system is the non-uniformly in cooling. Also, it is difficult to control the cooling rate. അല്ലേ? ഇപ്പോ ഒരുപാട് നല്ല ശക്തിയിൽ കാറ്റ് വന്ന് നല്ല തണുത്ത കാറ്റ് വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ എന്ന് പറയുന്നത് കൂളായിക്കൊണ്ടേയിരിക്കും. പക്ഷേ എല്ലാ പ്രാവശ്യവും അതേപോലെ അവിടെ നിർബന്ധമുണ്ടോ? ഇല്ല. നല്ല ചൂട് കാറ്റാണ് വന്നതെങ്കിലോ നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത് എല്ലാം കുറയും അല്ലേ? സോ എപ്പോഴും ഈ പറഞ്ഞ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത് എയർ കൂളിംഗ് സിസ്റ്റത്തിൽ എന്തായിരിക്കില്ല? കോൺസ്റ്റന്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ എപ്പോഴും യൂണിഫോം ആയിരിക്കില്ല എയർ കൂളിംഗ് സിസ്റ്റത്തിൽ നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അടുത്തത് പറയുന്നത് ലിക്വിഡ് കൂളിംഗ് അല്ലെങ്കിൽ അതിൽ വേറൊരു പേരിട്ട് വിളിക്കും വാട്ടർ കൂളിംഗ് എന്ന് പറയും. ഓക്കെ, എന്താണ് ലിക്വിഡ് കൂളിംഗ്, എന്താണ് വാട്ടർ കൂളിംഗ്? രണ്ടും സെയിം തന്നെ കേട്ടോ. ഇവിടെ നോക്കിയേ, ഇൻ ലിക്വിഡ് കൂളിംഗ് വാട്ടർ ഈസ് ജനറലി യൂസ്ഡ് ആസ് ദ കൂളിംഗ് മീഡിയം. നമ്മുടെ എയർ കൂളിംഗിൽ നമ്മൾ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മീഡിയം എന്ന് പറയുന്നത് എയർ ആണെങ്കിൽ, ഇവിടെ നമ്മൾ കൂൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മീഡിയം എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്, അതായത് വാട്ടർ ആണ്. ഇറ്റ് ഈസ് സർക്കുലേറ്റഡ് ത്രൂ പാസേജസ് അറൌണ്ട് ദ മെയിൻ കമ്പോണൻസ് വിച്ച് ആർ ഗെറ്റിംഗ് ഹീറ്റഡ്. Okay, these passages are called water jackets. The circulation of water is obtained either by using a pump or by gravity force. അതായത് നമ്മുടെ ലിക്വിഡ് കൂളിംഗ് എഞ്ചിൻസിൽ എന്താ സംഭവിക്കുന്ന അറിയാവോ? മെയിൻ ആയിട്ട് എഞ്ചിനിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സച്ചു സി പ്രോഗ്രാമിങ്ങിന്റെ ക്ലാസ് തന്നെ തരാട്ടോ, വിഷമിക്കണ്ട. അതിൽ ആക്ച്വലി മൊഡ്യൂൾ 2 നോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് അത് ഇട്ട കേട്ടോ. നമുക്ക് എന്താ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫസ്റ്റ് തൊട്ടുള്ള സ്ലൈഡ്സ് ഒക്കെ ഇട്ടുതരാവേ. ഓക്കെ, ഉടനെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പക്ഷെ ഈ എക്സാമിന് സീരീസ് എക്സാമിന് ശേഷം സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം അല്ലെങ്കിൽ വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിൽ എന്താ സംഭവിക്കുന്നത്? എവിടെയാണ് നമ്മൾ ഈ വാട്ടർ കൂളിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്? എഞ്ചിനിൽ മെയിനായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഭാഗങ്ങളിൽ ചുറ്റും എന്തുണ്ടാവും? ഒരു വാട്ടർ പോകാനുള്ള ഒരു സ്ഥലം ഉണ്ടാവും അല്ലെ? ഒരു വാട്ടർ പോകാനുള്ള ഒരു പാസേജസ് ഉണ്ടാകും. ഓക്കെ, ഈ വാട്ടർ പാസേജസ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ജാക്കറ്റ്സ് എന്ന് പറയും. എന്ത് പറയും? വാട്ടർ ജാക്കറ്റ്സ് എന്ന് പറയും. ക്ലിയർ ആണോ? അപ്പോൾ ഈ എയറിനെ ഇങ്ങനെ ഈ വാട്ടറിന് എന്ത് ചെയ്യണം? എഞ്ചിന്റെ ചുറ്റും എപ്പോഴും എന്ത് ചെയ്യണം? സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഒന്നിൽ ഗ്രാവിറ്റി ഫോഴ്സ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ എന്തെന്ന് പറയും? ഒരു പമ്പ് യൂസ് ചെയ്യും. ക്ലിയർ ആണോ? In this water, after passing through the engine jackets, flows to a radiator. In the radiator, the heated water gets cooled by an airflow caused by a forward motion of the automobile. To increase the heat transfer area, the radiator tubes are provided with fins. Simple അല്ലേ? എന്താ സംഭവം അറിയാവോ? എഞ്ചിന് ചുറ്റും എന്തുണ്ട്? വാട്ടർ ജാക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ എഞ്ചിന് ചുറ്റുമുള്ള വാട്ടർ ജാക്കറ്റ്സിൽ ഈ വാട്ടർ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഈ വാട്ടർ ജാക്കറ്റ്സിനകത്തുള്ള വാട്ടർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? എഞ്ചിനുള്ള ഹീറ്റിനെ വലിച്ചെടുക്കുകയും ഈ വാട്ടർ എന്ന് പറയുന്നത് നല്ല ചൂടുള്ള വെള്ളമായി മാറുകയും ചെയ്യും. ഈ ചൂടുള്ള വെള്ളം എന്ന് പറയുന്നത് നേരെ പോകുന്ന എങ്ങോട്ടാ? ഫ്ലോസ് ടു എ റേഡിയേറ്റർ. ഓക്കെ, അപ്പൊ റേഡിയേറ്ററിന്റെ അകത്ത് എന്തുണ്ട്? നല്ല ചൂട് വെള്ളമുണ്ട്. അപ്പൊ റേഡിയേറ്ററിന്റെ അകത്തുള്ള ചൂട് വെള്ളത്തിനെ തണുപ്പിക്കുക എന്നുള്ള അടുത്ത പരിപാടി. അതെങ്ങനെയാ തണുപ്പിക്കുക? അതെന്ന് പറയുന്നത് നമ്മൾ വണ്ടി ഇങ്ങനെ ഫ്രണ്ടിൽ പോകുന്ന സമയത്ത് കാറ്റടിക്കത്തില്ലേ? ആ കാറ്റ് കൊണ്ടാണ് റേഡിയേറ്ററിന്റെ അകത്തുള്ള ചൂടെന്ന് പറയുന്നത്, റേഡിയേറ്ററിനകത്തുള്ള വെള്ളം എന്ന് പറയുന്നത് തണുക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അതുകൊണ്ട് റേഡിയേറ്റർ ട്യൂബ്സിനെ എന്താണ്? റേഡിയേറ്റർ ട്യൂബ്സ് ആർ പ്രൊവൈഡ് വിത്ത് ഫിൻസ്. റേഡിയേറ്റർ ട്യൂബ്സ് എന്ത് വെക്കുന്നു? ഫിൻസ് വെക്കുന്നു, ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ റേഡിയേറ്ററിൽ നിന്ന് തണുത്ത വെള്ളമാണ് വീണ്ടും പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ എഞ്ചിന്റെ പുറത്തോടെ പോകുന്ന വാട്ടർ ജാക്കറ്റ്സ് എന്താവും? തണുത്ത വെള്ളം ചൂടായി മാറുകയും നേരെ റേഡിയേറ്ററിൽ വരികയും റേഡിയേറ്ററിൽ വെള്ളം തണുക്കുന്നു. എങ്ങനെ? നമ്മുടെ വെഹിക്കിളിന്റെ ഫോർവേഡ് മോഷൻ വഴി അടിക്കുന്ന കാറ്റ് കാരണം എന്ത് സംഭവിക്കും? റേഡിയേറ്ററിലുള്ള വെള്ളം തണുക്കുകയും സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്യും. ക്ലിയർ ആണോ? In most cases, a fan is provided to establish forced circulation of air over the radiator tubes, which increase the heat transfer rate. The radiator consists essentially of an upper filler tank and a lower tank. Radiating elements are provided in between these tanks. ഇവിടെ നോക്കിക്കേ, ഇവിടെ ചില കേസിൽ എന്തുണ്ടാവും? ചില കേസിൽ ഫാൻസ് വെച്ചിട്ടുണ്ടാവും, ബ്ലോവേഴ്സ് വെച്ചിട്ടുണ്ടാവും. ഈ ബ്ലോവേഴ്സ് വെക്കുന്ന സമയത്ത് നല്ല സ്പീഡിൽ എവിടെ കാറ്റടിക്കും? എങ്ങോട്ട്? റേഡിയേറ്ററിലോട്ട്. അപ്പം ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും.
ഓക്കെ, ഇനി റേഡിയേറ്റർ എലമെന്റ്സ് എന്ന് പറയുന്നത് പ്രൊവൈഡഡ് ഇൻ ബിറ്റ്വീൻ ദീസ് ടാങ്ക്സ്. ഏതൊക്കെയാ? റേഡിയേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും അതിനൊരു അപ്പർ ഫില്ലർ ടാങ്ക് ഉണ്ടാവും, ഒരു ലോവർ ടാങ്ക് ഉണ്ടാവും. അപ്പർ ഫില്ലർ ടാങ്ക് ഉണ്ടാവും, ഒരു ലോവർ ടാങ്ക് ഉണ്ടാവും. ഈ ടാങ്കിന്റെ ഇടയിൽ കൂടെ ആയിരിക്കും ആര് പോകുന്നത്? ദ റേഡിയേറ്റിംഗ് എലമെന്റ്സ് ആർ പ്രൊവൈഡഡ് ഇൻ ബിറ്റ്വീൻ ദീസ് ടാങ്ക്സ്. ദ അപ്പർ ടാങ്ക് എന്ന് പറയുന്നത് കണക്റ്റഡ് ടു എവിടെ? വാട്ടർ ഔട്ട്ലെറ്റ്. അപ്പർ ടാങ്ക് എന്ന് പറയുന്നത് വാട്ടർ ഔട്ട്ലെറ്റ് ആയിരിക്കും കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫ്രം ദ എഞ്ചിൻ ജാക്കറ്റ് ബൈ എ റബ്ബർ ഹോസ്. And the lower tank is connected by a hose to the jacket inlet. Okay, ഇൻലെറ്റിലോട്ട് കണക്ട് ചെയ്യുന്ന ടാങ്ക് എന്ന് പറയുന്നത് ലോവർ ടാങ്ക് ആണ്. അതേപോലെ ഔട്ട്ലെറ്റിലോട്ട് കണക്ട് ചെയ്യുന്നത് അപ്പർ ടാങ്ക് ആണ്. ക്ലിയർ ആണോ? ഓക്കെ, ഇതെന്ന് പറയുന്നത് റബ്ബർ ഹോസ് യൂസ് ചെയ്തിട്ടാ നമ്മൾ കണക്ട് ചെയ്യുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി നമ്മളെ വലിയ വലിയ മീൻസ് നോർത്ത് സൈഡ് ഒക്കെ പോകുന്ന സമയത്ത് ഉള്ള നല്ല തണുത്ത രാജ്യങ്ങളില്ലേ, ഫോർ എക്സാമ്പിൾ ഫിൻലാൻഡ്, സ്വീഡൻ, ഓക്കെ, നോർവേ, അവിടെയൊക്കെ അണ്ടർ എക്സ്ട്രീം കോൾഡ് ടു അവോയ്ഡ് ഫ്രീസിംഗ് ഓഫ് വാട്ടർ ഇൻ റേഡിയേറ്റർ ട്യൂബ്സ് സംടൈംസ് ആന്റി ഫ്രീസ് സൊല്യൂഷൻ കണ്ടെയ്നിങ് എത്തിലീൻ ഗ്ലൈക്കോൾ ഈസ് ആഡഡ് വിത്ത് ദ കൂളിംഗ് വാട്ടർ. അല്ലെ, അവിടേക്ക് എന്താ സംഭവം? നമ്മുടെ റേഡിയേറ്ററിനകത്തുള്ള വെള്ളം എന്ന് പറയുന്നത് എന്തായി പോകും? ഫ്രീസ് ആയി പോകും. ആലോചിച്ച് നോക്ക്, വണ്ടിയിൽ റേഡിയേറ്ററിനകത്തുള്ള വെള്ളം ഫ്രീസ് ആയി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പം ഈ പറയുന്ന റേഡിയേറ്ററിന്റെ വെള്ളം ഐസ് ആകാൻ പാടില്ല. ഐസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ആന്റി ഫ്രീസ് സൊല്യൂഷൻ ഒഴിച്ചു വെക്കും. ഏത്? വെള്ളത്തിന്റെ കൂടെ. അത് ആന്റി ഫ്രീസ് സൊല്യൂഷൻ പറയുന്നത് എത്തിലീൻ ഗ്ലൈക്കോൾ ആണ്. എത്തിലീൻ ഗ്ലൈക്കോൾ ആണ്. സോ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ, നമ്മുടെ എഞ്ചിൻസിന്റെ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ രണ്ട് കൂളിംഗ് സിസ്റ്റം, നമ്മുടെ എയർ കൂളിംഗ് സിസ്റ്റം ആൻഡ് വാട്ടർ കൂളിംഗ് സിസ്റ്റം. പഠിച്ചല്ലോ? റെഡി അല്ലേ? മനസ്സിലായോ? സെറ്റ് ആണോ? സെറ്റ് ആണെങ്കിൽ കമന്റ് ബോക്സിൽ പറയുകടാ, ചാറ്റ് ബോക്സിൽ പറയുകടാ. ഓക്കെ, സെറ്റ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? റെഡി ആണോ? ഓക്കെ, സോ കെമിസ്ട്രി കൊണ്ടുവരികയാണെങ്കിൽ തീയാകും. യാ, ഡെഫിനറ്റ്ലി, ദാറ്റ്സ് എ ഗുഡ് പോയിന്റ്. ഓക്കെ, സെറ്റാക്കാം, എല്ലാം സെറ്റാക്കാം കേട്ടോ. ആൻഡ് ഇവിടെ നോക്കിക്കേടാ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ലൈവ് എന്ത് ചെയ്യുക? ലൈവ് എന്ന് പറയുന്നത് ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ദെൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ. റെഡി? അടുത്തിൽ പോയാലോ? പോകാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൂബ്രിക്കേഷൻ ഓഫ് ഐസി എഞ്ചിൻസ് ആണ്. ലൂബ്രിക്കേഷൻ ഓഫ് ഐസി എഞ്ചിൻസ്. അപ്പൊ ലൂബ്രിക്കേഷൻ ഓഫ് ഐസി എഞ്ചിൻസ് എന്തിനാണ് ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത്? എന്തിനാണ് ലൂബ്സ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം, സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ബൈക്കില്ലേ, ബൈക്ക് പോട്ടെ, സൈക്കിളില്ലേ, സൈക്കിൾ ഓടിക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ അല്ലെ? സർ നോക്കിക്കോ, യൂണിവേഴ്സിറ്റി എക്സാം ടൈമിൽ എല്ലാവരും ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് തേടി വരും. നോക്കിക്കോ, വരട്ടെ, എല്ലാവരും വരട്ടെ. അഭിരാം രാജീവ്, സർ ഇപ്പോൾ സ്റ്റാർട്ടാക്കിയ എത്ര മാർക്ക് കിട്ടും? പ്രോഗ്രാമിംഗ്, BME, ഫിസിക്സ്. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്താൽ പോലും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണം, പക്ഷെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, യു ഹാവ് ടു സ്റ്റാർട്ട്. ഓക്കെ, ജസ്റ്റ് സ്റ്റാർട്ട്. തുടങ്ങിക്കോ. തുടങ്ങി കഴിഞ്ഞാൽ അതൊരു ഫ്ലോയിൽ അങ്ങ് പൊക്കോളും. മനസ്സ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ തുടങ്ങിയാലും മതി, ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, നമ്മൾ ഇനിയിപ്പം നമ്മുടെ അറിയാലോ, നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ലൈവ്സ് ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ തന്നെ നിങ്ങൾക്ക് വന്നാൽ പോലും നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലെ പകുതി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് എക്സാം ടൈമിൽ ജസ്റ്റ് ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്താൽ മാത്രം മതിയാവും. ഓക്കെ, ഇനി നമ്മുടെ കൂടുതൽ ഡെയിലി ലൈവുകൾ കണ്ടാൽ മതി. അന്നെ ലൈവ് ആണ്, അന്നെ പഠിച്ചു പോവുക. സെറ്റാ? ഓക്കെ, ശരിടാ. ലൂബ്രിക്കേഷൻ. സൈക്കിൾ ചെയിൻ എന്ന് പറയുന്നത് കുറെ കാലം ഓടിച്ചു കഴിയുന്ന സമയത്ത് എന്താ സംഭവിക്കുക? നല്ല കട്ടി ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കും അല്ലെ? അപ്പോൾ നല്ല ചെയിനൊക്കെ നല്ല സ്മൂത്ത് ആവുകയും നമുക്ക് അടിപൊളിയായിട്ട് സ്പീഡിൽ എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ സൈക്കിൾ ചവിട്ടി തോൽപ്പിക്കാനൊക്കെ പറ്റും, റേസ് ഒക്കെ വെക്കാൻ പറ്റും അല്ലെ? പണ്ട് വെച്ചിട്ടില്ല നിങ്ങൾ അല്ലേ? അഭിരാം രാജീവ് സ്റ്റാർട്ടാക്കി ഇന്നലെ മുതൽ. വെരി ഗുഡ്. ഓക്കെ, എല്ലാം തുടങ്ങുന്നത് സീറോ എന്നാ. എവറിത്തിങ് സ്റ്റാർട്ട്സ് ഫ്രം സീറോ അല്ലെ? 0, 1, 2, 3 അങ്ങനെ ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, ലാക്സ്, മില്യൺസ്, ബില്യൺസ്, ട്രില്യൺസ് അല്ലെ?
എല്ലാം സ്റ്റാർട്ട് ചെയ്താണ്. ഓക്കെ, സോ ഇന്നലെ നീ സീരിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയെന്നുണ്ടെങ്കിൽ അത് അതേപോലെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് നീ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വേറെ റേഞ്ച് ആവും കേട്ടോ. ഓക്കെ, ജിത്തു പോളി ക്ലാസ്, താങ്ക് യു ജിത്തു. ഓക്കെ, അപ്പോ എന്താ പണ്ട് നമ്മൾ സൈക്കിളൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ട് റേസ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഞാനൊക്കെ ഒരുപാട് വട്ടം റേസ് വെച്ചിട്ട് കൊണ്ട് ഇടിച്ചിട്ടുണ്ട്, ഇടി കൂടിയിട്ടുണ്ട്, പിന്നെ തറയിൽ വീണ് തല പൊട്ടിയിട്ടുണ്ട്, കുറെ സംഭവിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങളും അതേപോലെ സൈക്കിള് നല്ല സ്പീഡിലൊക്കെ ഓടിച്ച് റേസ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നല്ല സ്പീഡിൽ ഓടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടി എന്താ? നമ്മൾ ചെയിനിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കും അല്ലേ? ചെയിനിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കും. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാ? ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാ. ഫ്രിക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ചവിട്ടാൻ പറ്റും അല്ലേ? അത് തന്നെയാണ് മക്കളെ ലൂബ്രിക്കേഷൻ. ദാറ്റ് ഈസ് കോൾഡ് ലൂബ്രിക്കേഷൻ. അപ്പൊ ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന സൈക്കിൾസിൽ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും ലൂബ്രിക്കേഷൻ ചെയ്യാറുണ്ട് അല്ലെ? നമ്മുടെ IC എഞ്ചിൻസിലും ലൂബ്രിക്കേഷൻ ചെയ്യാറുണ്ട്. എങ്ങനെയാ? ലൂബ്രിക്കേഷൻ ഓഫ് എഞ്ചിൻ പാർട്സ് ആർ നെസസറി ഇൻ ഓർഡർ ടു റെഡ്യൂസ് ഫ്രിക്ഷൻ between moving parts of the engine. If the moving parts are allowed to rub against each other, they will develop considerable friction and heat, resulting in excessive wear. അതായത് നമ്മുടെ എഞ്ചിന്റെ അകത്ത് ഓയിൽ ഒഴിക്കാറുണ്ടല്ലേ, എഞ്ചിൻ ഓയിൽ എന്ന് പറയും. ഈ എഞ്ചിൻ ജിത്തു ആ കഥ ഒക്കെ ഓർമ്മിപ്പിക്കല്ലേ പൊന്നു, ഏതാ സൈക്കിൾ ഓടിച്ച് വീണ കഥയാണോ? ഓക്കെ, അതല്ല രസമുള്ള കാലഘട്ടം അല്ലേ സൈക്കിൾ ഓടിക്കുന്ന കാലഘട്ടം. അത് ഏത് ബൈക്ക് ഓടിച്ചാലും കാർ ഓടിച്ചാലും കിട്ടില്ല. അത് വേറെ തന്നെ സുഖമാണ്. ദൂരങ്ങൾ നോക്കാതെ നമ്മൾ സഞ്ചരിച്ച യാത്രകൾ എന്തൊക്കെ. ഓക്കെ, അപ്പൊ ലൂബ്രിക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ എഞ്ചിൻ ഓയിൽ ഇല്ലേ, എഞ്ചിൻ ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ എഞ്ചിനിൽ ഒഴിക്കാൻ കാരണം എന്താ? നമ്മുടെ എഞ്ചിന്റെ അകത്ത് ഒരുപാട് ഗിയേഴ്സ് ഉണ്ട് അല്ലെ? അപ്പോ ഇവരൊക്കെ മൂവ് ചെയ്യുന്ന പരസ്പരം മുട്ടി തൊട്ടുരുമയൊക്കെ മൂവ് ചെയ്യുന്നവരാ. അപ്പൊ ഇവിടെ ഫ്രിക്ഷൻ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എഞ്ചിൻ ഒരുപാട് ഹീറ്റായി പോവുകയും ഈ ഫ്രിക്ഷൻ കാരണം ഹീറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവുകയും സ്ക്രാച്ച് വരികയും ഡാമേജ് ആയി പോവുകയും ചെയ്യും എന്ത് എഞ്ചിൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എഞ്ചിൻ ഓയിൽ ഇല്ലാണ്ട് വണ്ടി ഓടിക്കല്ലേ എന്ന് പറയാൻ കാരണം. ഈ ഫ്രീക്വന്റ് ആയിട്ട് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യണമെന്ന് പറയാൻ കാര്യം അതുകൊണ്ടാണ്. കാരണം എഞ്ചിന്റെ അകത്ത് എഞ്ചിൻ ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എഞ്ചിൻ പാർട്സിൽ ലൂബ്രിക്കേഷൻ ഇല്ലാണ്ട് വരും, ഫ്രിക്ഷൻ കൂടും, അത് കാരണം ഹീറ്റ് കൂടും, അത് കാരണം വിയർ സംഭവിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ വെറുതെ പറയുന്നതല്ല എഞ്ചിൻ ഓയിൽ ഒഴിക്കാൻ. ക്ലിയർ? ദിസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ പ്ലേസിംഗ് എ ഫിലിം ഓഫ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ബിറ്റ്വീൻ ദ മൂവിംഗ് പാർട്ട് so that they ride on the oil film instead. This will decrease the power required to overcome friction and will reduce the wear between the rubbing parts. അല്ലേ? അപ്പൊ രണ്ട് പാർട്സ് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഓയിൽ ഉണ്ടെങ്കിൽ ഈ രണ്ട് പാർട്സിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഓയിൽ ഫിലിം ഉണ്ടാകും. ചെറിയൊരു ഇതെന്ന് പറയാൻ രണ്ട് പാർട്സ് ആണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും? ചെറിയൊരു ഓയിൽ ഫിലിം ഉണ്ടാവും അല്ലെ? ചെറിയൊരു ഓയിലിന്റെ പാളി പോലെ ഉണ്ടാവും അല്ലെ? അപ്പൊ അത് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അധികം ഫ്രിക്ഷൻ ഉണ്ടാവുന്നില്ല. ഓക്കെ, അപ്പൊ ഫ്രിക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഓവർ പവർ യൂസ് ചെയ്യേണ്ടി വരും. സോ നമുക്ക് അത്ര പവർ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ എഞ്ചിന്റെ എഫിഷ്യൻസി എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാൻ പറ്റും. സോ ലൂബ്രിക്കേഷൻ ഇല്ലാത്തൊരു എഞ്ചിൻ ആണെങ്കിൽ, ഓയിൽ ഇല്ലാത്ത എഞ്ചിൻ ആണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ എഞ്ചിന്റെ എഫിഷ്യൻസി കുറയും, ഫ്യൂൽ എഫിഷ്യൻസി കുറയും, മൈലേജ് ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ? The oil in the engine has several functions to perform. അല്ലെ, ഓയിലിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാ? It must remove the heat from the parts it comes to in contact with, keep the metal surface apart and prevent friction. അപ്പോൾ മെയിൻ ആയിട്ടുള്ള രണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഒന്ന് എഞ്ചിന്റെ അകത്തുള്ള പാർട്സിനെ ഒരുപാട് ഹീറ്റ് ആകാണ്ട് സൂക്ഷിക്കണം, കൂളായിട്ട് സൂക്ഷിക്കണം അല്ലേ? ഓക്കെ, നമ്മുടെ എഞ്ചിന്റെ അകത്തുള്ള ഹീറ്റ് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ എന്ന് പറയുന്ന ഓയിലിന്റെ അതിന് ആ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഫ്രിക്ഷൻ പ്രിവെന്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. കില്ലാടി ഗെയിം കെമിസ്ട്രി ക്ലാസ് ഒന്നും ഇല്ലേ സർ? കെമിസ്ട്രി ക്ലാസ് കൊണ്ടുവരാടാ, എല്ലാം സെറ്റാക്കാം. ഓക്കെ, എല്ലാം സെറ്റാക്കാം. ഓക്കെ, എല്ലാം വരും, നിങ്ങൾ വെയിറ്റ് ചെയ്യ്, എല്ലാം റെഡിയാക്കാം കേട്ടോ. ഓക്കെ, അപ്പോ the oil must also seal the space between piston rings and cylinder walls to prevent leakage of working gases. In addition, the oil must clean the metal parts it comes in contact. Okay, ഇവിടെ നോക്കിക്കേടാ, ഇതെന്ന് പറയുന്ന സിലിണ്ടർ ആണ്. ഈ സിലിണ്ടറിൽ ഇവിടെ എന്താ ഉണ്ടാവും? ഇവിടെ ഈ പറയുന്ന സിലിണ്ടർ ഈ ടച്ച് ചെയ്യുന്ന ഭാഗത്ത്
എന്തുണ്ടാവും? ചെറിയൊരു ഓയിൽ ഫിലിം ഉണ്ടാവും. ഈ ഓയിൽ ഫിലിം ഉള്ള ഗുണം എന്താണെന്നറിയാവോ? ഇതിൻ്റെ അകത്ത് എന്ത് കമ്പഷൻ നടക്കുന്ന സമയത്ത് ബേൺ ഗ്യാസ് ഉണ്ടാവും അല്ലേ? ഈ ഗ്യാസ് എന്ന് പറയുന്നത് ഈ എഞ്ചിൻ്റെ അകത്തോട്ട് വരാൻ പാടില്ല. അപ്പൊ ഇവിടെ ഓയിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കണ്ടോ, ഇവിടെ ഓയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ ബേൺ ഗ്യാസ് എങ്ങോട്ട് വരില്ല? എഞ്ചിൻ്റെ അകത്തോട്ട് വരില്ല, സിലിണ്ടറിന്റെ അകത്തോട്ട് വരില്ല. ഓക്കെ, അതും ഓയിലിന്റെ ഒരു ഫംഗ്ഷനാണ്. മെയിൻ പാർട്സ് ടു ബി ലൂബ്രിക്കേറ്റഡ് ഇൻ ഐ സി എഞ്ചിൻ, അതായത് ഐ സി എഞ്ചിനിൽ നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ട മെയിൻ പാർട്സ് ഏതൊക്കെയാണ്? ഒന്ന് ക്രാങ്ക് ഷാഫ്റ്റ്, രണ്ട് ബിയറിംഗ്സ്, ക്രാങ്ക് പിൻ, പിസ്റ്റൺ, സിലിണ്ടർ വാൾസ്, ക്യാംസ്, വാൽവ് സ്റ്റംസ്, ഗിയേഴ്സ് എക്സെട്ര. കാരണം ഒരുപാട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന പാർട്സ് ആണ് ഇവരെല്ലാവരും. ഓക്കെ, ഒരുപാട് ഒരുപാട് എന്താ പറയാ ഫ്രിക്ഷൻ ഉണ്ടാവാൻ കാരണക്കാരായ ആൾക്കാരാണ് എന്തെന്ന് പറയുന്നത് ഈ പാർട്സ് എന്ന് പറയുന്നത്. ബിക്കോസ് ദീസ് പാർട്സ് കം ഇൻ കോൺടാക്ട് വിത്ത് അനദർ. ഇപ്പൊ ഇവര് രണ്ടും ഇപ്പം ഈ പാർട്സ് എന്ന് പറയുന്നത് വേറെ പാർട്സ് ആയിട്ട് കോൺടാക്ട് വരുന്ന പാർട്സ്. അപ്പൊ ഇവിടെ ഫ്രിക്ഷൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഫ്രിക്ഷൻ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ പാർട്സ് എന്ന് പറയുന്ന മസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ലൂബ്രിക്കേറ്റ് ചെയ്തിരിക്കണം. എന്ത് ചെയ്തിരിക്കണം? ലൂബ്രിക്കേറ്റ് ചെയ്തിരിക്കണം. There are two types of lubrication system. രണ്ട് ടൈപ്പ് ഓഫ് ലൂബ്രിക്കേഷൻ സിസ്റ്റം ആണ് ഉള്ളത്. ഒന്ന് സ്പ്ലാഷ് സിസ്റ്റം, രണ്ട് ഫോഴ്സ്ഡ് ഫീഡ് സിസ്റ്റം. ഫോഴ്സ്ഡ് ഫീഡ് സിസ്റ്റം, ഫ്ലാഷ് സിസ്റ്റവും അതേപോലെ ഫോഴ്സ് ഫീഡ് സിസ്റ്റവും, ഇത് എന്താണ് ടൈപ്സ് ഓഫ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ആദ്യം എന്താണ് സ്പ്ലാഷ് സിസ്റ്റം എന്ന് നോക്കാം. എന്താണ് സ്പ്ലാഷ് സിസ്റ്റം? സ്പ്ലാഷ് സിസ്റ്റം, the splash system is the simplest method of lubrication. Such systems are usually designed with an oil reservoir in the base of the engine. ഓക്കെ, സാധാരണ ഒരു കൂളിംഗ് സിസ്റ്റം ആണ് എന്ന് പറയുന്നത് സ്പ്ലാഷ് സിസ്റ്റം എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് മെത്തേഡ് ആണ്. ഇവിടെ ആക്ച്വലി എഞ്ചിന്റെ താഴെ എന്തുണ്ടാവും? ഒരു ഓയിൽ റിസർവോയർ ഉണ്ടാവും. ഓയിൽ റിസർവോയർ, അതായത് ബേസ് ഓഫ് ദ എഞ്ചിൻ, എഞ്ചിന്റെ ബേസിൽ ഒരു ഓയിൽ റിസർവോയർ ഉണ്ടാവും. When the connecting rod moves up, it splashes the oil in the form of a spray. The internal parts of the engine are lubricated by this oil spray. This type of lubrication is employed in some types of small single cylinder stationary engines and on engines employed in scooters. അതായത് എങ്ങനെയാണ് ഈ സ്പ്ലാഷ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്? ഇവിടെ നമ്മളെ എഞ്ചിനിൽ കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. ഈ കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്ന പാർട്ട് ഇങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ ഈ റിസർവോയറിൽ കിടക്കുന്ന ഓയിൽ കുറച്ച് എന്ത് ചെയ്യും? അങ്ങോട്ടേക്ക് സ്പ്രേ ചെയ്യും. എങ്ങോട്ടേക്ക് സ്പ്രേ ചെയ്യും? ടു ദ ഇന്റേണൽ പാർട്സ് ഓഫ് ദ എഞ്ചിൻ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഈ സ്പ്രേ ചെയ്യുന്ന ഓയിൽ സ്പ്രേയിൽ നിന്നും എന്ത് ചെയ്യും? ഇന്റേണൽ പാർട്സ് ഓഫ് ദ എഞ്ചിൻ എന്താകും? ലൂബ്രിക്കേറ്റഡ് ആകും. എന്താകും? ലൂബ്രിക്കേറ്റഡ് ആകും. ഓക്കെ, ഈ പറയുന്ന ലൂബ്രിക്കേഷൻ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? സാധാരണ സ്മോൾ സിംഗിൾ സിലിണ്ടർ സ്റ്റേഷനറി എഞ്ചിൻസിലും അതേപോലെ നമ്മുടെ സ്കൂട്ടർ എഞ്ചിൻസിലും, പഴയ സ്കൂട്ടർ എഞ്ചിൻസിലും നമ്മൾ ഇങ്ങനത്തെ ഒരു സിസ്റ്റമാണ് യൂസ് ചെയ്യാറുള്ളത്. അടുത്തത് പറയുന്ന ഫോഴ്സ്ഡ് ഫീഡ് സിസ്റ്റം ആണ്. ഫോഴ്സ്ഡ് ഫീഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇനി ഫോഴ്സ് ഫീഡ് സിസ്റ്റം അല്ലെങ്കിൽ ഫോഴ്സ് ഫീഡ് സിസ്റ്റം അല്ലെങ്കിൽ അതിനെ പ്രഷർ സിസ്റ്റം എന്ന് പറയും. ഇവിടെ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ oil is forced by an oil pump to all main bearings, connecting rod bearings, camshaft bearings and the gears. ഇവിടെ ഫോഴ്സ് ഫീഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു ഓയിൽ പമ്പ് എന്ത് ചെയ്യുന്നു? ഓയിൽ പമ്പ് ഓയിലിനെ പമ്പ് ചെയ്ത് കൊടുക്കുന്നു. എങ്ങോട്ട്? the all main bearings, connecting rod bearings, camshaft bearings and the gears. Clear? The cylinder walls, pistons and the piston pins are lubricated by the oil spray thrown off from the connecting rod and crankshaft. ഓക്കെ, അപ്പോ നമ്മുടെ ഫോഴ്സ് ഫീഡ് സിസ്റ്റത്തിൽ നമ്മൾ പമ്പ് മാത്രമല്ല സാധാരണഗതിയിലുള്ള ക്രാങ്ക് ഷാഫ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഓയിലിനെ നേരെ എന്തെങ്കിലും സ്പ്രേ ചെയ്യുന്നുണ്ട് ടു ദ ഐ സി എഞ്ചിൻ. ഓക്കെ, എന്താ ഏതൊക്കെ പാർട്സിലോട്ടാ? ദ സിലിണ്ടർ വാൾസ്, പിസ്റ്റൺ പിൻസ്, അങ്ങനെ ആ പാർട്സിനെയൊക്കെ എന്ത് ചെയ്യുന്നു? ഈ ക്രാങ്ക് ഷാഫ്റ്റും അതേപോലെ തന്നെ കണക്റ്റിംഗ് റോഡ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഓയിലിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. Most of the present day engines are lubricated by this type of lubrication system. ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മോസ്റ്റ് ഓഫ് ദ എഞ്ചിൻസും ഈ ഒരു ഫോഴ്സ് ഫീഡ് സിസ്റ്റം ആണ് എന്ത് ചെയ്യുന്നത്? ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചത്. ചോദിക്കാനുള്ള പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് കേട്ടോ. അടുത്ത് പ്രോപ്പർട്ടീസ് ഓഫ് ലൂബ്രിക്കൻസ്. ഒരു ലൂബ്രിക്കന്റെ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? The oil should maintain sufficient viscosity under all ranges of temperatures. എല്ലാ ടെമ്പറേച്ചേഴ്സിലും ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു വിസ്കോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ടെമ്പറേച്ചർ മാറുന്നതനുസരിച്ച് വിസ്കോസിറ്റി ഒരുപാട് മാറ്റം വരരുത്.
Okay. Oil with high viscosity index is preferred. High viscosity index ഉള്ള ഓയിലിനെയാണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്? എഞ്ചിൻ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. This will avoid very high viscosity at cold temperatures and very low viscosity at high temperatures. Okay. അത് കാരണം എന്താ? ഹൈ വിസ്കോസിറ്റി ഇൻഡെക്സ് ഉള്ള ഓയിൽ ആണെങ്കിൽ very high velocity, this will avoid very high viscosity at cold temperatures. Cold temperature ആവുന്ന സമയത്ത് സാധാരണ നമ്മുടെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? കൂടുക പതിവ്. ഓക്കെ. അപ്പൊ ഹൈ വിസ്കോസിറ്റി ഇൻഡെക്സ് ഉള്ള ആളാണെങ്കിൽ എന്താണ്? It can avoid very high viscosity at cold temperatures. അതേപോലെ very low viscosity at high temperatures. Temperatures എന്നങ്ങനെ മാറി കളിക്കത്തൊന്നുമില്ല. Sufficient viscosity എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഓയിൽ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. The oil must not vaporize in its operating temperature range. അല്ലേ? നമുക്കറിയാം ഞങ്ങൾക്ക് S2 കെമിസ്ട്രി ഗ്രാഫിക്സ് BE BEC ആണ്. ഇപ്പോൾ ഗ്രാഫിക്സ് മാത്രമേ ഉള്ളൂ. സാറിന്റെ ക്ലാസ് പൊളിയാണ്. വെയിറ്റിംഗ് ഫോർ കെമിസ്ട്രി ക്ലാസ്. സെറ്റാക്കാം, റെഡിയാക്കാം. താങ്ക് യു ഫോർ അപ്രിഷിയേറ്റിംഗ് അവർ എളിയ ചാനൽ. ഓക്കെ, നോക്കൂ. അപ്പോൾ ഓയിൽ എന്ന് പറയുന്നത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ എഞ്ചിന്റെ അകത്തുള്ള ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അപ്പൊ ഈ കൂടിയ ടെമ്പറേച്ചർ എന്താകരുത്? ഓയിൽ വേപ്പറൈസ് ആയി പോകരുത്. അല്ലെ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എഞ്ചിന്റെ ടെമ്പറേച്ചറിൽ ഓയിൽ വേപ്പറൈസ് ആയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പെട്രോൾ അടിക്കുന്നതിന് കൂടെ ഡെയിലി എഞ്ചിൻ ഓയിൽ അടിക്കേണ്ടി വരും. അല്ലേ? അപ്പൊ പെട്ടെന്ന് ഹൈ ടെമ്പറേച്ചർ റേഞ്ച് വന്ന് പോലും, നല്ല ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ റേഞ്ച് നല്ല കൂടിയാൽ പോലും, അല്ലെങ്കിൽ ഒരു എഞ്ചിന്റെ സാധാരണ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ റേഞ്ചിലാണെങ്കിൽ പോലും എഞ്ചിൻ എന്താകരുത്? ഇറ്റ് മസ്റ്റ് നോട്ട് വേപ്പറൈസ് ആയി പോകരുത്. ഓക്കെ. The oil should have high specific heat to remove the heat generated in the parts. ഓയിൽ എന്തുണ്ടാവണം? നല്ല ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉള്ള ഓയിൽ ആയിരിക്കണം. നല്ല ഹൈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉള്ള ഓയിൽ ആണെങ്കിൽ ഈ ക്യാൻ ഈസിലി റിമൂവ് ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ ദ പാർട്സ്. ക്ലിയർ ആണോ? അത് മാത്രമല്ല, ദ ഓയിൽ മസ്റ്റ് ബി ഫ്രീ ഫ്രം കൊറോസീവ് ആസിഡ്സ്, മോയ്സ്ചർ എക്സെട്ര. ഓയിൽ എന്തുണ്ടാവരുത്? മോയ്സ്ചർ ഉണ്ടാകരുത്, കൊറോസീവ് ആസിഡ്സും ഉണ്ടാകരുത്. The oil should have considerable adhesive quality to permit the oil particles to cling to metal surface. Okay. അപ്പോൾ ഓയിലിന് നമുക്ക് എന്തുണ്ടാവും? അഡ്ഹീസീവ് ക്വാളിറ്റി ഉണ്ടാവണം. അതേപോലെ തന്നെ ഓയിലിന് എന്തുണ്ടാവണം? ഒരു ഗുഡ് കൊഹീസീവ് ക്വാളിറ്റിയും ഉണ്ടാക്കണം. സോ ദാറ്റ് എ കണ്ടിന്യൂസ് ഫിലിം ഇസ് ഫോംഡ് ബിറ്റ്വീൻ റബ്ബിംഗ് സർഫസസ്. ഓക്കെ. സോ ഈ രണ്ട് പ്രോപ്പർട്ടീസും ഉള്ളവരായിരിക്കണം ആരെന്ന് പറയുന്നത്. ഈ രണ്ട് പ്രോപ്പർട്ടീസ് മാത്രമല്ല, മീൻസ് അഡ്ഹീസീവ് ക്വാളിറ്റിയും കൊഹീസീവ് ക്വാളിറ്റിയും ഉള്ള ആൾക്കാരായിരിക്കണം എന്ത്? ഒരു നല്ലൊരു ഐഡിയൽ ഓയിൽ എന്ന് പറയുന്നത്. ക്ലിയർ? റെഡിയാണോ? ഓക്കെ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് CRDI വെഹിക്കിൾസിനെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. CRDI ആൻഡ് MPFI ഈ രണ്ട് വെഹിക്കിൾസിനെ കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. CRDI ആൻഡ് MPFI ചില കോളേജിൽ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 1.5 മൊഡ്യൂളേ ഉള്ളൂ. ചില കോളേജസിൽ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 2 മൊഡ്യൂൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ CRDI വെഹിക്കിൾസ് എന്ന് പറയുന്ന സെക്കൻഡ് മൊഡ്യൂളിന്റെ അവസാന ഭാഗത്തേക്ക് വരുന്ന പാർട്ടാട്ടോ. ഓക്കെ. ഓക്കെ അല്ലേ? റെഡി. അപ്പോ CRDI വെഹിക്കിൾസ് എന്താ നോക്കാം. CRDI വെഹിക്കിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് CRDIയുടെ ഫുൾ ഫോം ആദ്യം പഠിക്കാം. കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ, CRDI. ഓക്കെ. എന്താണ് കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ? ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മോഡേൺ വേരിയന്റ് ഓഫ് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം ഫോർ ഡീസൽ എഞ്ചിൻസ്. നമുക്കറിയാം, നമ്മുടെ ഈ പറയുന്ന ഡീസൽ എഞ്ചിൻസിൽ നമ്മൾ എന്താ ചെയ്യുക? ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുക. ഫ്യൂവൽ ഇഞ്ചക്ഷനാ ചെയ്യുന്നത് അല്ലെ? സോ CRDI വെഹിക്കിൾസ് എന്ന് പറയുന്നത് എ മോഡേൺ വേരിയന്റ് ഓഫ് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം ഫോർ ഡീസൽ എഞ്ചിൻസ്. ഇറ്റ് ഫീച്ചേഴ്സ് എ ഹൈ പ്രഷർ സോളിനോയിഡ് ആൻഡ് പീസോഇലക്ട്രിക് വാൽവ്സ് മേക്ക് പോസിബിൾ ഫൈൻ ഇലക്ട്രോണിക് കൺട്രോൾ ഓവർ
the injection time and amount അല്ലേ. ഇങ്ങനെ പറഞ്ഞ CRDI വെഹിക്കിൾസ് എന്താ സംഭവം എന്നറിയാവോ? ഇവിടെ നല്ല ഹൈ പ്രഷർ ഉള്ള സോളിനോയിഡ് അല്ലെങ്കിൽ പീസോ ഇലക്ട്രിക് വാൽവ് എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? പോസിബിൾ ഫൈൻ ഇലക്ട്രോണിക് കൺട്രോൾ ഓവർ ദ ഇഞ്ചക്ഷൻ ടൈം ആൻഡ് എമൗണ്ട് അല്ലെ. നമ്മൾ കറക്റ്റ് സമയത്തിൽ കറക്റ്റ് ആയിട്ടുള്ള അളവിൽ ഫ്യൂവലിനെ ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നു? ഹൈ പ്രഷർ സോളിനോയിഡ് അല്ലെങ്കിൽ പീസോ ഇലക്ട്രിക് വാൽവ്സ് എന്ന് പറയുന്നത് പീസോ ഇലക്ട്രിക് വാൽവ്സും കൂടെ ചേർന്ന് നല്ല ഫൈൻ ഇലക്ട്രോണിക് കൺട്രോളിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇഞ്ചക്ഷൻ ടൈം മീൻസ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കറക്റ്റ് സമയത്ത് കറക്റ്റ് എമൗണ്ട് ഓഫ് ഫ്യൂവലിന് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഡീസൽ എഞ്ചിൻസിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത്. ക്ലിയർ ആണോ? In common rail system, a extremely high pressure pump stores a reservoir of fuel at high pressure up to 200 megapascal. നമ്മുടെ CRDI സിസ്റ്റത്തിൽ അല്ലെങ്കിൽ CRDI വെഹിക്കിൾസിൽ ഒരു ഹൈ പ്രഷർ പമ്പ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഹൈ പ്രഷർ പമ്പ് സ്റ്റോഴ്സ് എ റിസർവോയർ ഓഫ് ഫ്യൂവൽ അറ്റ് ഹൈ പ്രഷർ അല്ലെ. അപ്പോൾ ഒരു ചെറിയൊരു റിസർവോയർ ഓഫ് ഫ്യൂവൽ, അതായത് ഫ്യൂവലിനെ ഹൈ പ്രഷറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. ഇപ്പൊ പ്രഷർ എന്ന് പറയുന്നത് എത്രയാ? അപ് ടു 200 megapascal in a common rail. The common rail is basically a tube which in turn branches off to computer controlled injector valves. Each of these injection valves contains a precision machine nozzle and a plunger driven by a solenoid അല്ലേ. ഈ പറയുന്ന കോമൺ റെയിൽ എന്ന് പറയുന്ന സമയത്ത് കോമൺ റെയിൽ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? ഒരു ട്യൂബാണ്. ഓക്കെ, ഇതെന്താവുന്നു? ബ്രാഞ്ചസ് ആയി കമ്പ്യൂട്ടർ കൺട്രോൾഡ് വാൽവ്സിൽ പോകുന്നു. ഓക്കെ, ഈ പറഞ്ഞ വാൽവ്സ് എന്ന് പറയുന്നത് ഈ വാൽവ്സ് സാധാരണ വാൽവ്സിൽ അതിനെ ഇഞ്ചക്ഷൻ വാൽവ്സ് എന്ന് പറയും. ഈ വാൽവ്സ് എന്ന് പറയുന്നത് കണ്ടെയ്ൻസ് എ പ്രിസിഷൻ മെഷീന്റെ നോസിൽ അല്ലെ. കറക്റ്റ് ആയിട്ട് എന്താ നോസിൽ എന്ന് പറയുന്നത്? കറക്റ്റ് പക്ക മെഷീന്റെ നോസിൽ അല്ലെ. നല്ല ഷാർപ്പായിട്ടുള്ള നോസിൽ എന്ന് പറയുമ്പോൾ അറിയാലോ, നല്ല സ്മോൾ ഔട്ട്ലെറ്റ് ഉള്ള സാധനത്തിൽ പറയുന്ന പേരാണ് നോസിൽ എന്ന് പറയും. ഇങ്ങനെ സൈസ് ഇങ്ങനെ കുറഞ്ഞു വരും. ഓക്കെ, ദിസ് ഇസ് കോൾഡ് നോസിൽ. മനസ്സിലാവുന്നുണ്ടോ? ഈ പറയുന്ന ഇഞ്ചക്ടർ വാൽവ്സിലാണ് എന്തിരിക്കുന്നത്? നല്ല പ്രിസിഷൻ മെഷീന്റെ നോസിലും അതേപോലെ പ്ലഞ്ചറും ഇരിക്കുന്നത്. ഈ പ്ലഞ്ചർ എന്ന് പറയുന്നത് ഡ്രൈവ് ചെയ്യുന്നത് ഏതാണ്? ബൈ യൂസിങ് എ സോളിനോഡ്. ക്ലിയർ? സോ ദിസ് ഈസ് ദ കോമൺ റെയിൽ സിസ്റ്റം, ERDI സിസ്റ്റം. ക്ലിയർ ആണോ? ഇതെന്ന് പറയുന്നതാണ് ഫ്യൂവൽ ടാങ്ക് റിസർവോയർ. ഞാൻ പറഞ്ഞില്ലേ? ഓക്കെ, ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നു, ഫിൽറ്റർ വഴി നേരെ സപ്ലൈ പമ്പിൽ പോകുന്നു. സപ്ലൈ പമ്പ് എന്ത് ചെയ്യുന്നു? നേരെ കോമൺ റെയിലോട്ട് വിടും. ഓക്കെ, ഇവിടെ നിന്നാണ് ഇഞ്ചക്ടർ ഉള്ളത്. ഓക്കെ, ഇതാണ് നോസിൽ എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് നോസിൽ, കണ്ടോ? ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, കണ്ടോ? ഇതെന്ന് പറയുന്ന ഒരു ഇലക്ട്രോണിക് ഡ്രൈവർ യൂണിറ്റ് ആണ്. ഇതെന്ന് പറയുന്ന ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് ആണ്. ഈ പറഞ്ഞ ഇലക്ട്രോണിക് ഡ്രൈവർ യൂണിറ്റ് എന്ന് പറയുന്നത് എങ്ങോട്ടാണ് കണക്ട് ചെയ്യുന്നത്? ഓരോ ഇഞ്ചക്ടേഴ്സിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതേപോലെ ECU എന്ന് പറയുന്നത് എങ്ങോട്ടാണ് വരുന്നത്? ECU എന്ന് പറയുന്നത് കോമൺ റെയിലിൽ നിന്നും നേരെ നമ്മുടെ ECUയിലോട്ടാണ് വരുന്നത്. കണ്ടോ? കോമൺ റെയിലിൽ നിന്നും നേരെ കണ്ടോ ECU. പമ്പിൽ നിന്ന് നേരെ കണ്ടോ? കണ്ടോ? ക്ലിയർ ആണോ? സോ ജസ്റ്റ് ഈ ഡയഗ്രാം വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ച് പഠിച്ച് വെച്ചേക്കുക. ആവശ്യം വന്നേക്കാം. ചുമ്മാ ജസ്റ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട് വരച്ചാൽ നല്ലത്. ഓക്കെ, ശരി. ഓക്കെ, driven by a computer, the valves control the precise moment when the fuel injection in the cylinder occurs. അല്ലെ, കമ്പ്യൂട്ടർ ആണ് എന്ത് ചെയ്യുന്നത്? ഈ വാൽവ്സിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. സോ ദാറ്റ് കറക്റ്റ് പ്രിസൈസ് എമൗണ്ട് ഓഫ് കറക്റ്റ് എത്രയാണോ വേണ്ടത്, ഫ്യൂവൽ വേണ്ടത്, എപ്പോഴാണോ വേണ്ടത്, കറക്റ്റ് ആയിട്ട് എന്ത് സിലിണ്ടറിൽ എത്തുക തന്നെ ചെയ്യും. ദ കമ്പ്യൂട്ടർ ഓൾസോ കൺട്രോൾസ് ദ എമൗണ്ട് ഓഫ് ഫ്യൂവൽ ടു ദ പമ്പ്. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ എത്ര എമൗണ്ട് ആണ് പോകേണ്ടത് എന്നുള്ളതും ആരാ തീരുമാനിക്കുന്നത്? നമ്മുടെ കമ്പ്യൂട്ടർ തീരുമാനിക്കുന്നത് അല്ലെ. As a result of the fuel that is injected atomizes easily and burns cleanly, reducing exhaust emissions and increasing efficiency. ഇങ്ങനെ സംഭവിക്കുന്ന CRDI സിസ്റ്റം വഴി എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കറക്റ്റ് നമ്മൾ ഫ്യൂവൽ എന്ന് പറയുന്നത് ഫൈൻ സ്പ്രേ ആയി മാറുന്നു, അറ്റമൈസ് ചെയ്ത് പോകുന്നു. അതായത് ഭയങ്കര രീതിയിൽ നമുക്ക് എന്താ പറയാ, നല്ല ചെറിയ പാർട്ടിക്കിൾസ് ആയി മാറും. മനസ്സിലായോ? ഇഞ്ചക്ടർ യൂസ് ചെയ്ത്, താഴത്തെ നോസിൽ യൂസ് ചെയ്ത് ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെ ആകുന്നത് കൊണ്ട് എന്താ ഗുണം? അങ്ങനെ ആകുന്നത് കൊണ്ട് ഇറ്റ് ബേൺസ് ക്ലീൻലി, നല്ല പ്യുവർ ബേൺ, കംപ്ലീറ്റ് കമ്പഷൻ നടക്കുകയും
കംപ്ലീറ്റ് കമ്പഷൻ നടന്നു കഴിഞ്ഞാൽ എക്സോസ്റ്റ് എമിഷൻ കുറയുകയും ചെയ്യും. അപ്പൊ കംപ്ലീറ്റ് കമ്പഷൻ നടന്നു കഴിഞ്ഞാൽ എക്സോസ്റ്റ് എമിഷൻ എന്ന് പറയുന്നത് റെഡ്യൂസ് ആവുകയും, അപ്പൊ എക്സോസ്റ്റ് എമിഷൻ റെഡ്യൂസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് മീൻസ് പൊല്യൂഷൻ കുറവായിരിക്കും ഓഫ് കോഴ്സ്. അത് മാത്രമല്ല കറക്റ്റ് ആയിട്ട് രീതിയിൽ എഞ്ചിൻ വർക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ എഫിഷ്യൻസി അല്ലെങ്കിൽ വെഹിക്കിൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. Common rail engines require no heating up time and produce lower engine noise and lower emissions than traditional systems. അല്ലേ, സാധാരണ ട്രഡീഷണൽ സിസ്റ്റംസിൽ നിന്നും എന്താണ് ഈ CRDI വെഹിക്കിൾസിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡസൻ നോ ഹീറ്റിംഗ് അപ്പ് ടൈം. ചില വെഹിക്കിൾസിന് ഹീറ്റിംഗ് അപ്പ് ടൈം, എഞ്ചിൻ ചൂടാകാൻ വേണ്ടിയിട്ട് എഞ്ചിൻ ഓണാക്കി ഇങ്ങനെ വെറുതെ ആക്സിലേറ്റർ കൊടുത്തിരിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇതിന് എന്ത് വേണ്ട, ഹീറ്റിംഗ് അപ്പ് ടൈം വേണ്ട. ആൻഡ് ലോവർ എഞ്ചിൻ നോയ്സ് ആണ്. CRDI വെഹിക്കിൾസിന്റെ എഞ്ചിൻ നോയ്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. കൂടാതെ എമിഷൻ ലോവർ ആണ്. ക്ലിയർ ആണോ? In order to lower engine noise, the engine's electronic control unit can inject a small amount of diesel just before the main injection event. This reduces the explosiveness and vibration. എന്താ സംഭവം, എങ്ങനെയാണ് നോയ്സ് കുറയ്ക്കുന്നത് നോക്ക്. എഞ്ചിൻ നോയ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എഞ്ചിൻ ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് എന്ത് ചെയ്യുന്നു, ഇറ്റ് ക്യാൻ ഇൻജെക്ട് എ സ്മോൾ എമൗണ്ട് ഓഫ് ഡീസൽ ജസ്റ്റ് ബിഫോർ ദ മെയിൻ ഇഞ്ചക്ഷൻ. ഒരു മെയിൻ ഇഞ്ചക്ഷന് മുമ്പായിട്ട് എന്ത് ചെയ്യുന്നു, ഈ സ്മോൾ എമൗണ്ട് ഓഫ് ഡീസൽ എന്ത് ചെയ്യുന്നു, എഞ്ചിനിലോട്ട് കൊടുക്കുന്നു. അത് കാരണം എന്ത് ചെയ്യാൻ പറ്റും, അത് കാരണം ഇറ്റ് ക്യാൻ റെഡ്യൂസസ് ദ എക്സ്പ്ലോസീവ്നെസ് ആൻഡ് വൈബ്രേഷൻ. അല്ലെ, ആ എക്സ്പ്ലോസീവ്നെസ്സും വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പരിപാടി യൂസ് ആകും. ക്ലിയർ. Some advanced common rail fuel systems perform as many as 5 injections per stroke, which gives a more uniform and controlled combustion and helps extract maximum energy from the combustion cycle. അല്ലേ, സാധാരണ അഡ്വാൻസ് കോമൺ റെയിൽ ഫ്യൂവൽ സിസ്റ്റത്തിലാണെങ്കിൽ അവരെന്താ പെർഫോം ചെയ്യുന്നത്, അവര് ഒരു സ്ട്രോക്കിന് പെർ സ്ട്രോക്കിന് 5 ഇഞ്ചക്ഷൻസ് നടത്തും. ഒരു സ്ട്രോക്കിൽ 5 ഇഞ്ചക്ഷൻസ് നടത്തും. ക്ലിയർ ആണോ? അപ്പോൾ എന്താ സംഭവിക്കുക, ഇറ്റ് ഗിവ്സ് മോർ യൂണിഫോം ആൻഡ് കൺട്രോൾഡ് കമ്പഷൻ നടക്കുകയും അത് കാരണം എന്താ എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ കൂടുകയും മാക്സിമം എനർജി എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനും പറ്റും. ക്ലിയർ ആണോ? സോ in the 90s all major European passenger vehicle manufacturers use this technology to get more refined, powerful and fuel efficient diesel engines into the demanding market. Some Indian companies have also successfully implemented this technology. അതായത് നമുക്കറിയാലോ 90കളിൽ അതായത് ഇപ്പൊ 20s ആണല്ലോ, late 90s. ഓക്കെ, 90s എന്താ സംഭവിച്ചിരിക്കുന്നത്, ദ മേജർ യൂറോപ്യൻ പാസഞ്ചർ വെഹിക്കിൾ മാനുഫാക്ചേഴ്സും CRDI ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ, മോർ റിഫൈൻഡ്, പവർഫുൾ ആൻഡ് ഫ്യൂവൽ എഫിഷ്യന്റ് ഡീസൽ എഞ്ചിൻ മാർക്കറ്റിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്. കാരണം മാർക്കറ്റിൽ അന്ന് ഡിമാൻഡ് ചെയ്തിരുന്ന വെഹിക്കിൾസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, നല്ല പവർഫുൾ ആയിട്ടുള്ള വെഹിക്കിൾ ആയിരിക്കണം, മോർ റിഫൈൻഡ് ആയിട്ടുള്ള വെഹിക്കിൾ ആയിരിക്കണം, അതേപോലെ ഫ്യൂവൽ എഫിഷ്യന്റ് ആയിട്ടുള്ള എഞ്ചിൻസ് ആയിരിക്കണം. അല്ലെ, പവർ മീൻസ് ഫ്യൂവൽ ഇത് പൊല്യൂഷൻ അല്ലെ, എമിഷൻ കുറവാണെങ്കിൽ പൊല്യൂഷൻ കുറവായിരിക്കും അല്ലെ, ലെസ്സർ എമിഷൻ ആയിരിക്കണം. ഓക്കെ, അതായിരുന്നു മാർക്കറ്റിന് നീഡ് എന്ന് പറയുന്നത്. അപ്പൊ മാർക്കറ്റിലെ നീഡിന് വേണ്ടിയിട്ട് 90s എല്ലാ മേജർ ആയിട്ടുള്ള എല്ലാ യൂറോപ്യൻ പാസഞ്ചർ വെഹിക്കിൾ മാനുഫാക്ചേഴ്സും ഈ CRDI ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ചില നമ്മുടെ ഇന്ത്യൻ കമ്പനീസും യൂസ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയെന്ന് അറിയാവോ, മാരുതി, ഹോണ്ട. മാരുതി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ കമ്പനി അല്ലേ, മഹീന്ദ്ര ഇന്ത്യൻ കമ്പനിയാണ്. ഓക്കെ, മാരുതി മഹീന്ദ്രയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, CRDI എഞ്ചിൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ പുറത്ത് രാജ്യങ്ങളിലെ കമ്പനീസ് ആണെങ്കിൽ ഏതൊക്കെയാ, ഹോണ്ട, ഹ്യുണ്ടായി, BMW, മിറ്റ്സുബിഷി, ടൊയോട്ട. ഓക്കെ, ഈ കമ്പനീസ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, CRDI ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ? ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോഴത്തേക്കും ഹയർ എഫിഷ്യൻസി ഡ്യൂ ടു വേരിയബിൾ ഇഞ്ചക്ഷൻ ടൈമിംഗ്. ഇതിന്റെ CRDI സിസ്റ്റത്തിന് വേരിയബിൾ ഇഞ്ചക്ഷൻ ടൈമിംഗ് ആയതുകൊണ്ട് തന്നെ, അതായത് ടൈമും എമൗണ്ടും കറക്റ്റ് ആയിട്ട് കമ്പ്യൂട്ടർ മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ മനസ്സിലാക്കിയിട്ടാണ് കറക്റ്റ് ആയിട്ട് ഫ്യൂവൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്, ടൈം കറക്റ്റ് സമയത്തിൽ കറക്റ്റ് അളവിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഹയർ എഫിഷ്യൻസിയാണ് CRDI എഞ്ചിൻസ്. ബെറ്റർ കമ്പഷൻ ആൻഡ് ലോ സ്പീഡ്സ്, ബെറ്റർ പവർ ബാലൻസ്,
ബെറ്റർ പവർ ബാലൻസ് ആൻഡ് ലെസ് മൂവിംഗ് പാർട്സ് ആണ്, കൂടാതെ മോർ കോമ്പാക്ട് ആയിട്ടുള്ള എഞ്ചിൻ ആണ്. ക്ലിയർ? M10 ഫാൻ സാറേ നാളെ +2 കെമിസ്ട്രി പരീക്ഷ ആണ്, ഒരു ഓൾ ദ ബെസ്റ്റ് തരാമോ? ഓക്കെ, ഓൾ ദ ബെസ്റ്റ് M10 ഫാൻ. ആൻഡ് നാളെ +2 പരീക്ഷ എഴുതുന്ന കുട്ടികൾ ഇതിലുണ്ടല്ലോ, കുറച്ച് പേരുണ്ടാവും. നാളെ ഇടയ്ക്കിടയ്ക്ക് വാമോസ് ഒക്കെ വന്നു പോകുന്നുണ്ട്. ഓക്കെ, വാമോസ് ഉണ്ടോ? വാമോസ് കക്ഷി ഒരു +2 കാരനാണ്. നമ്മുടെ ചാനൽ തുടങ്ങിയ സമയം തൊട്ട് വാമോസ് ഉണ്ട്. ഓക്കെ, സി ലിസൺ. അപ്പോ നാളെ +2 എക്സാംസ് എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഒരു ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് എഴുതുക. ഓക്കെ, ഇത് ജീവിതത്തിന്റെ എന്താ പറയാ അവസാനം ഒന്നല്ല. +2 എക്സാം എന്ന് പറയുന്നത് തുടക്കം മാത്രമാണ്. 10ാം ക്ലാസ് ഒരു കടമ്പ കഴിഞ്ഞു, +1 +2 ആയി. ഇനി ഈ ഒരു കടമയോടെ കടന്നു കഴിഞ്ഞാൽ നിങ്ങൾ വരാൻ പോകുന്ന ലോകം എന്ന് പറയുന്നത് വളരെ വലുതാണ്, വ്യത്യസ്തമാണ്. ഓക്കെ, ആൻഡ് വെൽക്കം ടു ദോസ് എക്സ്പീരിയൻസസ്. സോ നന്നായിട്ട് എഴുതുക, +2 അടിപൊളിയായിട്ട് എഴുതുക, ഉഷാറായിട്ട് എഴുതുക, നന്നായിട്ട് പഠിച്ചു പോയി എക്സാം എഴുതുക. ഓക്കെ, വെറുതെ കോപ്പി അടിക്കാമെന്നുള്ള വിശ്വാസത്തിലൊന്നും പോകരുത്. കോപ്പി അടിച്ചിട്ട് കോപ്പി അടിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് പോയിട്ട് കോപ്പി അടിക്കാൻ പറ്റിയെങ്കിൽ കുഴപ്പമില്ല, കോപ്പി അടിക്കാൻ പറ്റിയില്ലെങ്കിലുള്ള അവസ്ഥ വളരെ ഭയാനകമായിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് ദയവേത് കോപ്പി അടിക്കാൻ വേണ്ടി മാത്രം പരീക്ഷയ്ക്ക് പോകരുത്. അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, പേടിക്കൊന്നും വേണ്ട, ഒരു പേടി വേണ്ട. നിങ്ങളെ കൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ കൊടുക്കുക, അത്രേ ഉള്ളൂ. അതിപ്പോൾ എഞ്ചിനീയറിംഗ് എക്സാം ആയാലും +2 എക്സാം ആയാലും ഏത് എക്സാം ആയാലും നമ്മുടെ മാക്സിമം വർക്ക് കൊടുത്ത് പഠിക്കുക. ഓക്കെ, എക്സാമിന് വരുമ്പോൾ എക്സാം എഴുതുക. പിന്നെ +2 ഒന്നും വലിയ സീനൊന്നുമില്ല. +2 ഒക്കെ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ +2 പാസ്സാവും, നല്ല മാർക്കോട് കൂടി. കേട്ടോ, ഫുൾ മാർക്ക് തന്നെ കിട്ടും, ഡോണ്ട് വറി. പേടിപ്പിക്കല്ലേ സർ, മോട്ടിവേഷന് വേണ്ടി വന്ന്. എന്തിനാ പേടിക്കുന്നത്? ബിലീവ് യുവർ സെൽഫ്. ഓക്കെ, ശരി. ഓക്കെ അല്ലേ? റെഡി? പോയി അടിപൊളിയായിട്ട് പരീക്ഷ എഴുതിച്ചു വാ. ഓക്കെ, ശരി. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് MPFI വെഹിക്കിൾസിനെ കുറിച്ചല്ലേ. MPFI വെഹിക്കിൾസ് എന്താണ്? MPFI വെഹിക്കിൾസ് എന്ന് പറയുന്ന സമയത്ത് എന്താ നോക്ക്, മൾട്ടി പോയിന്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ വെഹിക്കിൾസ് അല്ലെ. അപ്പോൾ MPFI വെഹിക്കിൾസിൽ സാർ ബിറ്റ് വെച്ചിട്ടുണ്ട് സാർ, അതാണ്. അത് ശരി, എന്താ ചെയ്യല്ലേ പിള്ളേർ ഓരോ കാര്യങ്ങൾ. എന്തേലൊക്കെ വെച്ച് പാസ്സാകും. ഓക്കെ, റെഡി? പഠിച്ചു പോടാ എക്സാമിന്, വെറുതെ ബിറ്റിനെ വിശ്വസിച്ച് പോവല്ലേ. ടീച്ചർ കലിപ്പായ തീരെ കേട്ടോ കാര്യങ്ങളൊക്കെ. ഓക്കെ, ശരി. പിന്നെ അല്ലാതെ നൈസായിട്ട് ഇരുന്ന് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അടുത്ത് MPFI വെഹിക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താടാ? മൾട്ടി പോയിന്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ വെഹിക്കിൾസ്, അല്ലെങ്കിൽ മൾട്ടി പോയിന്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം, അല്ലെങ്കിൽ മൾട്ടി പോയിന്റ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ ടെക്നോളജി യൂസ് ചെയ്യുന്ന എന്താ പറയാ വെഹിക്കിൾസ് ആണ് MPFI വെഹിക്കിൾസ്. MPFI വെഹിക്കിൾസ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഹാസ് 1 ഇഞ്ചക്ടർ ഫോർ ഈച്ച് എഞ്ചിൻ സിലിണ്ടർ അല്ലെ. ഓരോ എഞ്ചിൻ സിലിണ്ടറിനും എന്തുണ്ടാവും? ഇഞ്ചക്ടേഴ്സ് ഉണ്ടാകും. എഞ്ചിൻ സിലിണ്ടർ നമ്പർ 1, 2, 3, 4 ഓരോ സിലിണ്ടേഴ്സിനും ഓരോ ഇഞ്ചക്ടേഴ്സ്. ഇഞ്ചക്ടർ 1, 2, 3, 4 മനസ്സിലായോ? ഹാസ് 1 ഇഞ്ചക്ടർ ഫോർ ഈച്ച് എഞ്ചിൻ സിലിണ്ടർ. ക്ലിയർ? Fuel is injected in more than one location. This system injects fuel into individual cylinders based on commands from onboard engine management system computer, popularly known as engine control unit. The ECU primarily controls the ignition timing and quantity of fuel to be injected. വേറെ ഒന്നുമില്ല, ഇവിടെ നമ്മൾ എഞ്ചിനിൽ എന്തുണ്ടാവും? ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവും. എന്ത്? എഞ്ചിൻ മാനേജ്മെന്റ് സിസ്റ്റം കമ്പ്യൂട്ടർ. ഓക്കെ, ഇതിനെ നമ്മൾ പറഞ്ഞ പേരാണ് എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് അല്ലെങ്കിൽ ECU എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഈ സിസ്റ്റം എന്താ ചെയ്യുന്നത്? കമാൻഡ്സ് കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടുള്ള കമാൻഡ്സാ? കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഫ്യൂവൽ, ദ എമൗണ്ട് ഓഫ് ഫ്യൂവൽ, കറക്റ്റ് ടൈം. ഓക്കെ, ടൈമും എമൗണ്ടും കുറിച്ചുള്ള കമാൻഡ്സ് കൊടുക്കാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ദിസ് ECU എന്ന് പറയുന്നതിന്റെ ഫംഗ്ഷൻ. ക്ലിയർ ആണോ? അപ്പോ
Okay, അപ്പോൾ ഈ കമാൻഡ്സ് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഫ്യൂവലിനെ എഞ്ചിനിലോട്ട് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നത്. ക്ലിയർ? The ECU is controlled by the data input from a set of sensors located all over the engine and its auxiliaries. ഈ പറയുന്ന സിലിണ്ടർ, ഈ പറയുന്ന ECU എന്ന് പറയുന്ന കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് വെറുതെ കുറെ കമാൻഡ് കൊടുക്കുന്നതല്ല. എഞ്ചിനിലും എഞ്ചിൻ പാർട്സിലും എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട ഓക്സിലറി പാർട്സിലും അവിടെ എന്തുണ്ടാവും? സെൻസേഴ്സ് ഉണ്ടാവും. ഈ സെൻസേഴ്സ് കൊടുക്കുന്ന ഡേറ്റ അനുസരിച്ച് ആ ഡേറ്റ അനലൈസ് ചെയ്തിട്ട് എന്താ വേണ്ടതെന്ന് നമ്മുടെ കമ്പ്യൂട്ടർ ഡിസിഷൻ എടുത്തതിന് ശേഷം ആണ് എന്ത് ചെയ്യുന്നത് ഫ്യൂവൽ ഇഞ്ചക്ടേഴ്സിലോട്ട് എന്ത് ചെയ്യുന്നത് കമാൻഡ്സ് കൊടുക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ these sensors detect various operating conditions of the engine and the performance required out of it. അല്ലേ? അതായത് നമ്മുടെ എഞ്ചിനെ മനസ്സിലാക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താ നമ്മുടെ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻസും ടെമ്പറേച്ചറും കാര്യമൊക്കെ ആര് മനസ്സിലാക്കും? എഞ്ചിൻ മനസ്സിലാക്കും. എന്നിട്ടാണ് നല്ല പെർഫോമൻസ് കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് നമ്മുടെ എഞ്ചിൻ ചേട്ടൻ മനസ്സിലേക്ക് അനലൈസ് ചെയ്തിട്ട് ഇഞ്ചക്ടറിന് പറഞ്ഞു കൊടുക്കും, കമാൻഡ്സ് കൊടുക്കും. Such sensors constantly monitor ambient temperature, engine coolant temperature, exhaust gas temperature, oxygen content of exhaust, engine speed, vehicle road speed, etc. Based on program interpretation of all this input data, the ECU gives the various commands to the engine fuel and a spark ignition timing system. Clear ആണോ? അതായത് വേറെ ഒന്നുമില്ല, ഇവിടെ എന്താ സാധാരണ ഞാൻ പറഞ്ഞല്ലോ സെൻസേഴ്സ് ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ടെന്ന്. എന്തൊക്കെ ഡേറ്റാസാണ് കളക്ട് ചെയ്യുന്നത് നോക്ക്. കോൺസ്റ്റന്റ്ലി എന്തൊക്കെ മോണിറ്റർ ചെയ്യുന്നു? ആംബിയൻ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യുന്നു, എഞ്ചിൻ കൂളൻ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യുന്നു, എക്സോസ്റ്റ് ഗ്യാസ് ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യുന്നു, ഓക്സിജൻ കണ്ടന്റ് ഓഫ് എക്സോസ്റ്റ് മോണിറ്റർ ചെയ്യുന്നു, എഞ്ചിൻ സ്പീഡ് മോണിറ്റർ ചെയ്യുന്നു, വെഹിക്കിൾ റോഡ് സ്പീഡ് മോണിറ്റർ ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ സെൻസേഴ്സ് മനസ്സിലാക്കിയ ശേഷമാണ് എന്ത് ചെയ്യും? നമ്മുടെ ECU അനലൈസ് ചെയ്യും. സെൻസേഴ്സ് ഡേറ്റ അവിടെ കൊടുക്കും, ECUന് കൊടുക്കും. ECU അനലൈസ് ചെയ്യും. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കമാൻഡ്സ് കൊടുക്കുന്നത്. Air enters into the intake manifold. The manifold pressure sensor detects the intake and sends the information to the ECU. For example, ഇവിടെ നോക്കിക്കേ, എയർ എന്ന് പറയുന്ന എഞ്ചിന്റെ അകത്തേക്ക് കയറുന്നു. എവിടെ? ദാ ഇൻടേക്ക് മാനിഫോൾഡിൽ കൂടെ എയർ എഞ്ചിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഇവിടെ മാനിഫോൾഡ് പ്രഷർ എന്ന് പറയുന്നത്, മാനിഫോൾഡ് പ്രഷർ സെൻസർ എന്ന് പറയുന്നത് എന്ത് ഡിറ്റക്ട് ചെയ്യുന്നു? നമ്മുടെ എയർ പ്രഷർ എന്ത് ചെയ്യുന്നു? ഡിറ്റക്ട് ചെയ്യുന്നു. Intake and sends the information to the ECU. ECU information send ചെയ്യുന്നു, data send ചെയ്യുന്നു. The speed sensors also sends information about the RPM of the engine to the ECU. Speed sensors എന്ത് ചെയ്യുന്നു? ഇവിടെ സെൻസേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഈ മാനിഫോൾഡ് പ്രഷർ സെൻസർ എന്ന് പറയുന്നത് പ്രഷർ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഇവിടെ സ്പീഡ് സെൻസർ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ എഞ്ചിന്റെ RPM കുറിച്ച്, റൊട്ടേഷൻസ് പെർ മിനിറ്റ്, എഞ്ചിന്റെ റൊട്ടേഷനെ കുറിച്ചുള്ള എത്ര റൊട്ടേഷൻസ് ആണ് ഒരു മിനിറ്റ് നടക്കുന്നത്, അതിനെ കുറിച്ചുള്ള ഡേറ്റ ഇൻഫർമേഷൻ ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്? നമ്മുടെ ECUന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സെൻസസ് ആണ് എന്തെന്ന് പറയുന്നത്? സ്പീഡ് സെൻസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? Clear? The ECU in turn sends commands to the injector to control the amount of gasoline supply. Gasoline എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ, gas supply for injection. ഓക്കെ, അങ്ങനെ ECU ആണ് എന്ത് ചെയ്യുന്നത്? നേരെ നമ്മുടെ ഇഞ്ചക്ടേഴ്സിന് കമാൻഡ്സ് കൊടുക്കും. ഓക്കെ, എല്ലാം മനസ്സിലാക്കും. ഓക്കെ, ഇത്രയും സെൻസേഴ്സ് തരുന്ന ഡേറ്റാസ് ഫുൾ മനസ്സിലാക്കിയ ശേഷം തീരുമാനം എടുത്ത ശേഷം എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇഞ്ചക്ടേഴ്സിന് കമാൻഡ്സ് കൊടുക്കുന്നു. ഓക്കെ, എല്ലാം മനസ്സിലാക്കിയിട്ട് എന്നാ പിന്നെ ഇങ്ങനെ ചെയ്യും അല്ലേ? ശരി, ഓക്കെ, റെഡി. When the injector sprays fuel into the vehicle, when the injector spray fuel into the intake manifold, the gasoline mixes with the air and the fuel and the mixture enters the cylinder of the engine. അല്ലേ? അപ്പോൾ ഇഞ്ചക്ടേഴ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? കറക്റ്റ് സ്പ്രേ ഫ്യൂവൽ എന്ത് ചെയ്യുന്നു? സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു ഇൻ ടു ദ ഇൻടേക്ക് മാനിഫോൾഡ്. ആ സമയത്ത് എന്താ ഈ എയർ ഈ നമ്മുടെ ഗ്യാസ് ലൈൻ എന്ന് പറയുന്നത് ആരുമായിട്ട് മിക്സ് ആകുന്നു? ഗ്യാസ് ലൈൻ വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ തന്നെയാ. പെട്രോൾ ആരുമായിട്ട് മിക്സ് ചെയ്യുന്നു? എയറുമായിട്ട് മിക്സ് ചെയ്ത ശേഷം എങ്ങോട്ട് പോകും? സിലിണ്ടറിന്റെ ഉള്ളിലോട്ട് പോകും. ക്ലിയർ ആണോ? സോ ഈ ഫിഗർ ആണ് എന്തെന്ന് പറയുന്നത്? MPFI ഫിഗർ എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ? ഓക്കെ, ക്ലിയർ അല്ലേ? ജസ്റ്റ് ഇതാ ഇപ്പൊ നമ്മൾ പഠിച്ചതാ ഈ ഫിഗർ ആണ്. ഇതാ ഇവിടുത്തെ ഫിഗർ ആണ്. സോ ഈ പറയുന്ന ഇവിടുത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ ജസ്റ്റ് നമ്മൾ ഡയഗ്രാമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടേ ഉള്ളൂ കേട്ടോ. ശരിയടാ, അടുത്ത അഡ്വാൻറ്റേജസ്.
അടുത്തത് പറയുന്നത് ഇതിന്റെ അഡ്വാൻറ്റേജസ് പഠിക്കാം. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ദ ഡിഫറൻസ് ഇൻ പവർ ഡെവലപ്ഡ് ഇൻ ഈച്ച് സിലിണ്ടർ ഈസ് മിനിമം അല്ലെ. ഇവിടെ എഞ്ചിനില് ദ ഡിഫറൻസ് ഇൻ പവർ ഡെവലപ്ഡ് ഇൻ ഈച്ച് സിലിണ്ടർ, അതായത് ഓരോ സിലിണ്ടറിലും ഡെവലപ്പ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. പവർ അല്ല, പവറിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. ഓരോ സിലിണ്ടറിലും ജനറേറ്റ് ചെയ്യുന്ന പവറിലുള്ള ഡിഫറൻസ് എന്ന് അല്ലെങ്കിൽ ഓരോ സിലിണ്ടറിലും ഡെവലപ്പ് ചെയ്യുന്ന പവറിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. വൈബ്രേഷൻ ഓഫ് ദ എഞ്ചിൻ എക്വിപ്ഡ് ദ സിസ്റ്റം ഈസ് ലെസ്. എഞ്ചിനുമായിട്ടുള്ള ഈ സിസ്റ്റമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്ന എഞ്ചിന്റെ വൈബ്രേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെസ് ആയിരിക്കും. ഓക്കെ. ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ടു സഡൻ ആക്സിലറേഷൻ ആൻഡ് ഡീസിലറേഷൻ അല്ലെ. നല്ല പെട്ടെന്നുണ്ടാവുന്ന ആക്സിലറേഷനും ഡീസിലറേഷനും കറക്റ്റ് ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് റെസ്പോൺസ് കിട്ടും. സിൻസ് ദ എഞ്ചിൻ ഇസ് കൺട്രോൾഡ് ബൈ ECM, അതായത് എഞ്ചിൻ കൺട്രോൾ മൊഡ്യൂൾ, more accurate amount of air fuel mixture will be supplied, and as a result complete combustion takes place. This lead to effective utilization of fuel supplied and hence low emission level. അതായത് കറക്റ്റ് ആയിട്ട് ഇവിടെ കറക്റ്റ് ആയിട്ട് കമ്പ്യൂട്ടർ ഓപ്പറേറ്റഡ് ECM ആണ് എഞ്ചിൻ കൺട്രോൾ മൊഡ്യൂൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കറക്റ്റ് ആയിട്ടുള്ള എയർ ഫ്യൂവൽ മിക്സ്ചർ, കറക്റ്റ് ആയിട്ടുള്ള എയറിന് കറക്റ്റ് ആയിട്ടുള്ള ഫ്യൂവൽ അല്ലെ, എയർ ഫ്യൂവൽ മിക്സ്ചർ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഞാൻ ഓൾറെഡി കഴിഞ്ഞ മാരത്തോണിൽ മീൻസ് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മാരത്തോണിൽ ഞാൻ ഈ റേഞ്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ, എയർ ഫ്യൂവൽ റേഷ്യോ പറഞ്ഞു അല്ലെ, ഓർക്കുന്നുണ്ടോ? അപ്പൊ ഇവിടെ ഈ പറഞ്ഞ എയർ ഫ്യൂവൽ റേഷ്യോ എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കണം. അപ്പോഴേ കംപ്ലീറ്റ് കമ്പഷൻ നടക്കുള്ളൂ. കംപ്ലീറ്റ് കമ്പഷൻ നടന്നു കഴിഞ്ഞാൽ എഫിഷ്യൻസി കൂടുതലായിരിക്കും, നമ്മുടെ എമിഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. ഓക്കെ, ക്ലിയർ? പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൈലേജ് ഓഫ് ദ വെഹിക്കിൾ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പറയുന്നത് ഹൈബ്രിഡ് എഞ്ചിൻസിനെ കുറിച്ചാണ്. ഹൈബ്രിഡ് എഞ്ചിൻസ്, കോൺസെപ്റ്റ് ഓഫ് ഹൈബ്രിഡ് എഞ്ചിൻസ്. എന്താണ് കോൺസെപ്റ്റ് ഓഫ് ഹൈബ്രിഡ് എഞ്ചിൻസ് എന്ന് പറയുമ്പോൾ? എന്താണ് കോൺസെപ്റ്റ് ഓഫ് ഹൈബ്രിഡ് എഞ്ചിൻസ്? വാട്ട് ഡു യു മീൻ ബൈ ഹൈബ്രിഡ് എഞ്ചിൻസ്? മക്കളെ നോക്കിക്കോ, ഹൈബ്രിഡ് എഞ്ചിൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഈ പറയുന്ന ഫ്യൂവൽ, അതായത് ഫോസിൽ ഫ്യൂവൽ, അതായത് പെട്രോൾ, ഡീസൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അതെന്ന് പറയുന്നത് ഒരു നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സ് അല്ലേ. നമ്മുടെ ഫ്യൂവൽ എന്ന് പറയുന്നത് ഒരു നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സ് ആണ് അല്ലെ. അപ്പോ നമുക്ക് എപ്പോഴും ഫ്യൂവലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഫ്യൂവൽ സിസ്റ്റവും അതേപോലെ ഇലക്ട്രിക്കൽ സിസ്റ്റവും കമ്പൈൻ ചെയ്ത് വെഹിക്കിളിനെ കൊണ്ടുവരാൻ പറ്റും. അതിന് പറയുന്ന പേരാണ് ഹൈബ്രിഡ് എഞ്ചിൻസ് എന്ന് പറയുക. ഹൈബ്രിഡ് എഞ്ചിൻസ്. സോ ദീസ് എഞ്ചിൻസ് ക്യാൻ ബി വർക്ക് under the fuel and in electricity. Okay, so vehicles that make use of two or more distinct power sources are known as hybrid vehicles, അല്ലെങ്കിൽ hybrid engines എന്ന് പറയാം. They usually come with a fueled power source and an onboard rechargeable energy storage system for powering the vehicle. അല്ലേ, വെഹിക്കിളിനെ പവർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെഹിക്കിളിന്റെ പവറിന് വേണ്ടിയിട്ട് രണ്ട് സിസ്റ്റം കമ്പൈൻ ചെയ്യുന്നു അല്ലേ. ഓക്കെ, ഏതൊക്കെയാ? ഒന്നെന്ന് പറയുന്നത് ഫ്യൂവൽഡ് പവർ സോഴ്സ്, നമ്മുടെ സാധാരണ പെട്രോൾ ഡീസൽ എന്നൊക്കെ ഉള്ള സോഴ്സ്. അടുത്തത് പറയുന്നത് ഓൺബോർഡ് റീചാർജബിൾ എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിൽ നിന്നുള്ളത്. ഓക്കെ, പെട്രോളിയം ഇലക്ട്രിക് ഹൈബ്രിഡ് വെഹിക്കിൾസ് എന്ന് പറയുന്നത് PEHV അല്ലെങ്കിൽ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് അല്ലെങ്കിൽ HEV എന്ന് പറയുന്നത് ജനറലി മേക്ക് യൂസ് ഓഫ് ആൻ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ ആൻഡ് ഇലക്ട്രിക് ബാറ്ററീസ് ടു പ്രൊവൈഡ് ദ റിക്വയർഡ് പവർ ടു ദ ഇലക്ട്രിക് മോട്ടർ അല്ലെ. ഇലക്ട്രിക് മോട്ടറിന് വേണ്ട പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്രോളിയം ഇലക്ട്രിക് ഹൈബ്രിഡ് വെഹിക്കിൾസ് അല്ലെങ്കിൽ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയുന്നത് ഇവിടെ എന്തുണ്ടാവും? ഒരു ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻസ് ഉണ്ടാവും. അതിൽ എന്തുണ്ടാവും? ഒരു IC എഞ്ചിൻ ഉണ്ടാവും ആൻഡ് ഇലക്ട്രിക് ബാറ്ററീസ് ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാ? ഇലക്ട്രിക് മോട്ടർ പവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ റെഡ്യൂസ് പെട്രോളിയം കൺസംഷൻ ഡ്യൂ ടു ലെസ് വെയിറ്റ്. ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ലെസ് ആയതുകൊണ്ട് തന്നെ പെട്രോളിയത്തിന്റെ കൺസംഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും അല്ലെ. വെയിറ്റ് കൂടുന്ന സമയത്ത് അത്രയും തോളം മൈലേജ് കുറവായിരിക്കും അല്ലെ. അപ്പോൾ വെയിറ്റ് കുറയുമ്പോൾ നമ്മുടെ പെട്രോളിയം കൺസംഷൻ അല്ലെ, ഫ്യൂവൽ കൺസംഷൻ എന്ന് പറയുന്നത് കുറയും. Since braking is controlled by the electric motor to some extent, a part of kinetic energy of the vehicle is recaptured and is used to recharge the batteries. This process is called regenerative braking. ഇവിടെ എന്താ സംഭവം എന്നറിയാവോ? റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആണ്. എന്താണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ്? ദാറ്റ് ഈസ് ബ്രേക്കിംഗ് ഈസ് കൺട്രോൾഡ് ബൈ ഇലക്ട്രിക് മോട്ടോർ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഹൈബ്രിഡ് എഞ്ചിൻ വെഹിക്കിൾസിൽ അല്ലെങ്കിൽ ഹൈബ്രിഡ് വെഹിക്കിൾസിൽ ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രിക് മോട്ടോഴ്സ് വെച്ചിട്ടാ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എ പാർട്ട് ഓഫ് കൈനറ്റിക് എനർജി ഓഫ് ദ വെഹിക്കിൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും? റീക്യാപ്ചേർഡ് ആൻഡ് റീയൂസ്ഡ് അല്ലെ. പാർട്ട് ഓഫ് കൈനറ്റിക് എനർജി പറഞ്ഞാൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ട്? ടു റീചാർജ് ദ ബാറ്ററീസ്.
ഈ പ്രോസസ്സാണ് എന്ന് പറയുന്നത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. സോ ഹയർ എഫിഷ്യൻസി, റീജനറേറ്റീവ് ബ്രേക്കിംഗ് കാരണം ഹയർ എഫിഷ്യൻസി ആണ് വണ്ടിക്കുള്ളത്. ഡ്യൂ ടു വാമോസ് നന്നായിട്ട് പോയി എക്സാം എഴുതി വെച്ചു വാടാ, എന്താ അനുഗ്രഹിക്കാനൊന്നുമില്ല, നന്നായിട്ട് പോയി എഴുതി വെച്ചു വാ, നീ നിന്നിൽ തന്നെ വിശ്വസിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ശരി. നോക്ക്, ഡ്യൂ ടു ലെസ് ഫ്യൂവൽ കൺസംഷൻ എയർ പൊല്യൂഷൻ ക്യാൻ ബി കെപ്റ്റ് അണ്ടർ കൺട്രോൾ ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ്. അല്ലെ, ഇവിടെ ഫ്യൂവൽ കൺസംഷൻ എന്ന് പറയുന്നത് കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ എയർ പൊല്യൂഷനും അല്ലെങ്കിൽ എന്താ കാർബൺ എമിഷനും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു പരിധി വരെ, നല്ലൊരു ശതമാനം കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, ലെസ് നോയ്സ് ഡ്യൂ ടു സബ്സ്റ്റാൻഷ്യൽ യൂസ് ഓഫ് ദ ഇലക്ട്രിക് മോട്ടർ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലെസ് നോയ്സ് ആയിരിക്കും. വാമോസ്. ഓക്കെ, ലെസ് നോയ്സ് ആയിരിക്കും. ക്ലിയർ ആണോ? സോ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? നമ്മൾ ഇന്ന് കാർനോട്ട് സൈക്കിൾ പഠിച്ചു, കാർനോട്ട് സൈക്കിളിന്റെ ഗ്രാഫ് പഠിച്ചു, അതിലെ സ്റ്റേജസ് പഠിച്ചു, അതിന്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഡെറൈവ് ചെയ്തു, പഠിച്ചിട്ടേ പോകാവൂ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഓട്ടോ സൈക്കിൾ പഠിച്ചു, ദെൻ അതിന്റെ ഗ്രാഫ് പഠിച്ചു, സ്റ്റേജസ് പഠിച്ചു, എഫിഷ്യൻസി പഠിച്ചിട്ടേ പോകാവൂ. ഓക്കെ, ദെൻ ഡീസൽ സൈക്കിൾ പഠിച്ചു, അതിന്റെ PV ഡയഗ്രം ഗ്രാഫ് പഠിച്ചു, സ്റ്റേജസ് പഠിച്ചു, അതേപോലെ എഫിഷ്യൻസി പഠിച്ചിട്ടേ പോകാവൂ. ഓക്കെ, ഇതിൽ മൂന്നിൽ എന്തെങ്കിലും ഒന്ന് ചോദിച്ചിരിക്കും കേട്ടോ, മിനിമം. കൂളിംഗ് സിസ്റ്റം, എഞ്ചിൻ കൂളിംഗ് സിസ്റ്റം, ടൈപ്പ് ഓഫ് കൂളിംഗ് സിസ്റ്റം, എയർ കൂളിംഗ് ആൻഡ് ലിക്വിഡ് കൂളിംഗ് അല്ലെങ്കിൽ വാട്ടർ കൂളിംഗ്, ദെൻ ലൂബ്രിക്കേഷൻ സിസ്റ്റം, ലൂബ്രിക്കേഷൻ ഓഫ് ഐസി എഞ്ചിൻസ്, ദെൻ അതിലെ ഡിഫറെന്റ് ടൈപ്സ് ഏതൊക്കെയാ, സ്പ്ലാഷ് സിസ്റ്റം, ഫോഴ്സ്ഡ് ഫീഡ് സിസ്റ്റം, ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് ലൂബ്രിക്കൻസ്, ദെൻ CRDI vehicles, then MPFI vehicles, advantages, then hybrid engines, അതിനെ കുറിച്ചുള്ള ഐഡിയ, കോൺസെപ്റ്റ് ആൻഡ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ആൻഡ് നമ്മുടെ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ മാരത്തോൺ 1 കാണാത്ത കുട്ടികൾ നമ്മുടെ ലൈവിൽ തന്നെ ഉണ്ട്. ഓക്കെ, ഞാനിപ്പോൾ അത് പ്ലേലിസ്റ്റും ആയിട്ട് ആഡ് ചെയ്യും. സോ നന്നായിട്ട് പഠിക്കുക, പഠിച്ച ശേഷം മാത്രം എക്സാമിന് പോവുക, നല്ല രീതിക്ക് എക്സാം എഴുതി വായോ. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് വാ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പഠിച്ചു പോവാ. ഓക്കെ, ഈ ലൈവ് കാണുന്ന +2കാർക്കും ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പോയി എക്സാം എഴുതി പൊളിച്ചടിക്കുക കേട്ടോ. M10 ഫാൻ, വാമോ സ്പെഷ്യൽ ഡെഡിക്കേഷൻ. ഓക്കെ, സോ എഞ്ചിനീയറിംഗ് എക്സാം എഴുതാൻ പോകുന്ന എന്റെ എല്ലാ കുട്ടികൾക്കും, എഞ്ചിനീയർ S2 ഫസ്റ്റ് സീരീസ് എക്സാം എഴുതാൻ പോകുന്ന എന്റെ എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പം നമ്മുടെ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അടിപൊളിയായിട്ട് പഠിച്ച് നല്ല ഫുൾ മാർക്കോടുകൂടി വാ. ഓക്കെ, ശരി. അപ്പൊ ഇമ്പോർട്ടന്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, നന്നായിട്ട് പഠിച്ച് റെഡി ആക്കി വാ. ഓക്കെ, റെഡി? അപ്പൊ മക്കളെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗൈസ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. പൊളിച്ചെടുക്ക് കേട്ടോ. ഓക്കേടാ മക്കളെ, അപ്പൊ നമുക്ക് അടുത്ത് നമ്മൾ ഇനി വരാൻ പോകുന്നത് എന്താണെന്നറിയോ? അടുത്ത് നമ്മൾ നിർത്തി വെച്ചില്ലേ, ഇടയ്ക്ക് പോസ് ചെയ്തില്ലേ, നമ്മുടെ ഓരോ മൊഡ്യൂൾസും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്ന സെഷൻസ് പോസ് ചെയ്തില്ലേ, നമുക്കിനി അത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നമ്മൾ ഒരു സെക്കൻഡ് മൊഡ്യൂളിലെ പകുതിക്ക് വെച്ച് നിൽക്കുവാണ്, നമുക്ക് അത് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം കഴിഞ്ഞ് ഈ സീരീസ് എക്സാം കഴിയുമ്പോൾ തന്നെ നിങ്ങൾ കുറച്ച് സീരിയസ് ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ ഇനിയുള്ള കാര്യമെങ്കിലും ആദ്യം തൊട്ടേ നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ തന്നെ പഠിച്ചു പോകാനായിട്ട് പറ്റും. അവസാന സമയം ബുദ്ധിമുട്ടില്ല. ഓക്കെ, നമ്മുടെ കൂടെ ആദ്യം തൊട്ട് വന്ന് പഠിച്ചു വന്ന കുട്ടികളുണ്ട് ഈ ചാനലിൽ. ഓക്കെ, നമ്മുടെ എല്ലാ വീഡിയോസിനും കമന്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്, അവർക്ക് എളുപ്പമാണ്. ഓക്കെ, അവർക്ക് വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ല, കാരണം ദേ ആർ ലേണിംഗ് ഫ്രം ദ ബിഗിനിങ്. ഓക്കെ, ശരിടാ മക്കളെ, അപ്പൊ നമുക്ക് അടുത്ത സെഷനായിട്ട് വീണ്ടും കാണാം. സോ അതുവരെ ബൈ ബൈ, താങ്ക്സ് സോ മച്ച്, ലവ് യു ഗൈസ്.